ആദ്യമായി സ്വാഗത പ്രസംഗത്തിനായി സെബാസ്റ്റ്യൻ കുളത്തിൽ ക്ഷണിച്ചു. ഗുഡ് ആഫ്റ്റർനൂൺ. നമുക്കറിയാം, ഇന്നിവിടെ വന്നിരിക്കുന്ന സാറ് അവാർഡ് വാങ്ങാൻ കൂടെയായിരുന്നു. ഞാൻ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു സാറിനും നമുക്കെല്ലാവർക്കും തന്നെ അഭിമാനം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു അത്. കാര്യം നാസ്തികതയെയും യുക്തിവാദത്തെയും ഒരു കേരളത്തിൻ്റെ ഒരു പൊതു മുഖ്യധാര സമൂഹത്തിൻ്റെ ചർച്ചയാക്കി മാറ്റുന്നതിൽ സാറ് വഹിച്ച പങ്കൊട്ടും ചെറുതല്ല. അപ്പം അക്കാര്യത്തിൽ എൻ്റെയും അഭിനന്ദനം ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇവിടെ നാസ്തികനായ ദൈവം എന്ന സാറിൻ്റെ പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ടോക്കും ചർച്ചയും നയിക്കാൻ വേണ്ടി സാറിനെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ താല്പര്യത്തോടെ ഇത് ചർച്ച കേൾക്കാനും സംശയങ്ങൾ ചോദിക്കാനും എത്തിച്ചേർന്നിട്ട് നിങ്ങളെല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും നമസ്കാരം. യഥാർത്ഥത്തിൽ ഞാൻ ഇത്രയും ആളുകളെ ഇവിടെ കണ്ട് വളരെ അതിശയിച്ചു പോയി. 2-3 കാരണം. ഒന്ന്, നാസ്തികനായ ദൈവം എന്നുള്ള പരിപാടി എന്തായാലും ഇത്ര തവണ അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. 7 വർഷം മുമ്പ് ഈ പുസ്തകം യാത്ര തുടങ്ങിയതാണ്. 7 വർഷം കഴിഞ്ഞത് ഇപ്പോൾ 8ാമത്തെ എഡിഷൻ, പുസ്തകം 8ാമത്തെ എഡിഷനിലേക്ക് വന്നിരിക്കുന്നു. ഞാനും ഈ പരിപാടികളുമായിട്ട് ഓരോ വർഷം കഴിയും തോറും, ഇപ്പോൾ അധികം അവതരിപ്പിക്കാറില്ല, വർഷത്തിലൊരിക്കലേ ഉണ്ടാവുള്ളൂ. കഴിഞ്ഞ വർഷം പത്തനംതിട്ടയിലായിരുന്നു, അതിനുശേഷം ഈ വർഷം ഇപ്പോൾ ജനുവരിയിൽ ഇവിടെ, അത് ഫെബ്രുവരിയിലായിരുന്നു. അപ്പോൾ 1 വർഷത്തെ ഇടവേളയിൽ ഒരു തവണ എന്നുള്ള രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. ഈ പുസ്തകം താണ്ടിയ വഴികൾ വ്യക്തമാക്കുന്ന ഒരു ആൾക്കൂട്ടാണ് ഇവിടെ ഉള്ളത്. ഇത് കപട ചികിത്സകരുടെ ക്യാമ്പോ അല്ലെങ്കിൽ ദുവ സംഘടിപ്പിക്കുന്ന സെമിനാറോ ഒന്നും അല്ല. ഇത് സ്വതന്ത്ര ചിന്തകർ ശാസ്ത്രം കേൾക്കാൻ, സ്വതന്ത്ര ചിന്തയെക്കുറിച്ച് അറിയാൻ, നാസ്തികതയെക്കുറിച്ച് അറിയാൻ വന്ന ആൾക്കാരാണ്. ഇങ്ങനെയുള്ള ആൾക്കൂട്ടങ്ങൾ കേരളത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു വലിയ സൂചനയാണ്. അത് കണ്ണൂർ തന്നെ കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം കണ്ണൂർ ഇത്തരത്തിലുള്ള ആൾക്കൂട്ടങ്ങൾ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. കണ്ണൂർ അങ്ങനെ വിരുദ്ധമായ വിപരീത ദിശയിൽ ഒരുപാട് മാറ്റങ്ങൾ നടക്കുന്ന സ്ഥലമായതുകൊണ്ട് കൂടിയാണ് ഞാനത് സൂചിപ്പിച്ചത്. കുറേ പേരുടെ മുഖം എനിക്ക് കാണാൻ പറ്റുന്നില്ല, ആ സൈഡിൽ ഇരിക്കുന്നവരുടെ. എന്നിരുന്നാലും ശബ്ദം കേൾക്കാം. ഇത് പല സ്ഥലങ്ങളിൽ അവതരിപ്പിച്ച പരിപാടി ആയതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും വീണ്ടും ഒന്നുകൂടി പുതുക്കുന്നതിനുപരി ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ട് 1 മണിക്കൂർ കൊണ്ട് എൻ്റെ അവതരണം അവസാനിപ്പിച്ചിട്ട് നമുക്ക് ഒരു ഇൻട്രാക്ഷനിലേക്ക് പോകാമെന്നാണ് കരുതുന്നത്. അപ്പോൾ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിലകത്ത് സ്ലൈഡുകളും ആശയങ്ങളും ഒക്കെ ഓൾറെഡി കേരളത്തിൽ എല്ലാവർക്കും പരിചിതമാണ്. ഏതാണ്ട് 8-10 വീഡിയോസ് തന്നെ യൂട്യൂബിൽ കിടപ്പുണ്ട്. നാസ്തികനായ ദൈവം, റിച്ചർഡ് ഡോക്കിൻസിൻ്റെ ലോകം. ഓഫ് കോഴ്സ് ഇതൊരു പുസ്തകത്തെക്കുറിച്ചുള്ളതാണ്. പുസ്തകം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇവിടെയൊക്കെ അവൈലബിൾ ആയിരിക്കാം ഒരുപക്ഷെ. ആ പുസ്തകം തുടങ്ങുന്നത് ഈ ഒരു ചോദ്യത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ ഒരു കുട്ടിയും ദൈവം എന്ന് പറയുന്ന മതം മുന്നോട്ട് വെക്കുന്ന ക്യാരക്ടറുമായിട്ടുള്ള ഒരു ഭാവന സംഭാഷണത്തിലൂടെയാണ് തുടങ്ങുന്നത്. കുട്ടി ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, അല്ലയോ ദൈവമേ പറയുക, നിന്റെ മതം ഏത്? അപ്പോൾ ദൈവം പറയുന്നു, എനിക്ക് മതമോ? എൻ്റെ വാസസ്ഥലം ഒരിക്കലും നീ അറിയുകയില്ല. അപ്പോൾ കുട്ടി ചോദിക്കുന്നു, ഭയം എന്തിന്? നീയും ഉപാസിക്കുന്നുവോ? അപ്പോൾ ദൈവത്തിൻ്റെ മറുപടി, ഉപാസന എനിക്ക് അന്യം, എനിക്ക് ദൈവമില്ല, നാസ്തികനാണ് ഞാൻ എന്നാണ്. അതായത് ഒരു ശരാശരി നാസ്തികൻ, ഒരു നിരീശ്വരവാദി ജീവിതത്തിൽ എപ്പോഴും ശാസ്ത്രീയമായിട്ടുള്ള അല്ലെങ്കിൽ യുക്തിബോധം തുടിച്ചു നിൽക്കുന്ന തീരുമാനങ്ങളും നിലപാടുകളുമായിരിക്കും എടുക്കുക. അവൻ അതീത ശക്തികളിൽ വിശ്വസിക്കില്ല, തെളിവില്ലാത്ത കാര്യങ്ങളെ അംഗീകരിക്കില്ല. അവന് ഏതെങ്കിലും ഒരു കാര്യം വെറുതെ ആരുടെയെങ്കിലും തിരിച്ചറിയാൻ കഴിയാത്ത എന്തെങ്കിലും ഒരു ശക്തിയുടെ ഇടപെടൽ കൊണ്ട് എല്ലാം സംഭവിക്കും എന്ന് കരുതാനാവില്ല. അവൻ തീർത്ഥാടനങ്ങൾ നടത്തില്ല, പൂജകൾ നടത്തില്ല, കൂടോത്രങ്ങൾ നടത്തില്ല. ദൈവം എന്നൊരു കഥാപാത്രം ഉണ്ട് എങ്കിൽ പുള്ളി ഇതൊന്നും ചെയ്യില്ല. പുള്ളിക്കും തീർത്ഥാടനം ഉണ്ടാവില്ല, പുള്ളിക്കും ആരോടും പ്രാർത്ഥിക്കാനുണ്ടാവില്ല, പൂജകളുണ്ടാവില്ല, ഹോമങ്ങളുണ്ടാവില്ല. പുള്ളി തെളിവില്ലാത്തത് അംഗീകരിക്കാനും വഴിയില്ല. ഇത്രയും പവറൊക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു നാസ്തികൻ, ഒരു ശരാശരി നാസ്തികൻ പിന്തുടരുന്ന എല്ലാ നിലപാടുകളും പിന്തുടരുന്ന ഒരാളായിരിക്കും ദൈവം എന്ന മത കഥാപാത്രം ഉണ്ട് എങ്കിൽ. അപ്പോൾ ഇതൊരു ഫാൻസി ടൈറ്റിലാണ്, നാസ്തികനായ ദൈവം. ഇഫ് there is a God
and he or she shall be an atheist. ഇതാണ് എൻ്റെ കൺസെപ്റ്റ്. ഡോക്കിൻസ് 1941 ജനനം. ഇപ്പോൾ 41 എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം 77 വയസ്സായിട്ടുണ്ട്. ഇതിനിടയിൽ കഴിഞ്ഞ വർഷം 1.5 വർഷത്തിൽ ചെറിയൊരു സ്ട്രോക്ക് വന്നിട്ടുണ്ട്. വലിയ കുഴപ്പമില്ല, വളരെ ചെറിയ സ്ട്രോക്ക്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിനൊന്നും അത്ര പരിമിതപ്പെടുത്തിയിട്ടൊന്നുമില്ല. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു. കൂടുതൽ അറിയപ്പെടുന്ന സെൽഫിഷ് ജീൻ എന്നുള്ളതൊരു പുസ്തകമാണ്. അത് ഏതാണ്ട് 36 എഡിഷൻ പുറത്തു വന്ന ഒരു പുസ്തകമാണ്. ബയോളജിയിൽ അല്ലെങ്കിൽ പരിണാമ ശാസ്ത്ര രംഗത്ത് ഒരു ചരിത്രം തന്നെയായിരുന്നു പുസ്തകം. പിന്നെ അദ്ദേഹത്തിൻ്റെ RDF റിച്ചാർഡ് ഡോക്കിൻസ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, അദ്ദേഹം നിങ്ങൾക്കറിയാം, വെബ്സൈറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അറിയാൻ കഴിയും. ഇദ്ദേഹത്തിൻ്റെ ഞാനിവിടെ നിന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന പുസ്തകം ദ ഗോഡ് ഡെല്യൂഷൻ എന്ന് പറയുന്ന പുസ്തകം. ഗോഡ് ഡെല്യൂഷൻ്റെ ഒരു പഠനമാണ്, ഒരു സ്വതന്ത്ര പഠനമാണ് നാസ്തികനായ ദൈവം. അതിൽ ഡോക്കിൻസിനെ ഞാൻ പിന്തുടർന്നിട്ടുണ്ട്, പ്രധാനപ്പെട്ട ഡീറ്റെയിൽ എല്ലാം. അതോടൊപ്പം തന്നെ എൻ്റേതായിട്ടുള്ള ചില ഇടപെടലുകളും നിങ്ങൾക്ക് പുസ്തകം വായിക്കാൻ അറിയാൻ കഴിയും. കാര്യം നമ്മുടെ നാട്ടിൻ്റെ കുറേ കാര്യങ്ങളും, കാര്യം നാസ്തികത എന്ന് പറയുന്നത് നമുക്ക് റിച്ചാർഡ് ഡോക്കിൻസിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനമൊന്നുമല്ല. നമ്മളെ രാജ്യത്തിൻ്റെ തന്നെ ചരിത്രം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മളിലുള്ള സാധനമാണ്. പ്രാമുഖ്യം കിട്ടിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നും ഇത് നമ്മുടെ കൂടെ ഉള്ള ഒരു സാധനമാണ്. സംശയിക്കാനുള്ള, തെളിവന്വേഷിക്കാനുള്ള, യുക്തിസഹമായി ചിന്തിക്കാനായിട്ടുള്ള ഒരു സംസ്കാരം ഈ രാജ്യത്തുണ്ട്. അപ്പം സ്വാഭാവികമായിട്ട് അതുമായി പൊരുത്തപ്പെട്ടു പോകുന്ന ഒന്നാണ് ഡോക്കിൻസിൻ്റെ. ഡോക്കിൻസ് എന്തുകൊണ്ടാണ് വ്യത്യസ്തനാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡോക്കിൻസിനെ പോലെ ഒരുപാട് ശാസ്ത്രജ്ഞന്മാരുണ്ട്. ശാസ്ത്രജ്ഞന്മാർ പൊതുവിൽ വളരെ സേഫ് റൂട്ടാണ്. ഇന്ന് ഞാൻ ശാസ്ത്ര സാഹിത്യ അവാർഡ് വാങ്ങിക്കാൻ പോയ ചടങ്ങിൽ ഒരുപാട് ശാസ്ത്രജ്ഞന്മാരെ കണ്ടു. അവർ അടിസ്ഥാനപരം അവിടുത്തെ ചടങ്ങുകൾ പോലും കണ്ടു കഴിഞ്ഞാൽ ഒരു മതാത്മക സമൂഹത്തിൻ്റെ ഒരു 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 പ്രതീകങ്ങൾ മാത്രമാണ് നമ്മളവിടെ കണ്ടത്. ഈവൻ ആദ്യം ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നത് എനിക്ക് കിട്ടിയ ഒരു ഇൻവിറ്റേഷൻ ലെറ്ററിൽ ഇൻവൊക്കേഷൻ എന്നുള്ളതായിരുന്നു ആദ്യത്തെ പരിപാടി. ഇൻവൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണർത്തുക, അതീന്ദ്രിയ ശക്തികളെ അല്ലെങ്കിൽ പ്രപഞ്ച ശക്തികളെ തുയിലുണർത്തുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇൻവൊക്കേഷൻ ഓഫ് മ്യൂസസ് എന്നൊക്കെ പറയാറുണ്ട്. ഈ പോയട്രിയിലൊക്കെ ഞങ്ങൾ മിൽട്ടൻ്റെ പോയട്രിയിലൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഒരു ഇൻവൊക്കേഷനോട് കൂടിയായിരുന്നു മുഖ്യമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്ത ചടങ്ങ് തുടങ്ങേണ്ടിയിരുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാര്യം നോട്ടീസിൽ അതുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ചില ചർച്ചകളും ഡിസ്കഷനുകളും ഒക്കെ വന്നു ആ ചടങ്ങ് ഉപേക്ഷിച്ചു. ഇന്ന് എനിക്ക് ഏറ്റവും അധികം സന്തോഷം പകർന്ന ഒരു കാര്യമാണ്. അല്ല, നമ്മളാരും എഴുന്നേക്കില്ല. അതായത് മൗന പ്രാർത്ഥന എന്നാണ് പറയുന്നത്. മൗന പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ ഒരു പ്രത്യേകിച്ച് പ്രാർത്ഥനയൊന്നുമില്ല. മൗനമാകുന്നതൊന്നും പറയാനില്ലാത്തതുകൊണ്ടായിരിക്കും. കാര്യം വെച്ചാൽ പല പല ആൾക്കാർ എന്തായാലും നിങ്ങൾ മതത്തിൻ്റെ അജണ്ട അവിടെ നടപ്പിലാക്കുകയാണ്. ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? ന്യൂട്ടനോടോ അതോ ഐൻസ്റ്റീനോടോ? ഒരു ശാസ്ത്ര പരിപാടിയിൽ എന്താണ് ഇൻവൊക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ഒരു ശക്തിയെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് സയൻസ് അല്ല. സയൻസ് അങ്ങനെ ഒരു ശക്തിയെക്കുറിച്ച് പറയുന്നില്ല, അതിനെ ഡീൽ ചെയ്യുന്നില്ല. മേ ബി മൗനമെങ്കിലും പാലിക്കുന്നു, അത്രയെങ്കിലും വേണം. ഡീൽ ചെയ്യാൻ പാടില്ല. ഇനി അഥവാ നിങ്ങൾക്ക് വിശ്വാസമാകാം വ്യക്തിതലത്തിൽ, പക്ഷേ സയൻസ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു എൻ്റർപ്രൈസ് അല്ല. എന്തായാലും ഇന്നത് ഉപേക്ഷിച്ചു, വളരെ സന്തോഷം. എല്ലാ പരിപാടികളിൽ നിന്നും ഇത്തരത്തിലുള്ള മതചടങ്ങുകൾ എഴുന്നേറ്റ് നിൽക്കുക. ഈ പരിപാടി സംഘടിപ്പിക്കുന്ന കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എൻവയറോൺമെൻറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ്. അവിടെ അടുത്തിടെ ഒരാൾ, ഞങ്ങളുടെ 2-3 പേര് സുഹൃത്തുക്കൾ പോയി പരിപാടി അറ്റൻഡ് ചെയ്തപ്പോൾ ഒരു ശാസ്ത്ര സെമിനാർ ഉദ്ഘാടനം തുടങ്ങുന്നത് തന്നെ മൗന പ്രാർത്ഥനയോടുകൂടിയാണ്. ഇത് ശാസ്ത്ര സെമിനാറുകൾ ഉദ്ഘാടനം ചെയ്യുന്നത് സംഭവിക്കുന്ന കാര്യമാണ്. സാധാരണ ഉത്സവങ്ങൾക്കോ പൊതുയോഗങ്ങൾക്കോ മതചടങ്ങുകൾക്കോ ഒന്നും അല്ല. അപ്പോൾ അത്രമാത്രം ഈ ഉപ്പുവെള്ളം ഇങ്ങ് കയറി വന്നിരിക്കുകയാണ്. ശുദ്ധജലം കിട്ടാനില്ലാത്ത അവസ്ഥ. അതിനെതിരെയുള്ള ഒരു പ്രതിഷേധം കൂടിയാണ് എനിക്ക് തോന്നുന്നു ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ആൾക്കൂട്ടം കൂടി ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിൽ ഒരുപാട് പേര് ഈ നോൺസെൻസ് അംഗീകരിക്കുന്നില്ല. അവർക്ക് ഇഷ്ടമല്ല, പക്ഷെ അവർക്ക് പറയാൻ പറ്റുന്നില്ല, അവർക്ക് പ്രതികരിക്കാൻ പറ്റുന്നില്ല. മലയാളികളെല്ലാം വെറും അങ്ങനെ ഒരു അവസ്ഥയിലല്ല. ഏതാണ്ട് 3,36,00,000 പേരുണ്ട് എന്നാണ് പറയുന്നത് മലയാളികളായിട്ട്. അത് കുറച്ച് പേര് പുറത്തുണ്ട്. അതിലൊരു ജസ്റ്റ് ഒരു 10% ആൾക്കാർ, ജസ്റ്റ് ഒരു 10%, 90% വിശ്വാസികളാണെന്ന് വെച്ചാൽ പോലും 10% ആൾക്കാർക്ക് വിശ്വാസമില്ല. മതം പറയുന്ന ഈ സാധനം എടുക്കുന്നില്ല. മതാത്മകമായ ചിന്താശൈലി ഉള്ളവരല്ല. അങ്ങനെയാണെങ്കിൽ തന്നെ ഏതാണ്ട് 30 ലക്ഷം ആൾക്കാരുണ്ട്. ഈ 30 ലക്ഷത്തിൽ
നമ്മൾ 3 ലക്ഷം ആൾക്കാരെ പോലും കാണുന്നില്ല, 30,000 ആൾക്കാരെ പോലും കാണുന്നില്ല, 3000 ആൾക്കാരെ പോലും കാണുന്നില്ല, 300 ആൾക്കാരെ അപൂർവമായിട്ട് കാണുന്നു. ആളുകൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. ഈ സമൂഹത്തിൽ കൂടുതൽ ആൾക്കാർ സ്വതന്ത്ര ചിന്തയും നാസ്തികതയും ഒക്കെ പിന്തുണച്ചുകൊണ്ട് പുറത്തോട്ട് വരുമ്പോൾ ഈ സമൂഹത്തിൽ കൂടുതൽ തെളിച്ചവും വെളിച്ചവും ഉണ്ടാവും. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് ഡഗ്ലസ് ആഡംസ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് സയൻസ് ഫിക്ഷൻ റൈറ്ററുടെ, അദ്ദേഹത്തിനാണ് ഇത് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം പിന്നീട് മരിച്ചുപോയി. ഞാൻ അത്രയും ഡീറ്റെയിൽസൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ പ്രധാന വിഷയത്തിലേക്ക് ഞാൻ വരാം. ഇത് ഡോക്കിൻസിൻ്റെ പുസ്തകങ്ങൾ, പ്രൊളിഫിക് റൈറ്ററാണ്. ഇപ്പോഴും അദ്ദേഹം പുസ്തകം എഴുതി, ആപ്പറ്റൈറ്റ് ഫോർ വണ്ടർ എന്ന് പറയുന്നത്, ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ. ഡോക്കിൻസിൻ്റെ സെൽഫിഷ് ജീൻ, ആൻസസ്റ്റേഴ്സ് ടെയിൽ, ഡെബിൾസ് ഷാർപ്പ് ലൈൻ, ക്ലൈംബിംഗ് ദ മൗണ്ട് ഇംപ്രോബബിൾ, മോഡേൺ സയൻസ് റൈറ്റിംഗ്, ഗ്രോയിങ് അപ്പ് വിത്ത് ദ യൂണിവേഴ്സ്, പിന്നെ കുറേ വീഡിയോകൾ, കുറേ TV പരിപാടികൾ. അതുപോലെ തന്നെ ഹി ഈസ് സെലക്ടഡ് ബൈ ദ പ്രോസ്പെക്ട് മാഗസിൻ 2004 ആസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ തിങ്കേഴ്സ് ഓഫ് ദ വേൾഡ് അലോങ് വിത്ത് ഉംബർട്ടോ എക്കോ ആൻഡ് നോം ചോംസ്കി. അത് 2004 കാര്യമാണ്. എന്തുകൊണ്ടാണ് ഡോക്കിൻസ് വ്യത്യസ്തനായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് പരിണാമശാസ്ത്രജ്ഞരൊക്കെ ഉണ്ട്, ഒരുപാട് സയൻറ്റിസ്റ്റുകളുണ്ട്. പക്ഷേ ഡോക്കിൻസിന് അത്രയും വായനക്കാരുള്ള, ആരാധകരുള്ള ഒരു സയൻറ്റിസ്റ്റ് ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ സ്റ്റീഫൻ ഹോക്കിംഗ് അത്ര ആക്റ്റീവ് അല്ല, അദ്ദേഹത്തിൻ്റെ ശാരീരികമായ അവസ്ഥ. ഡോക്കിൻസ് ഒരു വലിയൊരു വിപ്ലവം തന്നെയായിരുന്നു അക്കാര്യത്തിൽ. ഇംഗ്ലണ്ടിൽ ഇന്നിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് സർവേകൾ അനുസരിച്ച് ഇംഗ്ലണ്ടിൽ 60% അവിശ്വാസികളാണ്. ലോകം മുഴുവൻ പ്രൊട്ടസ്റ്റന്റ് മതങ്ങൾ, ഇംഗ്ലീഷുകാർ പോയെടുത്ത് അവർ ഇവിടെ ഇന്ത്യയിൽ തന്നെ ഉൾപ്പെടെ മതങ്ങൾ പ്രചരിപ്പിച്ച രാജ്യത്ത് രാജ്ഞിയാണ് ഇംഗ്ലീഷ് ചർച്ചിൻ്റെ തലവൻ അല്ലെങ്കിൽ ഹെഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു രാജ്യത്താണെന്ന് ബഹുഭൂരിപക്ഷം ആളുകൾ അവിശ്വാസികളായിട്ടുള്ളത്. അവിടെ ഇപ്പോൾ ഡോക്കിൻസിനെ പോലെ, അതുപോലെ തന്നെ സാം ഹാരിസിനെ പോലെ, ഹിച്ചൻസിനെ പോലെ, ഡാനിയൽ ഡെനറ്റിനെ പോലെയുള്ള ആൾക്കാരൊക്കെ സൃഷ്ടിച്ച ഒരു കറണ്ട് ഓഫ് ഐഡിയാസ്, അത് വലിയ ഫലം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബ്രിട്ടനിലൊക്കെ യഥാർത്ഥത്തിൽ, ഈവൻ അമേരിക്കയിൽ പോലും ഏത്തീസ്റ്റ് ആണ് എന്ന് പറയുക വലിയ കാര്യമല്ല. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. അങ്ങനെ പറയുന്നത് തന്നെ ഒരു വിപ്ലവമായിരുന്നു. സ്കൂളുകളിലും കോളേജുകളിലും സ്ഥാപനങ്ങളിലൊക്കെ ചെന്നിട്ട് ഞാനൊരു നാസ്തികനാണെന്ന് പറയാൻ ആളുകൾക്ക് മടിയായിരുന്നു. ഇൻസ്പൈറ്റ് ഓഫ് ബീയിങ് ആൻ ഏത്തീസ്റ്റ് ദേ നെവർ എക്സ്പ്രസ്ഡ് വാട്ട് ദേ ഫെൽറ്റ്. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പം അതൊരു വിഷയമല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പാശ്ചാത്യ ലോകത്ത് ഈ നാസ്തികാനന്തര ആകുലതകളാണ്, പോസ്റ്റ് ഏത്തീസ്റ്റ് കൺസേൺസ് എന്ന് പറയും. അതായത് വെറും മതം മാത്രം പാടില്ല, അതിനുപരിയായ വിഷയങ്ങളിലേക്ക് പോകണം എന്നൊക്കെയുള്ള ചില സമീപനങ്ങൾ വരുന്നുണ്ട്. കാരണം മതത്തിനെതിരെ എന്ന് പറയുന്നത് നോർമലായി കഴിഞ്ഞു, മതം നിഷേധം എന്ന് പറയുന്നത് നോർമലായി കഴിഞ്ഞു. അങ്ങനെ ഒരു അവസ്ഥയിൽ മതത്തിനെതിരെ എന്ന് വെച്ച് മാത്രം നിൽക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ കൂടുതൽ പദ്ധതികൾ വിപുലീകരിക്കുകയാണ് പടിഞ്ഞാറൻ ലോകത്തെ എത്തീസ്റ്റുകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യം അവരുടെ പ്രൈമറി കോഴ്സ് കഴിഞ്ഞു. കാരണം എത്തീസം എന്ന് പറയുന്ന സാധനം തന്നെ ഒരു കണ്ടീഷണൽ ആൻഡ് റിലേറ്റീവ് സ്റ്റാൻസ് ആണ്. ഒന്നിനെ ആശ്രയിച്ച് നിൽക്കുന്ന ഒന്നാണ്. തീസം ഉണ്ടെങ്കിലേ എത്തീസം ഉള്ളൂ. മതവും മതാത്മക ചിന്തകളും മുന്നോട്ട് വെക്കുന്ന ഒരു സമൂഹത്തിൽ മാത്രമേ എത്തീസം പറയേണ്ട കാര്യമുള്ളൂ. കാരണം അത് സ്വന്തമായി അതിനൊരു നിലനിൽപ്പ് ഇല്ല, യഥാർത്ഥത്തിൽ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളൊരു അനീതി കാണിക്കുമ്പോഴാണ് നമ്മൾ എതിർക്കുന്നത്, അല്ലാതെ നമ്മൾ വെറുതെ എതിർക്കാനായി നടക്കേണ്ട കാര്യമില്ല. ഒരു തെറ്റ് പറയുമ്പോഴാണ് നമ്മൾ തിരുത്തുന്നത്, അല്ല വെറുതെ തിരുത്തൽ എന്നും പറഞ്ഞ് തിരുത്തൽവാദികൾ അങ്ങനെ ഒരു വാദിയുടെ ആവശ്യമില്ല. ഇതൊരു റിലേറ്റീവ് പൊസിഷനാണ്, ഒരു കണ്ടീഷണൽ പൊസിഷനാണ്. ഇവിടെ മതം ഇങ്ങനെ ഈ പറഞ്ഞോണം ഈ രീതിയിൽ വ്യാപരിക്കുന്നില്ലെങ്കിൽ നിരീശ്വരവാദം പറയേണ്ട കാര്യമില്ല, ഒരു കാര്യമില്ല. അത് തന്നെയാണ് ആധുനിക ലോകത്തൊക്കെ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ സ്വീഡനിലും നോർവേയിലും ഡെൻമാർക്കിലും ഒന്നും നമുക്ക് ഇതേ കണക്കുള്ള പ്രസംഗങ്ങളൊന്നും നടത്തേണ്ട കാര്യമില്ല. കാരണം അവിടുത്തെ ജനങ്ങൾക്ക് ബോധമായി കഴിഞ്ഞു. അവിടെ മതനിഷേധം എന്ന് പറയുന്നത് നോർമലാണ്. മതത്തിൽ വിശ്വസിക്കുന്നതാണ് അവിടെ ഒരു അത്ഭുതമായിട്ട് ആളുകൾ കാണുന്നത്. അപ്പം നമ്മുടെ സമൂഹം പക്ഷേ അങ്ങനെയല്ല. ഞാനത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വേറെ എന്താണെന്ന് പറയുന്നതിനും മടിയില്ലാത്തവർക്കും തുറന്ന് താനൊരു നിരീശ്വരവാദിയാണ്, നാസ്തികനാണെന്ന് പറയുന്നതിന് വിഷമമുള്ള സമൂഹം തന്നെയാണ്. അത് ഏത് വിഭാഗം ആൾക്കാരെ നോക്കുക, ഏത് തലത്തിൽ നോക്കുക, ഇറ്റ്സ് ഡിഫിക്കൾട്ട്. ആ ഒരവസ്ഥ മാറണം, മാറിക്കൊണ്ടിരിക്കുന്നു. കാര്യം പുതുതായിട്ട് ഒരുപാട് ചെറുപ്പക്കാർ വരുന്നുണ്ട്. അതാണ് പണ്ട് ഞാൻ
ഒരു 10 വർഷത്തിന് മുമ്പ്, അല്ലെ ഒരു 7 വർഷം, 10 വർഷമൊന്നും ഇല്ല എനിക്ക് ഇതിനകത്ത് സർവീസ്, 7 വർഷം. ഈ 7 വർഷത്തിന് മുമ്പ് ഞാൻ ആദ്യമായി ഈ സാധനവും നാസ്തികനായ ദൈവവും ഒരു ബാക്ക് പാക്ക് എടുത്ത് പുറകിലിട്ടുകൊണ്ട് ഇങ്ങനെ കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ എവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല, പല പല സ്ഥലങ്ങളിൽ. ഇവിടെയൊക്കെ വന്നിട്ടുണ്ട് ഞാൻ, കണ്ണൂരൊക്കെ വന്നിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ കാണുന്നത് കുറച്ച് പഴയ പ്രായമായ കുറച്ച് ആൾക്കാർ, ഒരു 10-25 പേര് കാണും. അവർ കഷ്ടിച്ച് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറച്ച് പൈസ ഒരു മൈക്കൊക്കെ എടുത്ത് വെച്ച്, ഇതൊന്നും സാധ്യമാവില്ല. പലപ്പോഴും പരിപാടി തുടങ്ങാനായിട്ട് 2-3 മണിക്കൂർ വൈകാറുണ്ട്. കാരണം ഈ സാധനങ്ങൾ, സ്വിച്ചുകൾ ഒന്നും ആർക്കും അറിയില്ല. ആ ഒരവസ്ഥയിൽ നിന്ന് ഭയങ്കര മാറ്റമുണ്ട്. അതാണ് ഈ പരിപാടി അവതരിപ്പിക്കുന്നതിൽ എൻ്റെ പ്രധാന സന്തോഷം. ഞാൻ അവിടെയല്ലല്ലോ, സ്ക്രീൻ ഫ്രണ്ടിലാണ്. ചുമ്മാ ഡോക്കൻസിൻ്റെ ഈ പുസ്തകം 32 ലോക ഭാഷകളിലേക്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പുസ്തകത്തിനെതിരെ തന്നെ ഏതാണ്ട് 41 പുസ്തകങ്ങൾ എതിരെ എഴുതിയിട്ടുണ്ട് അന്നത്തെ കാലം. ഇനിയിപ്പോൾ അതിന് ശേഷം എന്ത് എഴുതിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇതെല്ലാം മതവാദികൾ തന്നെ എഴുതിയിരിക്കുന്നത്. ഈ പുസ്തകം പ്രധാനമായിട്ടും ക്രിസ്ത്യാനിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. മറ്റ് മതങ്ങളെക്കുറിച്ച് അധികം അതിനകത്ത് പറയുന്നില്ല. എന്നാൽ ഇസ്ലാമിനെക്കുറിച്ച് പരാമർശമുണ്ട്. പക്ഷേ അതേസമയം ഹിന്ദു മതത്തെക്കുറിച്ചോ അതേപോലെയുള്ള പൗരസ്ത്യ മതങ്ങളെക്കുറിച്ചോ അധികം പരാമർശങ്ങൾ ഇല്ല അന്ന്. അതുകൊണ്ട് ഈ പുസ്തകം എഴുതിയ കാലഘട്ടത്തിൽ പലരും എനിക്ക് ഭയങ്കരമായിട്ട് അഭിനന്ദന സന്ദേശമൊക്കെ, കൊള്ളാം, ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷേ നമ്മളുടെ സാധനം ഇതൊന്നും അല്ല കേട്ടോ, അതിനെക്കുറിച്ച് പുള്ളി ഒന്നും പറയുന്നില്ല, പുള്ളിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. മതവിശ്വാസികൾക്ക് പൊതുവിലുള്ള ഒരു ഇതാണ്, എന്തെങ്കിലും വേറെ ആരെയും കുറിച്ചെങ്കിലും പറയുമ്പോൾ അവന് ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം വേറെ സാഹിത്യം, അതായത് മതവിശ്വാസിയുടെ ഒരു വിഷയം, എല്ലാവരും അന്യമത നാസ്തികരാണ്. മറ്റ് മതത്തിൻ്റെ സങ്കല്പങ്ങളെക്കുറിച്ചും ധാരണകളെക്കുറിച്ചും ചിന്തകളെക്കുറിച്ചും ഒരു നാസ്തികൻ്റേതിന് സമാനമായ നിലപാടുകളാണ് എല്ലാ വിശ്വാസികളും. ഖുറാൻ വായിച്ചിട്ട് ചിരിച്ച് മരിക്കാൻ ഒരു ഹിന്ദുവിന് തടസ്സമില്ല. ഹിന്ദു പുരാണം വായിച്ചിട്ട് അലറിച്ചിരിക്കാൻ ഒരു മുസ്ലിമിനും പ്രശ്നമില്ല. പക്ഷേ ഇത് രണ്ടുപേരും എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ബൈബിളിലെ തെറ്റുകൾ കണ്ടെത്താനും, അല്ലെങ്കിൽ യേശു എന്ന് പറയുന്ന ദൈവം, അല്ലെങ്കിൽ യഹോവ എന്ന് പറയുന്ന ദൈവം, ഇവരെയൊക്കെ വളരെ യുക്തിസഹമായി നേരിടാൻ മറ്റു മതക്കാർക്ക് വളരെ നിസ്സാരമായി കഴിയും. കാരണം അന്യമത പുസ്തകങ്ങളിലേക്കും നിലപാടുകളിലേക്കും നോക്കുമ്പോൾ ഈ ഡിസേബിൾ ഏബിൾ എന്ന് പറയുന്ന 2 സ്വിച്ച് ഉണ്ടല്ലോ, കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്നവർക്കറിയാം. അന്യമത സാഹിത്യത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ ഇവൻ്റെ യുക്തിബോധവും അതുപോലെ തന്നെ റാഷണൽ അപ്രോച്ചും എല്ലാം ഓണായിരിക്കും, പച്ച കത്തി കിടക്കും. അതേസമയം സ്വന്തം പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഇത് ചുവപ്പ്, ഇതങ്ങ് ഓഫാവും, ഡിസേബിൾഡ് ആവും. ഡിസേബിൾഡ് ആകുമ്പോൾ അവനൊന്നും മനസ്സിലാവില്ല. ഈ ഒരു പ്രശ്നം, ഇതൊരു സെറിബ്രൽ പ്രശ്നമാണ്. മനസ്സിലായല്ലോ? അതാണ് ഇത്രയും പുസ്തകങ്ങളെതിരെ എഴുതി എന്ന് പറയുമ്പോൾ തന്നെ ആദ്യത്തെ പുസ്തകം ശരിക്കും യമണ്ടൻ സാധനമാണെന്ന് വ്യക്തമാണ്. കുറേ ഉണ്ട്. ദ ഡെല്യൂഷൻ, റിച്ചർഡ് ഡോക്കിൻസ് ഡെല്യൂഷൻ, ഗോഡ് ഈസ് നോ ഡെല്യൂഷൻ, ഡെബിൾസ് ഡെല്യൂഷൻ, ഇതെല്ലാം ഗോഡ് ഡെല്യൂഷനെതിരെ എഴുതപ്പെട്ട പുസ്തകങ്ങളാണ് അന്നത്തെ കാലഘട്ടത്തിൽ. എന്താണ് ഡോക്കിൻസിൻ്റെ പ്രത്യേകത? നോ 50% വെർജിനിറ്റി എന്ന് പറയുന്ന ആണും പെണ്ണും വെർജിനിറ്റിയെ കുറിച്ച് പറയാറുണ്ട്. അതായത് പ്യൂരിറ്റി എന്ന് വേണേൽ പറയാം. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാം ഒരു പക്ഷേ. ഒന്നുകിൽ ഒരാൾ വെർജിൻ ആണ് അല്ലെങ്കിൽ അല്ല, അത്ര പറയാൻ പറ്റും. ആണായാലും പെണ്ണായാലും ഒന്നുകിൽ ആണ് അല്ലെങ്കിൽ അല്ല, അല്ലാതെ ഞാൻ 99% വെർജിനാണ് എന്നൊരാൾക്ക് പറയാൻ പറ്റില്ല. ഇത് നമ്മുടെ സമൂഹത്തിൽ ആകെ പരക്കെ ബാധിച്ചിരിക്കുന്ന ഒരു പ്രശ്നമാണ് നിലപാടുകൾ എടുക്കാനുള്ള വൈമനസ്യം. ഒരു നിലപാട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ കാണാം, ആ സ്പോട്ടിൽ നിങ്ങൾ ഒരിടത്ത് നിന്ന് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ അടി എത്തിക്കുമെന്ന് ആൾ പറയത്തില്ലേ. അപ്പോൾ സ്പോട്ടിൽ അടി എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ സ്പോട്ടിൽ പോയി നിൽക്കാൻ പാടില്ല. നമ്മളിങ്ങനെ മാറി നിൽക്കണം, ഡാൻസ് ചെയ്ത് ഇങ്ങനെ നിൽക്കണം. മുഹമ്മദ് അലി ബോക്സ് ചെയ്യുന്ന പണ്ടത്തെ അറിയാം, ഇങ്ങനെ ഡാൻസിങ് ലൈക്ക് എ ബി എന്ന് പറയും. നിലപാടുകൾ എടുക്കാനായിട്ടുള്ള അറപ്പ് മനുഷ്യനുണ്ടാകുന്നു. അത് ആ സമൂഹത്തിൽ ഉള്ള ഫിയർ കോഷ്യൻറ്റ്, അതാണ് പ്രധാനം. ഭയം എന്തുമാത്രം ആ സമൂഹത്തെ വരിഞ്ഞു മുറുക്കുന്നു എന്നുള്ളത്. കണ്ണൂരിൽ ഏറ്റവും കൂടുതൽ വികസിതമായി നിൽക്കുന്ന ഒരു കോഷ്യൻ്റാണ് ഭയം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു തെക്കൻ ജില്ലകളിൽ അത്രയില്ലെന്ന്. ഭയം എന്ന് പറയുന്ന സാധനം എന്ന് വെച്ചാൽ നമ്മളെ സമസ്ത നാടികളെയും തളർത്തിക്കളയും. നമ്മുടെ ചിന്തകളൊക്കെ അവിടെ വെച്ചങ്ങ് തീരുകയാണ്. നമുക്കൊന്നും പറയാൻ പറ്റില്ല, ചെയ്യാൻ പറ്റില്ല, ആകാൻ പറ്റില്ല. യു കനോട്ട് ബി എനിത്തിങ്, യു കനോട്ട് സേ എനിത്തിങ്, യു കനോട്ട് ഡു എനിത്തിങ്. നമ്മളെപ്പോഴും ചെയ്യുന്നത് മറ്റുള്ളവർ പറയുന്നതും മറ്റുള്ളവർക്ക് വേണ്ടിയായിരിക്കും. ഈ റിലീജിയൻ്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറഞ്ഞാൽ അതൊരു ഫിയറാണ് അതിൻ്റെ ഏറ്റവും വലിയ വളം. ആന്തരികമായ ഫിയർ, നമ്മൾ പലതിനെയും ഭയക്കുന്നു, അതോടൊപ്പം തന്നെ നമ്മൾ പുറത്തും ഭയക്കുന്നു. ഈ ഭയം ഭയങ്കര സംഭവമാണ്. പിന്നെ വേറെ സാധനം കൊതിയാണ്, ആഗ്രഹങ്ങൾ. കൊതിയെ
പ്രോത്സാഹിപ്പിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒരു അഴിമതിക്ക് കൂട്ടു നിൽക്കും, നമ്മൾ ഈവൻ ഒരു കൊലപാതകത്തിന് തന്നെ കൂട്ടു നിൽക്കും. നമുക്കൊരു 10 ലക്ഷം രൂപ നമ്മുടെ അക്കൗണ്ടിൽ മറിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ മിണ്ടില്ല. ആഗ്രഹങ്ങൾ, അതുപോലെ തന്നെ ഭയം. ഈ അൺഫോർച്ചുനേറ്റ്ലി ഓർ ഫോർച്ചുനേറ്റ്ലി മതം പിടിമുറുക്കുന്ന 2 സാധനങ്ങൾ ഇതാണ്: കൊതിയും പേടിയും. അതുകൊണ്ടാണ് എല്ലാവരും മറിഞ്ഞു പോകുന്നത്. IAS കാരൻ തൊട്ട് റെയിൽവേ സ്റ്റേഷനിലെ ഗാർഡ് വരെ മറിയാൻ കാര്യം ഈ 2 സാധനം അവനുമുണ്ട്, മറ്റവനുണ്ട്. എന്തുകൊണ്ടാണ് ഒരു സെക്സ് സിനിമ എല്ലാത്തരം പ്രേക്ഷകരും കണ്ടുകൊണ്ടിരിക്കുന്നത്? കാരണം താഴേക്കിടെയുള്ള ആൾക്കാർ ഒരു കടപ്പുറത്ത് കൊണ്ടുവന്ന് കാണിച്ചാലും ആൾ കൂടും, നിങ്ങളൊരു 5 സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുവന്ന് കാണിച്ചാലും ആൾ കൂടും. ഈ ഭയവും കൊതിയും അതുപോലെയാണ്. അവിടെ വിദ്യാഭ്യാസം പ്രശ്നമല്ല. നിങ്ങൾക്ക് IIT-യിൽ കൊണ്ടുവന്ന് ഗോവലക്ഷം പ്രസംഗിച്ചാലും ആൾ കൂടും, അമ്പലത്തിൽ വന്ന് ഗോവലക്ഷം പ്രസംഗിച്ചാലും ആൾ കൂടും. കാരണം അവിടെ ശാസ്ത്രജ്ഞരാണ്, ഇവിടെ വെറും ഭക്തരാണ്. പക്ഷേ അവർക്ക് 2 പേർക്കും ഈ സാധനമുണ്ട്, കൊതി ആൻഡ് പേടി. ഇതിട്ടുള്ള മിക്സ് ചെയ്തുള്ള സാധനമാണ്. അതിനെ ശരിക്കും അഡ്രസ്സ് ചെയ്യേണ്ടുള്ള സാധനമാണ് ഇവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡോക്കിൻസിനെ സംബന്ധിച്ചോളം ഈ അർത്ഥം മുറിച്ച് കാര്യങ്ങൾ പറയാം. അല്ല അവിടെ ഇവിടെ ഞാൻ പലപ്പോഴും പറയാറുള്ള ഭൂമി ഉരുണ്ടതാണോ പരന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ പരന്നതുമാണോ ഉരുണ്ടതുമാണെന്ന് പറഞ്ഞൊരു ഇഡ്ഡലിയാക്കി അവതരിപ്പിക്കുന്ന രീതി ഡോക്കിൻസിനില്ല. ഇഡ്ഡലി ആകുമ്പോൾ 2 ആണല്ലോ, ഉരുണ്ടും ഇരിക്കുക പരന്നും ഇരിക്കുക. ഒന്നിൽ ഉരുണ്ടതാണല്ലേ പരന്നതാണ്. ഒരു തീരുമാനം എടുക്കുക, ഒരു നിലപാടെടുക്കുക, അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ തിരുത്തുക. തിരുത്താൻ അവസരം ഉണ്ടാകണമെങ്കിൽ നിങ്ങളൊരു നിലപാട് എടുക്കേണ്ടതായിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും രസം. ചിലർ പറയും നിങ്ങൾ തിരുത്താൻ ഇഷ്ടമില്ലാത്തവരാണ്, ഭയങ്കരമായിട്ടൊരു നിലപാടെടുക്കുന്നവരാണ് എന്നൊക്കെ പറയാം. അല്ല, നിലപാടെടുത്തെങ്കിലല്ല തിരുത്താൻ പറ്റൂ, അല്ലേ? പടം വരച്ചെങ്കിലെല്ലാം മായ്ക്കാൻ പറ്റൂ, അല്ലേ? എവിടിട്ടാണ് മായ്ക്കുന്നത്? അതൊരു ബൗദ്ധികമായ സത്യസന്ധതയാണ് നിലപാടുകൾ മാറ്റേണ്ടി വരും. സാഹചര്യങ്ങളനുസരിച്ച് നിലപാടുകൾ മാറ്റേണ്ടി വരും. ഒരു അഭിപ്രായം എന്ന് പറയുന്ന ഒരു അവസരത്തിൻ്റെ സൃഷ്ടിയാണ്. അവസരം മാറ്റുമ്പോൾ അഭിപ്രായം മാറ്റണം, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു അവസരത്തിൽ ഒരു അഭിപ്രായം പറയണം. അതാണ് ഈ സാധനം എന്ന് പറഞ്ഞാൽ ബാക്ക് ബോൺ എന്ന് പറയുന്ന സാധനം. ഡോക്കിൻസിന് അതുണ്ട്. ഒരു നട്ടലുള്ള ജീവിയാണ് ഡോക്കിൻസ്. ഈസ് എ ക്ലാസിക്കൽ ഡാർവിനിസ്റ്റ് ആൻഡ് ഈസ് ഓൾസോ ഹോസ്റ്റഡ് ടു ഓൾ കൈൻഡ്സ് ഓഫ് സ്യൂഡോ സയൻസ് ആൻഡ് ഹോക്സസ്. ഈ ശാസ്ത്രജ്ഞന്മാരുടെ ഒരു പൊതുവിലുണ്ട്, അവർ ഒരുപാട് കാര്യങ്ങൾ അക്കോമഡേറ്റ് ചെയ്യും. ഈ നമ്മുടെ നാട്ടിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഈ സ്യൂഡോ സയൻറ്റിസ്റ്റുകൾ, കപട ശാസ്ത്രജ്ഞന്മാർ, കപട വൈദ്യം, ഇത്തരം സാധനങ്ങളൊക്കെ ഒരുപാട് വളരാനൊരു കാരണം ഈ പ്രഖ്യാപിത സയൻറ്റിസ്റ്റുകളെല്ലാം തന്നെ ഒന്നുകിൽ ദേ ആർ ന്യൂട്രൽ ടു ഇറ്റ് ഓർ ദേ ആർ ഇൻഡയറക്ട്ലി സപ്പോർട്ടിങ് ഇറ്റ് ആൻഡ് ദേ ആർ നെവർ ഓപ്പൺലി അഗെയിൻസ്റ്റ് ഇറ്റ്. തുറന്ന മനസ്സോടെ അതിനെ എതിർക്കുന്നില്ല. തുറന്ന മനസ്സോടെ എതിർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ്. എന്നെപ്പോലെ ഒരു നിസ്സാരണ ഒരാൾക്ക്, ഒരു സാധാരണക്കാരൻ ഒരാൾക്ക് സാധിക്കുമെങ്കിൽ വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാർ, രാഷ്ട്രീയ നേതാക്കളാകട്ടെ, ഭരണാധികാരികളാകട്ടെ, ശാസ്ത്രജ്ഞന്മാരാകട്ടെ, എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നതെന്നറിയാം. അത് ആളുകൾ ചെയ്യില്ല. പക്ഷേ ഡോക്കിൻസ് അത് ചെയ്തു എന്നുള്ളതാണ് ഡോക്കിൻസിനെ വേർതിട്ടിരിക്കുന്നത്. ഇറ്റ്സ് എ വെരി അൺകോംപ്രമൈസിങ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ആൾട്ടർനേറ്റീവ് മെഡിസിൻ. ആൾട്ടർനേറ്റീവ് മെഡിസിനെ കുറിച്ച് മെഡിസിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ബദൽ വൈദ്യം എന്ന് പറയുന്നൊരു വൈദ്യം ഇല്ല. ബദൽ വൈദ്യം എന്ന് പറയുന്ന വൈദ്യമേ ഇല്ല. വൈദ്യമുണ്ട്, അപ്പുറത്തൊന്നുമില്ല. ഉദാഹരണമായിട്ട് റിസൾട്ട് ഉണ്ടാക്കുന്ന എന്തും വൈദ്യമാണ്. റിസൾട്ട് ഉണ്ടാക്കുന്ന എന്തും വൈദ്യമാണ്. പക്ഷെ റിസൾട്ട് ഉണ്ടായി എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ട് കാര്യമില്ല. റിസൾട്ട് എങ്ങനെയാണ് ഉണ്ടായി എന്ന് സ്ഥിരീകരിക്കുന്നതിന് ശാസ്ത്രത്തിന് അതിൻ്റെ വഴികളുണ്ട്. ഞാൻ ഡബിൾ ബ്ലൈൻഡ് ടെസ്റ്റിനെ കുറിച്ചൊക്കെ ഒരുപാട് പ്രസംഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് രോഗം മാറിപ്പോൾ ഉദാഹരണമായിട്ട് ബാധയെക്കുറിച്ച് എപ്പോഴും പറയാറുണ്ട്. ബാധ മാറി, കുറേ ഹോമം പൂജയൊക്കെ നടത്തിയിട്ട് ബാധ മാറി എന്ന് ആളുകൾക്ക് തോന്നും. ബാധ മാറ്റാൻ പറ്റും. തിരുമേനി വന്ന് കുറച്ച് ബഹളമൊക്കെ ഉണ്ടാകുമ്പോൾ ബാധ അങ്ങ് പോകും. കാരണം ഈ ബാധ എന്ന് പറയുന്ന സാധനം അതില്ലാത്ത സാധനമാണ്. അത് നിങ്ങൾ ഉണ്ട് എന്ന് ധരിക്കുന്ന സാധനമാണ്. പക്ഷെ അതില്ല. ഇല്ലാത്ത സാധനത്തെ ഇല്ലാതാക്കാൻ സാധിക്കും. പക്ഷെ ബാധയുടെ സ്ഥാനത്ത് ഒരു ട്യൂമറാണ് അവിടെ ഉള്ളതെങ്കിൽ ഒരു തിരുമേനിക്ക് ഒഴിപ്പിക്കാൻ സാധിക്കില്ല. സയൻസ്, മെഡിസിൻ എന്ന് പറയുന്ന ട്യൂമറിനെ ഒഴിപ്പിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നത്, അല്ലെ ബാധയെ ഒഴിപ്പിക്കുന്നതിനെ കുറിച്ചല്ല. അല്ലെ നമ്മുടെ പാമ്പിൻ്റെ വിഷയം ഇപ്പോൾ ഈ പറയുന്ന ഒരു കാര്യം പറയേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മളെ പത്മ അവാർഡുകളൊക്കെ പോകുന്നതും പാമ്പിന് വിഷചികിത്സ നടത്തുന്ന ആൾക്കാർ. അസംബന്ധമാണ്. പാമ്പിന് എങ്ങനെയാണ് വിഷചികിത്സ നടത്താൻ കഴിയുക? എന്താണ് അതിൻ്റെ സയൻസ്? ഒരാളെ പാമ്പ് കടിക്കുന്നു. പാമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പിൻ്റെ സലൈവ മ്യൂട്ടേറ്റ് ചെയ്തുണ്ടാകുന്നൊരു പ്രത്യേക പ്രോട്ടീനാണ് പാമ്പിൻ്റെ വിഷം. ആ പാമ്പിൻ്റെ വിഷം നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കുടിക്കുന്ന ഭാഗത്തോ ദഹനേന്ദ്രിയ വ്യൂഹത്തിലോ മുറിവുകളൊന്നും ഇല്ലെങ്കിൽ അതൊരു പ്രോട്ടീനാണ്, നമുക്ക് ആഹാരമായിട്ട് ഉപയോഗിക്കാം. അത് നമ്മുടെ രക്തത്തിലേക്ക് കടക്കുമ്പോൾ, രക്തത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ മുറിവഴിച്ച് നമ്മുടെ ധമനികളിലേക്ക് രക്തത്തിലേക്ക് കിടക്കുമ്പോൾ മറ്റൊരു കെമിക്കൽ റിയാക്ഷനാണ് ഉണ്ടാക്കുന്നത്. അത് ചിലപ്പോൾ കോഗുലേഷൻ ഓഫ് ബ്ലഡ് ഉണ്ടാക്കാം, രക്തം കട്ടിയാകാം,
അല്ലെന്നുണ്ടെങ്കിൽ രക്തത്തിൽ ഏതെങ്കിലും ഒരു ഘടകത്തെ നശിപ്പിക്കാം, അങ്ങനെ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാക്കാം. രോഗിക്ക് കടിയേറ്റ ആൾക്ക് മരണമോ തളർച്ചയോ ആ ഭാഗം മരവിച്ചു പോവുക എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം, കാഴ്ചശക്തി പോകാം. ഇതാണ് സംഭവിക്കുന്നത്. എന്താണ് അതിന് ചെയ്യേണ്ടത്? ശരീരത്തിലേക്ക് ഒരു അന്യ പദാർത്ഥം കയറിക്കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ പ്രതിരോധം എന്ന് പറയുന്നത് അതിനെതിരെയുള്ള പ്രതിവസ്തു ആൻറ്റിബോഡി ഉണ്ടാക്കുക എന്നുള്ളതാണ്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സാധനമാണ്. ആൻറ്റിബോഡി ഉണ്ടാക്കാൻ നമ്മുടെ ശരീരം എടുക്കുന്ന സമയമാണ് നിർണായകം. ഒരു പാമ്പിൻ്റെ കടി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും കുറേ സമയം മോഹാലസ്യപ്പെട്ട് കിടക്കും, ചിലപ്പം മരവിച്ച് കിടക്കും, ചിലപ്പം കുഴപ്പമില്ലാതിരിക്കും, ചിലപ്പോൾ പനി ചൂട് എന്തെങ്കിലുമൊക്കെ ഒരു ഛർദിലൊക്കെ വരും. ഇത് എന്ന് പറയുന്നത് ആ വിഷത്തിനെതിരെയുള്ള പ്രതിവസ്തു ആൻറ്റിബോഡി ഉണ്ടാക്കാനായി ശരീരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തിയാകുമ്പോൾ നിങ്ങൾ മെല്ലെ കണ്ണു തുറക്കും, നിങ്ങളുടെ തളർച്ച മാറും, നിങ്ങൾ എഴുന്നേറ്റ് പോകും. അതിന് സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിച്ചു പോകും. നിങ്ങൾ എഴുന്നേറ്റ് പോകുന്നതിനിടയിൽ ആളുകൾക്ക് വേണമെങ്കിൽ മുദ്രാവാക്യം വിളിക്കാം, ഇംഗ്ലോ സിന്ത വിളിക്കാം, അല്ലെങ്കിൽ ആ ഓ ആ വിളിക്കാം, അല്ലെന്നെങ്കിൽ എന്തെങ്കിലും ഡാൻസ് നടത്താം, അല്ലെങ്കിൽ എന്തെങ്കിലും അരച്ച് തേക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ തലവഴി എടുത്തൊഴിക്കാം. പക്ഷെ നിങ്ങളുടെ ഫൈറ്റ് നടത്തുന്നത് നിങ്ങളുടെ ശരീരമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഏറ്റിരിക്കുന്ന കടി എന്നുള്ള ഒരു ഡ്രൈ ബൈറ്റ് ആയിരിക്കും. ഇരയെ കടിക്കുന്ന ഒരല്പം മാത്രമേ കുത്തിവെക്കൂ. അത് നിങ്ങളെപ്പോലുള്ള വലിയൊരു ജീവിക്ക് അത് താങ്ങാൻ കഴിയും. ഒരു എലിയെ കൊല്ലാനുള്ള വിഷത്തിൻ്റെ ഒരു കടിയാണ് ഒരു മനുഷ്യന് കിട്ടുന്നുണ്ടെങ്കിൽ മനുഷ്യൻ സുഖമായിട്ട് ആൻറ്റിബോഡി ഉണ്ടാക്കി രക്ഷപ്പെടും. നിങ്ങൾ പക്ഷേ കുറേ നേരത്തേക്ക് തളർച്ചയും മോഹാലസ്യമൊക്കെ ഉണ്ടാവും. പക്ഷേ ആ സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവുമെങ്കിൽ പിന്നീട് നിങ്ങൾ രക്ഷപ്പെടും. പക്ഷേ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഏത് വീട്ടിലാണോ എടുത്തുകൊണ്ട് പോയത് അവിടെയുള്ള വിഷഹാരിക്ക് അതിൻ്റെ ക്രെഡിറ്റ് എല്ലാം കിട്ടുകയും ചെയ്യും. ഇന്ത്യയിൽ തന്നെ ഏതാണ്ട് 3500-ൽ പരം പാമ്പുകളുള്ളതിൽ 256 വിഭാഗത്തിലുള്ള പാമ്പുകൾക്കേ വിഷമുള്ളൂ. ആ പാമ്പുകൾക്കെല്ലാം തന്നെ മനുഷ്യനെ കൊല്ലാവുന്ന അത്ര വിഷം ഒരു സമയം കുത്തിവെക്കുന്ന പാമ്പുകളുടെ എണ്ണം അതിലും കുറവാണ്. ആ പാമ്പുകൾ പോലും അത്രയ്ക്ക് വിഷം കുത്തിവെച്ചുകൊണ്ട് കുത്തുന്ന സമയം അല്ല കടിക്കുന്ന സമയം അതിലും കുറവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് 100 പേരെ പാമ്പ് കടിച്ച് ഒരു വിഷഹാരിയുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൽ 60 പേരും സ്വാഭാവികമായി രക്ഷപ്പെടാനുള്ള സാധ്യത ഏതാണ്ട് 99%. 100 പേരെ നിങ്ങൾ താങ്ങിയെടുത്ത് കൊണ്ടുപോവാണ്. പണ്ട് വണ്ടിയൊന്നും ഇല്ലല്ലോ, തോളലെടുത്ത് കൊണ്ടുപോവാണ്. പാമ്പ് കടിച്ചു എന്ന് പറയുന്നത് ചിലപ്പോൾ പാമ്പേ ആയിരിക്കില്ല കടിച്ചത്, മനസ്സിലായി? അങ്ങനെയുണ്ട്. പാമ്പ് കടിച്ചു എന്ന് പറയുന്നത് പലതും മാനസികമായിരിക്കും. പാമ്പ് കടിച്ചു ഈ 100 പേരിൽ 60 പേരും ഓട്ടോമാറ്റിക്കലി രക്ഷപ്പെടുകയാണ്. പിന്നെ ബാക്കി 10% പേര് കുറേ ദിവസം കിടന്നിട്ട് വെള്ളമൊക്കെ ഉണ്ടാക്കി കണ്ണൊക്കെ മറിഞ്ഞിട്ട് 2ാം ദിവസം എഴുന്നേറ്റ് വരും. അന്നേരത്തേക്ക് ഓയ്യോ അതിൻ്റെ ഇടയ്ക്ക് കുറേ തോറ്റം പാട്ടോ കുറേ സാധനങ്ങളൊക്കെ ചെയ്താൽ മതി. 70% പേരും ആളുകളും രക്ഷപ്പെടും. ഇപ്പോൾ നനച്ച് ഏതെങ്കിലും ഒരു ചികിത്സ 70% സക്സസ് റേറ്റ് ഉറപ്പ് വരുത്തുന്നുണ്ടെങ്കിൽ ആ ചികിത്സ തുടരില്ലേ? അങ്ങനെ തുടർന്നതാണ് ഇവിടുത്തെ വിഷാലയങ്ങളും വിഷചികിത്സാ കേന്ദ്രങ്ങളും ഒക്കെ. അല്ലാതെ പാമ്പ് വിഷത്തിന് എതിരെ ഉള്ള ചികിത്സ ലോകത്ത് ഇല്ല. ആൻറ്റിബനമാണ് അതിൻ്റെ ചികിത്സ, അതിൻ്റെ പ്രതിരോധ വസ്തു. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഒരു പാമ്പിനെ കൊണ്ട് കുതിരയെ പോലെയുള്ള വലിയ ജീവികളിലെ കടിപ്പിച്ചതിന് ശേഷം അതിൻ്റെ സിറത്തിൽ നിന്ന് ആൻറ്റിബോഡീസ്, ആ കുതിരയുടെ ശരീരവും ആൻറ്റിബോഡി ഉണ്ടാക്കും കുത്തിവെച്ച സ്ഥലത്ത്. എന്നിട്ട് അതിനകത്തുനിന്ന് നമ്മൾ ആൻറ്റിബോഡി മാറ്റിയിട്ട് അതെടുത്ത് നിങ്ങളിൽ കുത്തിവെക്കണം. അതായത് നിങ്ങളുടെ ശരീരത്തിന് ആൻറ്റിബോഡി ഉണ്ടാക്കാനുള്ള സമയം ചിലപ്പോൾ ആ സമയത്ത് നിങ്ങൾ ചിലപ്പോൾ കണ്ണ് പോകാം, കാഴ്ച പോകാം, ബുദ്ധി പോകാം. അതൊന്നും അനുവദിക്കാതെ നിങ്ങൾക്ക് തന്നെ സാധനം സപ്ലൈ ചെയ്യണം. നിങ്ങൾക്ക് ഈ ഓക്സിജൻ തരുന്നത് പോലെ ഗ്ലൂക്കോസ് തരുന്നത് പോലെ ആൻറ്റിബോഡി തരികയാണ്. 4 തരം പാമ്പുകൾ, അതായത് എനിക്ക് തോന്നുന്നു ഈ 8 മൂർഖൻ, മൂർഖൻ, അണലി, അങ്ങനെ പ്രധാനപ്പെട്ട 4 പാമ്പുകൾക്കെതിരെയുള്ള ആൻറ്റിവനം ഉണ്ട്. രാജവെമ്പാലയ്ക്കെതിരെയുള്ള ആൻറ്റിവനം ഇല്ല. രാജവെമ്പാല കടിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ ആളുകളൊക്കെ പറയുന്നത് പോക്കറ്റിൽ നിന്ന് ചീപ്പെടുത്ത് വെച്ച് ചീപ്പിട്ട് ഇങ്ങനെ കിടക്കണമെന്നാണ് പറയുന്നത്. കാര്യം ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ എന്തായാലും മരിച്ചു പോകും, എന്തായാലും മരിക്കും. അപ്പം മരിച്ചു കഴിഞ്ഞാൽ കാണുന്നവർക്കൊരു ലുക്കൊക്കെ വേണമല്ലേ. കാരണം വെച്ചാൽ ഈ രാജവെമ്പാലയുടെ ആൻറ്റിവനം വിഷം അത്ര ശക്തമാണ്. അതെവിടെയെങ്കിലും കുത്തിവെച്ച് കഴിഞ്ഞാൽ അതിനെതിരെയുള്ള പ്രതിവസ്തു ഉണ്ടാകാനായിട്ടുള്ള സമയം അതിന് മുന്നേ തന്നെ ആ സാധനം തന്നെ അടിച്ചു പോവുക. അത്രയ്ക്ക് വീര്യമേറിയ വിഷയമാണ്. അതുകൊണ്ടാണ് രാജവെമ്പാലയ്ക്ക് ആൻറ്റിവനം ഇല്ല എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഭാവിയിൽ ഇതെല്ലാം ഉണ്ടാക്കും. പക്ഷെ ആൻറ്റിവനമാണ് അതിൻ്റെ ചികിത്സ. അല്ലാതൊരു ചികിത്സ ഉണ്ട് എന്ന് ഏതൊരാൾ പറഞ്ഞാലും അയാൾക്ക് നേരെ സ്വീഡനിലേക്ക് വണ്ടി കയറാം, അടുത്ത നോബൽ പ്രൈസ് ആ വ്യക്തിയെ കാത്തിരിക്കും. അങ്ങനെ ഇല്ല. ആഗ്രഹ ചിന്ത കൊണ്ട് കാര്യമില്ല. പിന്നെ ഒരു വിഷഹാരിക്കൊക്കെ ഒരു പരമ്പരാഗത സമൂഹത്തിൽ അതിജീവിക്കുക എന്ന് പറയുന്നത് മോഹൻലാൽ പറയുന്നോണം പൂ പറിക്കുന്ന പോലെ നിസ്സാരമായി ചെയ്യാവുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞാൽ 70% രോഗികൾ രക്ഷപ്പെടും. പിന്നെന്താ പ്രശ്നം? ഹോമിയോപ്പതിക്ക് അതിജീവിക്കാൻ കഴിയുന്നു. പിന്നാണ്
പാമ്പ് വിഷകാരികൾക്ക്. ഹോമിയോപ്പതിക്ക് അതിജീവിക്കാൻ കഴിയുമെങ്കിൽ എന്തായാലും ഒരു വിഷഹാരിക്ക് അതിജീവിക്കാൻ കഴിയും. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഡോക്കൻസ് ഈസ് വെരി വെരി ഹോസ്റ്റൈൽ ടു ദീസ് കൈൻഡ് ഓഫ് ആൾട്ടർനേറ്റീവ് മെഡിസിൻസ്. ഫലം ഉണ്ടാക്കുന്ന മരുന്ന്, ഔഷധം, ഫലം ഉണ്ടാക്കാത്ത ഔഷധം, 2 ഔഷധങ്ങളുള്ളൂ. അല്ലാതെ ആൾട്ടർനേറ്റീവ് ബദൽ ഔഷധം ഇല്ല, ബദൽ മരുന്നില്ല. ഏതെങ്കിലും മരുന്ന് ഫലം ഉണ്ടാക്കിയാൽ അതെന്തോ ആയിക്കോട്ടെ അപ്പോഴേ എടുക്കുകയാണ്. ആയുർവേദത്തിൽ ഒരു സാധനം പറയുകയാണ് ഇന്നത് കൊണ്ട് ഇന്ന ഗുണം ഉണ്ടാവും, കൊണ്ടുപോവാ, എടുക്കും. ഒരുപാട് മോഡേൺ മെഡിസിനിൽ ഒരുപാട് മരുന്ന് സസ്യങ്ങളിൽ നിന്ന് എടുത്തതാണ്, കായ്കളിൽ നിന്ന് എടുത്തതാണ്, വേരുകളിൽ നിന്ന് എടുത്തതാണ്. വേരല്ല എടുക്കുന്നത്, വേരിലെ ഏത് കെമിക്കലാണോ വേണ്ടത് അത് എക്സ്ട്രാക്ട് ചെയ്താണ് എടുക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇത് ഡോക്കൻസിനെ മലയാളത്തിൽ അവതരിപ്പിച്ച് ഞാൻ 2009 ഈ പുസ്തകം ഇറങ്ങിയത്. അതോടൊപ്പം തന്നെ അതിനുശേഷം ഞാൻ അദ്ദേഹത്തിൻ്റെ ദ ഗ്രേറ്റസ്റ്റ് ഷോ ഓൺ എർത്ത് എന്ന് പറയുന്ന പുസ്തകം അത് ഞാൻ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡോക്കൻസിൻ്റെ വലിയ 2 പുസ്തകങ്ങൾ മലയാളത്തിൽ എത്തിക്കാൻ ഒരു പങ്ക് വഹിച്ചു എന്നുള്ളതിൽ ഞാനിപ്പോൾ സന്തോഷിക്കുന്നു. ഇത് ഡോക്കൻസ് മെൽബണിൽ പോയപ്പോൾ നമ്മുടെ മെൽബൺ എസെൻസിലെ ഒരു ജോയി ലോറൻസ് എന്ന് പറയുന്ന ഒരു കൂട്ടുകാരുണ്ട്. പുള്ളി ഡോക്കൻസിൻ്റെ നാസി, ഇത് ഫോട്ടോഷോപ്പ് ഒന്നും അല്ല കേട്ടോ, ഒറിജിനലാണ്. ഇത് യഥാർത്ഥത്തിൽ ഗോഡ് ഡെല്യൂഷൻ എന്നുള്ള പുസ്തകം വരുന്നത് ചാനൽ 7 എന്ന് പറയുന്ന ബ്രിട്ടീഷ് ചാനലിൽ ദ റൂട്ട് ഓഫ് ഓൾ ഈവിൾ എന്ന് പറഞ്ഞ ഡോക്യുമെൻ്ററി ഡോക്കൻസ് അവതരിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ എല്ലാ തിന്മയുടെയും വേരുകൾ. അതിൻ്റെ അടിയിൽ അവസാനം ഒരു ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. മതമാണോ എല്ലാ തിന്മയുടെയും വേരുകൾ? അല്ല, മതം മാത്രമല്ല, വംശീയതയുണ്ട്, രാഷ്ട്രീയം. കണ്ണൂരിൽ മതം മാത്രമാണ് എല്ലാ തിന്മയുടെയും വേരുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ഓടിച്ചിട്ടടിക്കും അല്ലേ. തിന്മയുടെ വേരുകൾ പലതുണ്ട്, പക്ഷെ മതം ഒരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് പ്ലെയർ ആണ് കേട്ടോ. അത് മറന്നിട്ട് കാര്യമില്ല, വളരെ ഇമ്പോർട്ടൻ്റ് പ്ലെയർ ആണ്. എനിക്ക് തോന്നുന്നൊരു കണ്ണൂർ ഇതാണ് പോക്കെങ്കിൽ വരുന്ന ഒരു 10 വർഷത്തിനുള്ളിൽ സംഗതി മാറും. ഞാൻ പ്രവാചകനൊന്നുമല്ല, പക്ഷെ ഞാൻ ഒരു 7 വർഷത്തിന് മുമ്പ് ഒരാളുമായി തർക്കിച്ച് ഞാൻ പറഞ്ഞു കണ്ണൂർ നിങ്ങൾ പറയുന്ന സാധനം ഒന്നല്ല, സംഗതി അവസ്ഥ അതല്ല, കണ്ണൂർ മാറിക്കൊണ്ടിരിക്കുകയാണ്. മതകലാപങ്ങളുടെയും മത കാലുഷ്യങ്ങളുടെയും ജില്ലയായിട്ട് കണ്ണൂർ മാറാനുള്ള സാധ്യത വളരെയേറെയാണ്. നിങ്ങളൊന്നും എടുക്കണ്ട, കാര്യമായിട്ട് എടുക്കണ്ട, ഞാൻ പറഞ്ഞു കളഞ്ഞു എന്ന് മാത്രം കരുതിയാണ്. ഇതാണ് പോക്കെങ്കിൽ. ഇത് ഈ റൂട്ട് ഓഫ് ഓൾ ഈവിൾ എന്ന് പറയുന്ന ഡോക്യുമെൻ്ററിക്ക് വേണ്ടി വരച്ച ഒരു പടമാണ്, ഒരു പടമാണ് ഈ കാണുന്നത്. അതിനകത്ത് അദ്ദേഹം പറയുന്നത് ഇമാജിൻ നോ റിലീജിയൻ. ഇതിനകത്ത് കാണുന്ന വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ കുംഭഗോപുരങ്ങളാണ്. മതം ഇല്ല എന്ന് ഭാവന ചെയ്യൂ എന്നാണ്. മതം ഇല്ല എങ്കിൽ ആ കുംഭഗോപുരങ്ങൾ അവിടെ ഉണ്ടാകുമായിരുന്നു എന്നാണ് എൻ്റെ അർത്ഥം. അത്രേ ഉള്ളൂ. കൂറിമാരെ തേടിക്കൊണ്ട് 4 വിമാനങ്ങൾ റാഞ്ചി എടുത്തുകൊണ്ട് അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഒരു പട്ടണത്തിൽ, അതുപോലെ തന്നെ പെൻറ്റഗൺ, വേൾഡ് ട്രേഡ് സെൻറ്റർ, ഇതേപോലെയുള്ള വലിയ കെട്ടിടങ്ങളിലേക്ക് ഇടിച്ചിറക്കുന്ന മനുഷ്യരുടെ മാനസികാവസ്ഥ അവരെന്തിനായിരിക്കും? നമുക്കാണെങ്കിൽ ഒരു ജീവിതം മാത്രമേ ഉള്ളൂ. ഒരു ചെറിയൊരു കൈയുടെ ഒരു നഖം പൊട്ടിക്കഴിഞ്ഞാൽ തന്നെ അസ്വസ്ഥമാകുന്ന, അല്ലെങ്കിൽ മുഖക്കുരു വന്നു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ അവസാനമാണെന്ന് ചിന്തിക്കുന്ന മനുഷ്യരാണ് നമ്മൾ. അവിടെയാണ് നമ്മൾ ഉൾപ്പെടെയുള്ള മനുഷ്യരെ കയറ്റിക്കൊണ്ട് പോകുന്ന ഒരു വിമാനം സ്വയം നശിപ്പിച്ചുകൊണ്ട് ഏതോ സാങ്കല്പികമായ ലോകത്ത് മദ്യവും മദിരാശിയുമായി കഴിയാനായി നിത്യജീവിതം കൊതിച്ചുകൊണ്ട് ഈ മനുഷ്യർ 21ാം നൂറ്റാണ്ടിൽ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇറ്റ്സ് എ ടെറിബിൾ ഡിസീസ്. ഇറ്റ്സ് എ വെരി ടെറിബിൾ ഡിസീസ്. നമുക്കതിനോട് കണ്ണടക്കാൻ പറ്റില്ല. അതെങ്ങനെയാണ് മാറ്റുന്നത്? പിടിച്ചു കെട്ടിയിട്ട് മാറ്റാൻ പറ്റില്ല, അടിച്ചു മാറ്റാൻ പറ്റില്ല. നിരന്തരമായ ആശയ സംവാദം, ബൗദ്ധിക സംവാദം, എഡ്യൂക്കേഷൻ, വേറെ ഒരു വഴിയില്ല. കാരണം ഇത് അടിച്ചു കയറ്റിക്കഴിഞ്ഞു, ഇതങ്ങനെ പുറത്തെടുക്കാൻ പറ്റില്ല. ഇതാണ് ആ ഒരു പോസ്റ്റർ, ഇമാജിൻ നോ റിലീജിയൻ. ഗോഡ് ഡെല്യൂഷനിലെ ചർച്ച തുടങ്ങുന്നത് റോബർട്ട് എം ബസ്സിങ്ങിൻ്റെ പ്രസിദ്ധമായ വരികൾ. ഇദ്ദേഹം സെൻ ആൻഡ് ദ ആർട്ട് ഓഫ് മോട്ടോർ സൈക്കിൾ മെയിൻ്റനൻസ് എന്നുള്ള പുസ്തകം വളരെ ബെസ്റ്റ് സെല്ലറായിട്ടുള്ള പുസ്തകമാണ്, അമേരിക്കൻ ഓതറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വരിയുണ്ട്, when one person suffers from a delusion it's called insanity, and when many people suffer from a delusion it is called religion. ഒരു മനുഷ്യൻ എന്തെങ്കിലും മാനസികമായ വിഭ്രാന്തി ഉണ്ടാകുമ്പോൾ നമ്മൾ പറയും, അയാൾക്ക് ഇച്ചിരി കുഴപ്പമാണ് കേട്ടോ, ആളിപ്പോൾ ഇച്ചിരി സ്റ്റഡി അല്ല എന്ന്. പക്ഷെ ഒരു സമൂഹത്തിന് മുഴുവൻ അത് സംഭവിക്കുമ്പോൾ നമ്മൾ പറയും മതവിശ്വാസം. കാരണം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ചിലർ ബക്രീദ് ദിവസം അല്ലെന്നുണ്ടെങ്കിൽ ഈസ്റ്റർ ദിവസം സ്വയം
യേശുവിൻ്റെ പീഡ അനുഭവം. ഞാൻ കണ്ടിട്ടുണ്ടോ ഈ വെയിലത്ത്, പൊരി വെയിലത്ത് ഒരു മരക്കുരിശുമായിട്ട് റോഡേ ഇങ്ങനെ നടന്ന് ഗതാഗതം മുടക്കുകയും സ്വയം എന്തൊക്കെയാ ചെയ്യുന്ന ആളല്ല. അവർ പീഡനം അനുഭവിക്കുകയാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ ആ പീഡനം അനുഭവിക്കുകയല്ല ചെയ്യേണ്ടത്. പീഡനം എന്തിൻ്റെ പേരിലാണോ ചെയ്യുന്നത് ആ കാര്യങ്ങൾ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. പലരും തെറ്റ് ചെയ്തതിൻ്റെ പേരിലാണ്, കുറ്റം ചെയ്തതിൻ്റെ പേരിലാണ് ഇങ്ങനെ പീഡിപ്പിക്കുന്നത്. കുറ്റം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പ വഴി. ഇത്തരത്തിൽ വീണ്ടും നിങ്ങളെ പീഡിപ്പിച്ചിട്ട് കാര്യമില്ല. ഒരുത്തനെ കൊന്നിട്ട് നിങ്ങൾ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗുണം? ഇതൊക്കെ വളരെ ബിസയറായിട്ടുള്ള ലോജിക്കുകളാണ് മതം മുന്നോട്ട് വെക്കുന്നത്. അതുപോലെ തന്നെ ഷിയകൾ സ്വയം മുറിവേൽപ്പിക്കുന്നു. ചോര കണ്ടാ കൊതിക്കാത്ത ദൈവങ്ങളില്ല. ജീവനായിരുന്നു പണ്ട് ദൈവത്തിന് വേണ്ടിയിരുന്നത്. ഇപ്പോൾ ചോരയിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ദൈവങ്ങൾക്കും ഒരു പുരോഗതി ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ആൺ വേഷം കെട്ടിക്കൊണ്ട്, പെൺവേഷം കെട്ടിക്കൊണ്ട് ആണുങ്ങൾ നടക്കുന്നു. ചില സർക്കിൾ ഇൻസ്പെക്ടർമാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരു ദിവസം കണ്ടപ്പോൾ മീശ എടുത്തിരിക്കും. നല്ല കട്ടി, മറ്റേ നരസിംഹം മോഡൽ മീശയായിട്ടിരിക്കുന്നതാണ്. ഒരു ദിവസം കാണുമ്പോൾ മീശ എടുക്കും. ഞാൻ ചോദിച്ചു എന്താണ് പ്രശ്നം? എൻ്റെ കൂടെ പഠിച്ച് രവി, നീ ഇപ്പം ഞാൻ ഒന്നും പറയുന്നില്ല, നമുക്ക് പിന്നെ സംസാരിക്കാം. ഞാൻ അന്വേഷിച്ചപ്പോൾ എന്തറിയാം, അടുത്തൊരു ലോക്കൽ അമ്പലമുണ്ട്, അവിടെ അവൻ ഇതെടുത്താണ്, പെൺവേഷം കെട്ടി. മിടുക്കനാണവൻ, PSC പരീക്ഷയൊക്കെ ജയിച്ചു. ഇതാണ് അവസ്ഥ. ഇനി ചിലരെ കവളിക്കൂടെ ഇത് സാധനം കുത്തിയിറക്കുക, തീ കൂടെ നടക്കുക, ഇതെടുക്കുക. ഇതെല്ലാം തന്നെ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുകയാണെന്നിരിക്കട്ടെ, ഒറ്റയ്ക്ക് ചെയ്യുകയാണെന്നിരിക്കട്ടെ, നമ്മളെ പിടിച്ച് ഒന്നിൽ കുതിരവട്ടത്തോ അല്ലെങ്കിൽ ഊളംപാറയിലോ കൊണ്ടിടും. എൻ്റെ ഇടയ്ക്ക് സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ കൊണ്ടിടും. പക്ഷെ മതത്തിൻ്റെ പേര് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആഹാ പരിശുദ്ധം വിശുദ്ധം ആടിപൊളി. അല്ലെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഭ്രാന്ത് തന്നെയാണ്. ചങ്ങലക്കിടും നമ്മളെ. ഈ മതത്തിൻ്റെ പേരിൽ ചെയ്യുന്ന മിക്കവാറും കാര്യങ്ങൾ മതത്തിൻ്റെ പേരിൽ അല്ലാതെ ചെയ്താൽ യു വിൽ ബി ചെയിൻഡ് ബൈ യുവർ ഓൺ റിലേറ്റീവ്സ്. പക്ഷെ മതത്തിൻ്റെ പേര് ചെല്ലുമ്പോൾ പിന്നെ നിങ്ങളത് എന്താണ്, തിരുമേനിയായി, പിന്നെ അതായി ഇതായി മാടയായി കോടയായി. അതാണ് സംഭവം. അപ്പോൾ ഈ പുസ്തകത്തിൽ തന്നെ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആശയം, മതത്തെക്കുറിച്ച് ഡെന്നറ്റ് പറഞ്ഞൊരു കാര്യം. വെൻ യു ആർ എ ബിലീവർ യു ആർ ആക്ച്വലി റൈഡിങ് എ ടൈഗർ. നിങ്ങളൊരു പുലിപ്പുറത്തെ യാത്രയാണ് മതവിശ്വാസം എന്നാണ് ഡെന്നറ്റ് പറഞ്ഞത്. പുലിപ്പുറത്തെ യാത്രയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ഇറങ്ങാനും പറ്റില്ല, നിൽക്കാനും പറ്റില്ല, പുലി തിന്നും. ഈ വലിയ ഘോഷയാത്രകളിലൊക്കെ പങ്കെടുക്കുന്ന എല്ലാവരും വിശ്വാസികളൊക്കെ ആവണമെന്നില്ലെന്നല്ല, അല്ല. പിരിവ് കൊടുക്കുന്ന എല്ലാവരും വിശ്വാസികളാണോ? അല്ല. മതത്തിൻ്റെ കൂടെ ഒന്നുമല്ല. നല്ലൊരു ശതമാനം ആൾക്കാർ പൂർണ്ണ അവിശ്വാസികൾ, പിന്നെ കുറേ ശതമാനം അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്ന ആൾക്കാർ, പിന്നെ ഒരു നോർമൽ. പക്ഷേ ഈ തീവ്രവാദം എന്ന് പറഞ്ഞാൽ വളരെ ഫണ്ടമെൻ്റലായിട്ട് ആ മതത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരുടെ വാദങ്ങളാണ് യഥാർത്ഥത്തിൽ ആ മതം മുഴുവൻ പാലിക്കുന്നത് എന്നുള്ളതാണ്. കാരണം അവർ ഭയപ്പെടുത്തിയാണ് മൊത്തം അനുസരിപ്പിക്കുന്നത്. ഉദാഹരണമായിട്ട് പർദ്ദ എന്ന് പറയുന്ന ഒരു സാധനം എല്ലാ മുസ്ലിങ്ങളും ആഗ്രഹിക്കുന്ന വസ്ത്രമൊന്നുമല്ല. പർദ്ദ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ന്യൂനപക്ഷത്തിന് അവരുടെ ശക്തി ഭയം വിതറിക്കൊണ്ട് ആ സമൂഹത്തെ ഒന്നടങ്കം അനുസരിപ്പിക്കാൻ കഴിയുന്നുണ്ട്. അല്ലെ എല്ലാ മുസ്ലിങ്ങളും പർദ്ദ ആഗ്രഹിക്കുന്നവരാണ്? ഒരിക്കലുമല്ല. അങ്ങനൊന്നും ഒരു കൂട്ടവും ഉണ്ടാവില്ല. 10 മനുഷ്യരുണ്ടെങ്കിൽ തന്നെ അതിനകത്ത് 2 പേർക്ക് വേറെ അഭിപ്രായമായിരിക്കും. ഇനി ഏത് വിശ്വാസം എടുത്തോട്ടെ, ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, ഇതെല്ലാം ഒറ്റ അടിക്ക് കൊണ്ടുപോകണം, ഒരു കമ്പയിൽ കൊരുത്തോണ്ട് പോവുകയാണിത്. എന്നാണ് പറയുന്നത്, ഇറ്റ്സ് സംതിങ് ലൈക്ക് റൈഡിങ് എ ടൈഗർ. അതുകൊണ്ടാണ് ആളുകൾ പുറത്ത് വരാത്തത്. നിൽക്കാനും പറ്റില്ല, ഇറങ്ങാനും പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ മതം അതിജീവിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഹേർട്ട് ഹൈപ്പോത്തസിസ്. ഹേർട്ട് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പ്രശ്നം ഉണ്ടായാലും മുറിവേറ്റു വ്രണപ്പെട്ടു എന്നുള്ള വാദം ഉന്നയിച്ചുകൊണ്ടാണ് മതം എല്ലാ കാലത്തും അതിജീവിക്കുന്നത്. കാരണം സ്വാഭാവികമായിട്ടുള്ള ചർച്ചകളിൽ നിന്ന് വികാരം വ്രണപ്പെട്ടുകൊണ്ട് തങ്ങളുടെ വിശ്വാസങ്ങളെ മുറിപ്പെട്ടു എന്നുകൊണ്ടൊക്കെ പറഞ്ഞുകൊണ്ട് പുറത്തു പോകാൻ വിശ്വാസിക്ക് മാത്രം അവകാശം. നമുക്ക് അവിടെ കാര്യങ്ങൾ ചർച്ച ചെയ്തേ പറ്റൂ. പക്ഷെ വിശ്വാസിക്ക് എന്ത് പറയാം? ഇവിടെ ഒരു നിയമം തന്നെയുണ്ട് യഥാർത്ഥത്തിൽ. അതായത് അന്യമത നിന്ദ. ഇപ്പോൾ ഒരു വിശ്വാസി പറയുകയാണ് എൻ്റെ വികാരം വ്രണപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരാണോ വികാരം വ്രണപ്പെടുത്തിയത് അവനെ പിടിച്ച് ജാമ്യമില്ലാതെ 41 ദിവസം ജയിലിടാനുള്ള വകുപ്പ് ഇന്ത്യൻ ഭരണഘടന പീനൽ കോഡിലുണ്ട്. അപ്പോൾ എങ്ങനെയാണ് മുറിപ്പെടുത്തുക എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ നോക്കിയായിരിക്കും. നിങ്ങളൊരു പക്ഷേ ഇങ്ങനെ എന്തൊക്കെ കാണിക്കും, ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ അവൻ ഇഷ്ടപ്പെടുത്തുകയോ അവൻ എൻ്റെ പുച്ഛിച്ചു, അവൻ എൻ്റെ വികാരം വ്രണപ്പെടുത്തി എന്ന് പറഞ്ഞാൽ കേസ് തന്നെ 41 ദിവസം നിങ്ങൾ അകത്താ. അത്രേ ഉള്ളൂ. ഭാഷാപരമായിട്ട് നോട്ടം, ആംഗ്യം, വ്യംഗ്യം ഇതൊന്നും പാടില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഒരു പീനൽ കോഡിൻ്റെ മേളിലാണ് നമ്മൾ ജീവിക്കുന്നത്. എത്ര പൊട്ടൻഷ്യൽ ഡേഞ്ചർ ആണെന്ന് ആലോചിച്ച് നോക്കുക. ഇത് അങ്ങനെ നടപ്പിലാക്കാറില്ല, അത് സത്യമാണ്. അങ്ങനെയൊന്നും നടപ്പിലാക്കാറില്ല. കാര്യമുണ്ട്, എന്തറിയോ, നടപ്പിലാക്കി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഒന്നാമത് ഇംപ്രാക്ടിക്കലാണ്, എവിടെ വെച്ചും ആർക്കും മുറിപ്പെടാൻ. 2, ഈ നിയമം നടപ്പിലാക്കി കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം മതങ്ങൾക്ക് തന്നെയാണ്.
കാര്യം പരമത നിന്ദയും അന്യമതവികാരങ്ങളെ വ്രണപ്പെടുത്തലുമാണ് പ്രശ്നമെങ്കിൽ മിക്കവാറും എല്ലാ മതക്കാരും ജയിലിലായിരിക്കും. കാര്യം അവർ ചെയ്യുന്ന അവരുടെ പുസ്തകങ്ങളായാലും അവരുടെ മീറ്റിങ്ങുകളായാലും അവർ പറയുന്നതും തുപ്പുന്നതും എല്ലാം തന്നെ അന്യൻ്റെ വികാരങ്ങളെയും വിശ്വാസങ്ങളെയും വ്രണപ്പെടുത്തുന്നവ തന്നെയാണ്, ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി. അപ്പോൾ പിന്നെ ഈ സാധനം എടുത്ത് ആർക്കെതിരെ ഉപയോഗിക്കാൻ പറ്റും? ആർക്കെതിരെ ഉപയോഗിക്കും? ആകപ്പാട് ഉപയോഗിക്കാൻ പറ്റുന്നത് കുറച്ച് സ്വതന്ത്ര ചിന്തകർക്കെതിരെയോ അങ്ങനെയുള്ള ആൾക്കാർക്കെതിരെയായിരിക്കും. അത് അവർ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്നുമുണ്ട്. പക്ഷേ ഇത് വ്യാപകമായിട്ട് ഉപയോഗിക്കാൻ പറ്റുകയില്ല. കാരണം എല്ലാ മതങ്ങളും പരമത നിന്ദയിൽ അധിഷ്ഠിതമാണ്. അല്ലെ പിന്നെ അവനവൻ്റെ മതത്തിന് ഇത്രയും വലിയ ഇതുണ്ടാവേണ്ട കാര്യമില്ല. ഇനി മറ്റൊന്നുള്ളതാണ് അബ്നെഗേഷൻ ഓഫ് റീസൺ. അതാണ് മതത്തിൻ്റെ മറ്റൊരു കാര്യം. അതായത് യുക്തിയൊക്കെ വേണം, എല്ലാ കാര്യത്തിലും യുക്തി വേണം. 99.9% കാര്യത്തിലും യുക്തി വേണം. പക്ഷേ മതത്തിൻ്റെ കാര്യത്തിൽ യുക്തി പാടില്ല. കാരണം എന്താണ്? യുക്തിക്കപ്പുറമുള്ള കാര്യങ്ങളില്ലേ? ഇതാണ് ചോദ്യം. ഇതോടെ തീരുമ്പോൾ എല്ലാ സാധനം ഷട്ടർ വലിച്ചിടുകയാണ്. ഒന്നാമത് ഈ മതം എന്ന് പറയുന്നതും മതജന്യമായിട്ടുള്ള സങ്കല്പങ്ങൾ എന്ന് പറയുന്നത് യുക്തിക്ക് അധിഷ്ഠിതമാണ്. പക്ഷെ അതൊരു പ്രാഥമിക യുക്തിയാണ്, ഒരു പ്രാകൃത യുക്തിയാണ്. മതവും യുക്തി തന്നെയാണ്. നമ്മുടെ അറിവ് വെച്ചും ഒക്കെ ഉണ്ടാക്കി എന്താ കുറേ തെറ്റായ ഉത്തരങ്ങൾ വഴി ഉണ്ടാക്കിയ സാധനമാണ് മതം. അല്ലാതെ യുക്തിക്ക് അതീതമായ സാധനമൊന്നും അല്ല. മതം പോലും അങ്ങനെയാണ്. പക്ഷെ ഇവർ പറയുന്ന ഒരു കാര്യം, യുക്തിക്ക് അതീതമായ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് മതത്തെ അംഗീകരിച്ചോണം. ഈ ഇത്തരം കാര്യങ്ങളാണ് ആദ്യ ഭാഗത്ത് ഡോക്കിൻസ്. ഇത് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്. ആരാണ് ഒരു നാസ്തികൻ എന്ന് ചോദിക്കുമ്പോൾ ചക്രവർത്തിക്ക് 2 നെയ്ത്തുകാരെ കളിപ്പിച്ച കഥ. അവർ ചക്രവർത്തിയോട് പറഞ്ഞു, മനോഹരമായ വസ്ത്രങ്ങൾ നെയ്തു തരാം, പക്ഷെ ആ വസ്ത്രങ്ങൾ കാണണമെങ്കിൽ നല്ല ബുദ്ധിയും വിവേകവും ഒക്കെ ഉള്ള ആളുകൾക്ക് മാത്രമേ കാണാൻ കഴിയൂ എന്ന് പറയുന്നു. അങ്ങനെ ഈ ചക്രവർത്തി, ദുരഭിമാനിയായ ചക്രവർത്തി നെയ്ത്തുകാരെ കൊണ്ട് പണി തുടങ്ങുന്നു. അവർ നെയ്ത് വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള ഒരു സങ്കല്പം, ഒരു ധാരണ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അവർ യഥാർത്ഥത്തിൽ ഒന്നും ചെയ്യുന്നില്ല. ഇവർ രാജാവിൻ്റെ കയ്യിൽ നിന്ന് പൈസ അടിച്ചു കൊണ്ടുപോയി പുറത്ത് പോയി സിനിമ കാണലും അങ്ങനെയുള്ള പരിപാടികളൊക്കെ. ഓരോ ദിവസം രാജാവ് വന്ന് നോക്കുമ്പോൾ വസ്ത്രമൊന്നും ആയിട്ടില്ല. എങ്കിലും ഈ പണിക്കാർ പറയും, നോക്കൂ അതിൻ്റെ കര നോക്കൂ, അതിൻ്റെ ഡിസൈൻ നോക്കൂ, അതിൻ്റെ ആ ബ്ലാക്ക് അത് നോക്കൂ. അപ്പോൾ രാജാവ് പറയുന്ന കൊള്ളാം, കുഴപ്പമില്ല. കാരണം അത് അങ്ങനെ ഒരു സാധനം ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് ബുദ്ധിയില്ലെന്ന് പറയില്ലേ? യുക്തിക്ക് അതീതമായ കാര്യങ്ങളില്ലേ? അപ്പോൾ മന്ത്രിമാരോട് ചോദിക്കും, മന്ത്രിമാരും ഒന്നും കാണുന്നില്ല. പക്ഷേ മന്ത്രിമാരും രാജാവിനോട് ശരി കറക്റ്റ്. അവസാനം ഇവർ പണി ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ രാജാവ് അവസാനം അൾട്ടിമേറ്റം കൊടുത്തു, ഇത്ര ദിവസങ്ങളിൽ പണി തീർക്കണം, നിങ്ങളുടെ മുഴുവൻ കുടിശ്ശികയും തരാം, സമ്മാനം തരാമെന്ന് പറഞ്ഞു. അവർ വാങ്ങിച്ചു, വീണ്ടും പണി തുടങ്ങി. എന്നിട്ട് അടുത്ത പൗർണമിക്ക് രാജാവ് വരിക, സാധനം കയ്യിലേക്ക് തരിക എന്ന് പറഞ്ഞു. പൗർണമിക്ക് രാജാവ് വരുന്നു. ഇവരിങ്ങനെ സാധനം ഇങ്ങനെ പൊക്കിയെടുത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് രാജാവിന് കൊടുത്തു. രാജാവ് നോക്കുമ്പോൾ ഒന്നുമില്ല. പക്ഷേ യുക്തിക്ക് അതീതമായ കാര്യങ്ങൾ ഒരുപാടില്ലേ? രാജാവ് അത് വാങ്ങിച്ചു വെച്ചു. എന്നിട്ട് മന്ത്രിയിടയിലോട്ട് കൊടുക്കാതിരിക്കും, മന്ത്രി മാറി നോക്കിയിരുന്നു. പക്ഷേ ഇവന്മാരെന്ത് ചെയ്തു? അങ്ങനെ വെറുതെ വിടാൻ രാജാവിനെ ചൂഷണം ചെയ്യൽ മാത്രമല്ല, അങ്ങനെ വെറുതെ വിടാൻ അവന്മാർ തയ്യാറല്ല. അതുകൊണ്ട് പറഞ്ഞു, ഒരു അപേക്ഷ, ഞങ്ങൾ ഇത്രയും 6 മാസമായിട്ട് വർക്ക് ചെയ്യുന്നതാണ്, ഒരു അപേക്ഷ. ഈ വസ്ത്രം വളരെ വിശേഷമായിട്ടുള്ള വസ്ത്രമാണ്, മറ്റു രാജാക്കന്മാർക്ക് ഇല്ലാത്ത സാധനമാണ്. അതുകൊണ്ട് അങ്ങ് അടുത്ത ആറാട്ടിന് ARIT അതിന് അങ്ങ് ഈ വസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് ഘോഷയാത്രയിൽ പങ്കെടുക്കണം. രാജാവ് ചോദിച്ചാൽ അത് വേണോ? മന്ത്രിയോട് ചോദിച്ചു. മന്ത്രി അല്ല, അത് ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തവരില്ലല്ലോ. അങ്ങനെ രാജാവ് നിർബന്ധ കാരണം സ്വയം വിഡ്ഢിയാവാൻ തയ്യാറല്ല. ഇത് കാണാൻ പ്രപഞ്ച സത്യങ്ങളൊന്നും കാണാൻ കഴിയാത്ത വിഡ്ഢികൾ അല്ലേ, അങ്ങനെ ആവാൻ തയ്യാറല്ലാത്തതുകൊണ്ട് രാജാവ് ഇത് ചെയ്തു. ആ നടന്ന രാജാവുണ്ടല്ലേ, ആ രാജാവ് തന്നെയാണ് എല്ലാ വിശ്വാസം ചെയ്തത്. പക്ഷെ ആ രാജാവ് അങ്ങനെ നടന്നപ്പോൾ ജനങ്ങളെല്ലാം നോക്കൂ. രാജാവിൻ്റെ ആ വസ്ത്രം കണ്ടിട്ട് ജനങ്ങൾക്ക് അങ്ങനെ നോക്കിയിരുന്നു പറയാം. പക്ഷെ ഒരു കൊച്ചു പയ്യൻ മാത്രം ഇത് കണ്ടിട്ട് അവൻ നോക്കിയപ്പം സംഗതി വളരെ സ്വതന്ത്രമായ സമീപനമായി രാജാവ് ഇങ്ങനെ പോകുന്നു. അവൻ പറഞ്ഞ്, രാജാവ് ദേ ഉടുതുണിയില്ലാതെ പോകുന്നേ എന്ന് അവൻ വിളിച്ചുപോയി. അവനുണ്ടല്ലോ, അവനാണ് എല്ലാ നാസ്തികരുടെയും മുൻഗാമി. ഈ ജനം മുഴുവൻ ഇങ്ങനെ ഒരു അസത്യത്തെ ഇങ്ങനെ ആഘോഷിക്കുമ്പോഴും തനിക്ക് ബോധ്യപ്പെട്ട കാര്യം വിളിച്ചു പറഞ്ഞു. അവൻ ഒരിക്കലും മരിക്കില്ല. ലോകത്തെ എല്ലാ നിരീശ്വരവാദികളും ഇല്ലാതായാലും നിരീശ്വരവാദം നിലനിൽക്കും. കാര്യം അതിന് മാത്രമാണ് തെളിവുള്ളത്. ആരും പരിപോഷണം ഇല്ലാതാണ് ഇത്ര ആളുകളുടെ വന്നത്. ആരും സ്പോൺസർ ചെയ്യുന്നില്ല, ജാതിക്കാരില്ല, രാഷ്ട്രീയക്കാരില്ല, സ്ഥാപനങ്ങളില്ല, ആരുമില്ല, ഒരു സംഘടനയില്ല. ഇവിടുത്തെ ഏറ്റവും വലിയ യുക്തിവാദി സംഘടനയ്ക്ക് ഒരു മുറി പോലും ഇല്ല ഓഫീസായിട്ട്. പിന്നെ എങ്ങനെയാണ് ആളുകൾക്ക് ഈ സാധനം ഉണ്ടാവും? കാര്യം ഇത് എങ്ങനെ മനുഷ്യൻ സഹിക്കുന്നത്? മനുഷ്യനെ എങ്ങനെ സഹിക്കാൻ പറ്റില്ല. അതിന് ആളുകളുടെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ രവിചന്ദ്രനോ അല്ലെങ്കിൽ റിച്ചാർഡ് ഡോക്കിൻസോ ഒക്കെ എത്തീസം അവസാനിപ്പിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് പോകാൻ അത്രേ ഉള്ളൂ. ഇതൊരു വ്യക്തിയെ ആശ്രയിച്ചിരിക്കുന്ന കാര്യമല്ല. കാര്യം വെച്ചാൽ ഇത് അടിസ്ഥാനപരമായി പ്രപഞ്ചത്തിലുള്ള ഒരു സമവാക്യമാണിത്. ഏജൻറ്റിൻ്റെ ആവശ്യമില്ല.
എല്ലാ സാധനവും തനിയാണ് ഉണ്ടാകുന്നത്. അതാണ് എൻ്റെ സത്യം. തനിയെ ഉണ്ടാകുമോ എന്ന കാര്യം ചോദിക്കും. തനിയേ ഉണ്ടാകും. ഞാൻ ഇന്നലെ തൃശ്ശൂരിൽ പോയൊരു ഇവല്യൂഷൻ്റെ ക്ലാസ് എടുത്തു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ്, ഈ തനിയെ ഉണ്ടാകുന്നു എന്നൊരു സാധനം അങ്ങോട്ട് അംഗീകരിക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. എങ്ങനെ ഈ തനിയെ ഉണ്ടാകും? നമ്മൾ ദോശ ഇടുന്ന തങ്കപ്പൻ ചേട്ടൻ ദോശ ഇട്ടു, മറ്റേ മമ്മൂക്ക ഇഡ്ഡലി ഉണ്ടാക്കി, ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഉണ്ടാക്കി അങ്ങ് ആകെ അങ്ങ് ഉണ്ടാക്കലാണ് നമ്മളുടെ കയ്യിലിരിക്കുന്നത്. അത് മാത്രമേ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഒരാളിരുന്ന് ഉണ്ടാക്കി. അപ്പോൾ ആ ഒരു ലോജിക്ക് തന്നെ പുനഃപരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഡോക്കിൻസിൻ്റെയും ഹിച്ചൻസ് മരിച്ചുപോയി, നിങ്ങൾക്കറിയാം. ഹിച്ചൻസ് വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ഡിബേറ്ററായിരുന്നു, റൈറ്ററായിരുന്നു. വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിരിക്കുമ്പോഴും സ്വന്തം നിലപാടുകൾ ഉറച്ചിരുന്നൊരു വ്യക്തിയാണ്. കുറേ കൂടെ ഫ്യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റൈറ്ററായിരുന്നു. പക്ഷേ ഡോക്കിൻസ് കുറച്ചുകൂടെ മൃദുവാണ് കമ്പയർഡ് ടു ഹിച്ചൻസ്. ഈസ് മൈൽഡർ കമ്പയർഡ് ടു ഹിച്ചൻസ്. പക്ഷെ അദ്ദേഹം പറയുന്നൊരു കാര്യം, ടു റെസ്പെക്ട് യുവർ റിഡിക്കുലസ് ബിലീവ്സ് would be an insult to your intelligence as an adult human being. I respect you too much to accept that you really believe anything so ridiculous as you claim. നിങ്ങൾ വളരെ പരിഹാസ്യമായ ഒരു വാദം മുന്നോട്ട് വെക്കുമ്പോൾ നിങ്ങളുടെ മുന്നിൽ വെച്ച് അത് അംഗീകരിക്കുന്നത് നിങ്ങളുടെ ബുദ്ധിയെ ഞാൻ പരിഹസിക്കുന്നതിന് തുല്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. കാര്യം നിങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ, നിങ്ങളിതൊക്കെ അങ്ങ് വിശ്വസിച്ചോളൂ, അപ്പോൾ അതിനകത്ത് വലിയ കാര്യമൊന്നും വേണ്ട. യഥാർത്ഥം നിങ്ങൾ പരിഹാസ്യമായ ഒരു കാര്യം പറയുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് നിങ്ങളുടെയൊക്കെ പറയുമ്പോൾ നിങ്ങളെ ഞാൻ അംഗീകരിക്കുകയാണ്, നിങ്ങളുടെ ബുദ്ധിയെ ഞാൻ അംഗീകരിക്കുകയാണ്. വളരെ സമർത്ഥമായ ഒരു വാദമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അല്ല, നമ്മളങ്ങൂടെ ഒരാൾ വളരെ സ്വർഗത്ത് ഹൂറിയുണ്ട്, എനിക്ക് അവിടെ ചെല്ലുമ്പോൾ ഹൂറിയുടെ കൂടെ ഡാൻസ് ചെയ്യാന്നൊക്കെ പറയുന്നു. റിയലി എന്ന് നമ്മൾ അവൻ്റെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അത്രേ ഉള്ളൂ, അവൻ ഇത്ര ഒരു ആളാണ് എന്ന് നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞു. അത് അവനെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണെന്നാണ്. മറിച്ച് ഇത് എന്തുവടെ ഈ പറയുന്നത്, എന്തുവാടെ ഇത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആക്ച്വലി അവനെ ചിന്തിക്കുന്ന ഒരു മനുഷ്യനായിട്ട് നമ്മൾ കാണുക. ഈ ഒരു ലോജിക്ക് നിങ്ങൾക്ക് പിടികിട്ടുമെന്ന് എനിക്കറിയില്ല. ഇതാണ് ഡോക്കിൻസ് പറയുന്നത്. പക്ഷെ ഡോക്കിൻസിൻ്റെ ഈ വാദം ഹിച്ചൻസിനോളം വരില്ല. എന്നുവെച്ചാൽ അത്രയും ഓപ്പൺ അല്ല, അത്രയും രൂക്ഷമായ അദ്ദേഹം പറയില്ലെങ്കിലും വളരെ ഓപ്പണാണ്, പ്രൊനൗൺസ്ഡ് ആണ്. ഡാനിയൽ റാഡ്ക്ലിഫ്, ഞാൻ ഇങ്ങനെ തിരിഞ്ഞ് ശീലിച്ചു പോയി, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കുന്നത്. നമ്മുടെ ഹാരി പോട്ടർ ഡാനിയൽ റാഡ്ക്ലിഫ് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ട്, ഐ എം എൻ ഏത്തീസ്റ്റ് ബട്ട് ഐ എം വെരി റിലാക്സ്ഡ് അബൌട്ട് ഇറ്റ് ആൻഡ് ഐ ഡോണ്ട് പ്രീച്ച് മൈ ഏത്തീസം ബട്ട് ഐ ഹാവ് ഹ്യൂജ് എമൗണ്ട് ഓഫ് റെസ്പെക്ട് ഫോർ പീപ്പിൾ ലൈക്ക് റിച്ചർഡ് ഡോക്കിൻസ് who do anything he does on television I will watch. അപ്പോൾ ഇതേപോലെ കുറേ ആൾക്കാരുണ്ട്. ഡാനിയൽ റാഡ്ക്ലിഫിനെ പോലെയുള്ള ആൾക്കാർ പറയുന്നു, ഐ ഡോണ്ട് പ്രീച്ച് ഏത്തീസം ബട്ട് ഐ വാച്ച് റിച്ചർഡ് ഡോക്കിൻസ് വെനെവർ ഐ ഗെറ്റ് എ ചാൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, നിങ്ങൾക്ക് ഒരു അജ്ഞേയവാദി ആയിരിക്കാനോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക വളരെ പാസിഫിക് ആയിട്ടൊരു എത്തീസ്റ്റ് ആയിരിക്കാനോ ഒരു അവിശ്വാസിയായിരിക്കാനോ ഒരു മതേതരനായിരിക്കാനോ കുറച്ച് പേര് ഈ വാദം കൃത്യമായി പറയേണ്ടതായിട്ടുണ്ട്. അതായത് സപ്പോസ് സാൻഡ്വിച്ചിൻ്റെ കഥ ഞാൻ പലയിടത്തും പറയുന്നത്. സാൻഡ്വിച്ച് എന്ന് പറഞ്ഞാൽ 2 സ്ലൈസ് ഓഫ് ബ്രെഡിൻ്റെ 2 സ്ലൈസസിൻ്റെ ഇടയിൽ എന്തെങ്കിലും മീറ്റോ സ്വീറ്റോ വെച്ചാണ് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത്. ഈ മീറ്റ് സ്വീറ്റ് എന്ന് പറയുന്നത് നടുക്കിരിക്കുന്ന സാധനമാണ്. അപ്പം ഒരു റൊട്ടി കഷ്ണം, ഒരു പാളി റൊട്ടി, അതിൻ്റെ മേളിൽ സ്വീറ്റ് വെക്കുന്നു, വേറൊരു പാളി വെച്ച് മൂടുന്നു. അതാണ് സാൻഡ്വിച്ച് എന്ന് പറയുന്ന സാധനം. പണ്ട് ഏൾ ഓഫ് സാൻഡ്വിച്ച് എന്ന് പറയുന്നൊരു വ്യക്തി ചീട്ട് കളിക്കാനൊക്കെ വരുന്ന അതിഥികളെ സൽക്കരിക്കാനായിട്ടുണ്ടാക്കിയ പലഹാരമായിരുന്നു ഇതെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് സാൻഡ്വിച്ചിൻ്റെ പേരൊക്കെ വന്നത്. പോട്ടെ, അങ്ങനെ ഒരു കഥയുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, മതം എന്തായാലും ഒരു പാളിയുണ്ട്, ഒരു കൃത്യമായൊരു വലിയ കട്ടി കൂടിയൊരു പാളി മതം തീർക്കുന്നുണ്ട്, മതമുള്ളതാണ്. അതിൻ്റെ മേളിൽ മധ്യനിലയായിട്ട് അവിടെ ഇവിടെയും തൊടാത്ത 2 ഭാഗത്തും ഇല്ല എന്നൊക്കെ കാണിക്കാനായിട്ട് കുറച്ച് മീറ്റ്, കുറേ സ്വീറ്റുള്ള കുറേ സാധനം, കുറേ ആൾക്കാരുണ്ട്. മതേതരവാദികൾ, സ്കെപ്റ്റിക്കുകൾ, ഇടതുപക്ഷ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇവരെല്ലാം കൂടെ ഈ മീറ്റായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് സാൻഡ്വിച്ച് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? മേളിലൊരു പാളി വേണം. ആ പാളി എവിടെ? എന്തെങ്കിലും എല്ലാം സാൻഡ്വിച്ചോ അല്ലെ ഈ മീറ്റ് ഇങ്ങനെ തുറന്നിരിക്കും, ഈച്ചയടിക്കും. നിങ്ങൾക്ക് നിഷ്പക്ഷവാദിയാകണം, മതേതരവാദിയാകണം, മൃദു അവിശ്വാസിയാകണം, അതാകണം, ഇതാകണം, മതപ്രീഡനവാദി ആകണം എങ്കിൽ സമൂഹത്തിൽ മതവിരുദ്ധമായ മതേതരമായ സ്വതന്ത്രമായ കാര്യങ്ങൾ പറയുന്ന ഒരു ന്യൂനപക്ഷമെങ്കിലും കൃത്യമായി ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ഇടനില നിൽക്കാൻ പറ്റൂ. അല്ല പിന്നെ നിങ്ങൾ എവിടെ ഇടനില പോയി നിൽക്കുന്നത്? നിങ്ങൾക്ക് എന്ത് മധ്യനില നിൽക്കാൻ പറ്റും? ഇവനൊരു അജ്ഞേയവാദിയായിട്ട് ഒരാൾക്ക് ജീവിക്കണമെങ്കിൽ പോലും ആ സമൂഹത്തിൽ ഒരു നാസ്തിക ന്യൂനപക്ഷം കൃത്യമായിട്ടുണ്ടാകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് മധ്യനില എവിടെ, എന്ത് മധ്യനിലയാണ് നിങ്ങൾ നിൽക്കുന്നത്? വേറൊരു നിലയില്ലല്ലോ. ഒരു അങ്ങനെ ഒരു വളരെ ചെറിയൊരു ക്രിയേറ്റീവ് മൈനോറിറ്റി മതി. ഇപ്പം ഈ റാഡ്ക്ലിഫിന് പറയണമെങ്കിൽ ഡോക്കിൻസ് സംസാരിക്കണമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം.
നടക്കൊക്കെ ആൾക്ക് നിൽക്കണമെങ്കിൽ ഇപ്പുറത്തൊരു സാധനം ഉണ്ടാവണം. അതുണ്ടായി, അത് വലിയ ആളുകളൊന്നും വലിയ ആൾക്കൂട്ടത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ എന്നാലും കൃത്യമായി അങ്ങനെ പോകുന്ന ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ സമൂഹത്തിൻ്റെ എല്ലാ തലത്തിലും അത്. ആൻഡ് ഫെയ്ത്ത് ഈസ് അൺവില്ലിങ്നെസ് ടു തിങ്ക്. വിശ്വസിക്കുക എന്ന് പറയുന്നത് ചിന്തിക്കാനുള്ള വൈമനസ്യമാണ്. കാര്യം ചിന്തിക്കുന്ന ഒരാൾക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. വിശ്വസിക്കുക എന്ന് പറയുന്നത് ബൗദ്ധികമായ ഒരു ആപത്ത് കൂടിയാണ്. ഇറ്റ് ഇസ് ആൻ ഇന്റലക്ച്വൽ കാറ്റാസ്ട്രോഫി ടു ബിലീവ് ഇൻ സംതിങ്. വൈ ഷുഡ് യു ബിലീവ്? സൂര്യനിൽ വിശ്വസിക്കേണ്ട കാര്യമില്ല. സൂര്യനിൽ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സൂര്യൻ ഉണ്ട്. അന്തരീക്ഷവായുവിൽ വിശ്വസിക്കേണ്ട കാര്യമില്ല. ഉണ്ടോ? നിങ്ങളുടെ വിശ്വാസം എന്നോടൊരു വിഷയമല്ല. കാര്യം സത്യം വിശ്വാസം ആവശ്യപ്പെടുന്നില്ല. വസ്തുതകൾ വിശ്വാസം ആവശ്യപ്പെടുന്നില്ല. വിശ്വാസം എപ്പോഴും ആവശ്യപ്പെടുന്നത് ഇല്ലാത്തതാണ്. ഇല്ലാത്ത കാര്യങ്ങളാണ് വിശ്വാസം ആവശ്യപ്പെടുന്നത്. അതാണ് അൺവില്ലിങ്നെസ് ടു തിങ്ക്. അതുപോലെ തന്നെ അതിനകത്തൊരു വരി, ഫെയ്ത്ത് ഈസ് എ ഗ്രേറ്റ് കോപ്പ് ഔട്ട്. കോപ്പ് ഔട്ട് മീൻസ് എക്സ്ക്യൂസ്. ദ ഗ്രേറ്റ് എക്സ്ക്യൂസ് ടു ഇവേഡ് ദ നീഡ് ടു തിങ്ക് and evaluate evidence. Faith is belief in spite of, even perhaps because of a lack of evidence. ഈ തെളിവുണ്ടെങ്കിൽ വിശ്വസിക്കാം എന്ന് പറയുന്നത് വലിയ കാര്യമാണോ? തെളിവുണ്ടെങ്കിൽ ആർക്കും വേണമെങ്കിലും വിശ്വസിച്ചുകൂടെ? അതാണ് വലിയ കാര്യം. തെളിവില്ലാതെ വിശ്വസിക്കണം, അതാണ് കരുത്ത് എന്ന് പറയുന്നത്. കണ്ണ് തുറന്നു വെച്ചുകൊണ്ട് വണ്ടി ഓടിക്കുക ആർക്കും സാധിക്കും. 2 കണ്ണും അടച്ചുകൊണ്ട് വണ്ടി ഓടിച്ച് തിരുവനന്തപുരം വരെ പോകാൻ പറ്റുമോ? അതാണ് കഴിവെന്നൊക്കെ പറഞ്ഞത്. അതേ കണക്കാണ് തെളിവുണ്ടെങ്കിൽ ആർക്കടെ വിശ്വസിക്കും. ഇയാൾ തെളിവ് എന്ന് പറയുന്നത് തെളിവുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും വിശ്വസിക്കാം. തെളിവില്ലാതെ വിശ്വസിക്കണം, അതാണ് കരുത്ത്, അതാണ് കഴിവ്. പ്രൈസ് ദ ലോർഡ്. വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അവർ പറയുന്നൊരു നിങ്ങളെ വലിയൊരു മോറലായിട്ട് ധാർമ്മിക മനുഷ്യരായിട്ട് മാറ്റുന്നു എന്നുള്ളതാണ്. പക്ഷെ മതം മുന്നോട്ട് വെക്കുന്ന വിശ്വാസം അല്ലെങ്കിൽ ധാർമ്മികത എന്താണ്? മതാനുസാരിയായ ധാർമ്മികതയാണ്. മനുഷ്യൻ അടിസ്ഥാനപരമായി ധാർമ്മികതയുള്ള ജീവിയാണ്. മാൻ ഈസ് എ മോറൽ ആനിമൽ. മനുഷ്യനിൽ കരുണയുണ്ട്, ദയയുണ്ട്, സത്യസന്ധതയുണ്ട്, കമ്പാഷൻ ഉണ്ട്, അനുകമ്പയുണ്ട്, സൗഹൃദമുണ്ട്, സഹകരണ ബോധമുണ്ട്. മനുഷ്യരിൽ മാത്രമല്ല എല്ലാ ജീവികളിലും ഏറിയും കുറഞ്ഞും ഇതുണ്ട്. എന്തുകൊണ്ടാണ് ഇതുള്ളത്? അതിജീവനത്തിനും റീപ്രൊഡക്ഷനും ജീവികളെ സഹായിക്കുന്ന മസ്തിഷ്ക നിലപാടുകൾ ആണ് നമ്മൾ ഈ ധാർമ്മികത എന്ന് പറയുന്ന സ്നേഹവും കരുണയും ദയയും ഒക്കെ ഒരു നിലപാടാണ്. റീപ്രൊഡക്ഷൻ പ്ലസ് സർവൈവൽ, അതിനനുകൂലിക്കുന്ന മസ്തിഷ്ക നിലപാടുകളാണ് സ്നേഹം. സ്നേഹത്തിൻ്റെ വേറൊരു ഷെയ്ഡാണ് അനുകമ്പ. അനുകമ്പ ഉണ്ടാകുമ്പോഴാണ് അവിടെ ദയ വരുന്നത്. ഇതെല്ലാം ഒറ്റ സാധനമാണ്. ഇതിൻ്റെ കെമിക്കൽസ് എല്ലാം ഏതാണ്ട് ഒന്ന് തന്നെയാണ്. അതിൻ്റെ ഓരോരോ വെറൈറ്റി ഷെയ്ഡ്സ് ഓഫ് കളേഴ്സ് എന്ന് പറയുന്നതാണ്. അനുകമ്പയും ദയയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ചെറിയൊരു വ്യത്യാസമുണ്ട്, പക്ഷെ അതൊക്കെ ഏതാണ്ട് ഒരേ സാധനമാണ്. നീല തന്നെ കണ്ടില്ല? നീല നിറം എന്ന് പറയുന്നത് പല പല നീലകളുണ്ട്. ആകാശ നീല തൊട്ട് സമുദ്ര നീല, പല പല നീല. ആ ഫ്രീക്വൻസി വെറൈറ്റി വേരി ചെയ്യുന്നതനുസരിച്ച് നീലയുടെ ഒരു മാറും. അതേ കണക്കാണ് ഒരു വികാരം, സ്നേഹം. സ്നേഹത്തിൽ നിന്നാണ്. സ്നേഹം ഉണ്ടെങ്കിൽ ദയ ഉണ്ടാവും, സ്നേഹം ഉണ്ടെങ്കിൽ ബഹുമാനം ഉണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളെ ബഹുമാനിക്കുന്നവർ മിക്കവരും നിങ്ങളെ സ്നേഹിക്കുന്നവരായിരിക്കും. നിങ്ങളോട് ബഹുമാനമില്ലാത്തവർക്ക് നിങ്ങളെ സ്നേഹിക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അതൊരു ഭാര്യ ഭർത്ത ബന്ധം തൊട്ട് വലിയ അങ്ങേയറ്റത്തുള്ള ബന്ധം വരെ ഇതൊക്കെ വളരെ അടുത്തടുത്ത്. ഒന്ന് പിടിച്ചാൽ എല്ലാം കൂടി ഇങ്ങ് പോരുമെന്നേ. ഒന്ന് പിടിച്ചാൽ എല്ലാം കൂടി ഇങ്ങ് പോരും. നമ്മുടെ ഒരു സ്റ്റാൻഡാണ്. നമ്മൾ ഒരാളെ എതിർത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അയാളുടെ എല്ലാ മോശം വശങ്ങളും നമുക്ക് കാണാൻ കഴിയും. ഒരാളെ സ്നേഹിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അയാളുടെ എല്ലാ മോശം വശങ്ങളും ഫെയ്ഡ് ഔട്ട് ആവും. കണ്ണു പിടിക്കത്തില്ല. അതേസമയം അയാളുടെ നല്ല വശങ്ങൾ, ഇല്ലാത്ത നല്ല വശങ്ങളെല്ലാം ഇങ്ങനെ കൊമ്പും പാലും ഒക്കെ വെച്ച് ഇങ്ങനെ നിൽക്കും. അതാണ് ഈ പ്രണയത്തിലൊക്കെ സംഭവിക്കുന്നത്. പ്രണയത്തിൽ നമ്മൾ പ്രണയിക്കും, നമ്മുടെ പ്രണയഭാജനത്തിൻ്റെ ഇല്ലാത്ത കഴിവുകളും ശേഷികളും നമ്മുടെ മുന്നിൽ ഇങ്ങനെ പീലി വിരിച്ചാടും. നമ്മൾ മാത്രമേ കാണുന്നുള്ളൂ, ഞാനേ കാണുന്നുള്ളൂ, ഞാൻ മാത്രമേ കാണുന്നുള്ളൂ. അമ്മ പറയുന്നത് എന്തുകൂടെ ഇവളുടെ കൂടെയാണോ അല്ലെങ്കിൽ ഇവൻ്റെ കൂടെയാണോ എന്ന് ചോദിക്കും. പക്ഷേ അവർ കാണുന്നില്ല. നമ്മൾ പല സത്യങ്ങളും കാണുകയാണ്. ഞാനിതൊക്കെ കാണുന്നുണ്ട്. നമ്മുടെ കാര്യം വി ആർ ഇൻ ലവ്. നമ്മൾ പ്രണയത്തിലായിരിക്കുമ്പോൾ നമ്മൾ മൂകരാണ്, ബധിരരാണ്, അന്ധരാണ്. ഭക്തിയിലായിരിക്കുമ്പോഴും അത് തന്നെയാണ്. ഭക്തിയും പ്രണയവും ഏതാണ്ട് ഒരേ ബ്രെയിൻ പ്രോഗ്രാമാണ്. പ്രണയത്തിൽ നിങ്ങൾ ഓട്ടോഗ്രാഫുകളും ഫോട്ടോഗ്രാഫുകളും മെമ്മോറിയൽ സാധനങ്ങളും കൈമാറുന്നത് പോലെ ഭക്തിയിലും ഇതൊക്കെ തന്നെയാണ്. ഗുരുവായൂരപ്പൻ്റെ ലോക്കറ്റും ചന്ദനവും പൊരിയൊക്കെ വാങ്ങിച്ചുകൊണ്ടിരും. വേറെ എങ്ങും പൊരി ഇല്ലാത്തവണ്ണം ശബരിമലയിൽ പോയി പൊരി വാങ്ങിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ. As if there are no puris available anywhere else.
എല്ലായിടത്തും പൊരിയുണ്ട്. പൊരി അവിടെ യഥാർത്ഥത്തിൽ ശബരിമല പൊരി ഉണ്ടാക്കുന്ന ഫാക്ടറികളൊന്നും തന്നെ ഇല്ല. ശബരിമലയിലേക്ക് പൊരി എത്തിക്കുന്നത് വേറെ സ്ഥലങ്ങളിൽ പൊരി ഉണ്ടാക്കിയിട്ട് ശബരിമലയിൽ എത്തിക്കുകയാണ്. നോട്ട് ദ പോയിന്റ്. അതാണ് ഇവിടെ ഭക്തർ പോയി വാങ്ങുന്നത്. സോ മതത്തിൻ്റെ ഒരു ധാർമ്മികത എന്ന് പറഞ്ഞാൽ ഡു വാട്ട് ഈസ് റൈറ്റ് നോ മാറ്റർ വാട്ട് യു ആർ ടോൾഡ്, ഒരെണ്ണം. ആൻഡ് ഡു വാട്ട് യു ആർ ടോൾഡ് നോ മാറ്റർ വാട്ട് ഈസ് റൈറ്റ്. ഒരു സ്വതന്ത്ര ചിന്തകൻ അല്ലെങ്കിൽ ഒരു മതേതര ബോധമുള്ളവൻ എന്താ ചെയ്യുക? ഡു വാട്ട് ഈസ് റൈറ്റ് നോ മാറ്റർ വാട്ട് യു ആർ ടോൾഡ്. നിങ്ങളോട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അതവിടെ നിൽക്കട്ടെ, എന്താണ് ശരി അത് ചെയ്യുക. അതിനെയാണ് സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നത്. അത്രയുള്ളൂ. നിങ്ങളോട് പലതും പറഞ്ഞിട്ടുണ്ടാവും. അച്ഛൻ പറഞ്ഞിട്ടുണ്ടാവും ഇതാണ് ചെയ്യേണ്ടത്, ഹെഡ് മാസ്റ്റർ പറഞ്ഞിട്ടുണ്ടാവും, മന്ത്രി പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ നിങ്ങളുടെ ഉത്തരവാദിത്വം ശരി ചെയ്യുക എന്നുള്ളതാണ്. മതം നേരെ തിരിച്ചാണ്. ഡു വാട്ട് യു ആർ ടോൾഡ് നോ മാറ്റർ വാട്ട് ഈസ് റൈറ്റ്. നിങ്ങളോട് എന്ത് ചെയ്യാൻ പറഞ്ഞോ അത് ചെയ്യുക. സത്യം എന്താണ് എന്നുള്ളതൊരു വിഷയമല്ല. സത്യം വേറെ പലതായിരിക്കും. അവനെ കൊല്ലാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊല്ലുക, കാര്യം നമ്മുടെ പുസ്തകത്തിലാണെന്ന് പറയുന്നത്. ഇതാണ് മതചിന്തയും സ്വതന്ത്ര ചിന്തയും തമ്മിലുള്ള വ്യത്യാസം. മതചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നത് സത്യമാകണമേ എന്നുള്ള അദമ്യമായ ആഗ്രഹമാണ്. സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നത് സത്യത്തിൽ വിശ്വസിക്കണം എന്നുള്ള ആഗ്രഹം. അതാണ് അതിൽ നിന്നുള്ള വ്യത്യാസം. Then religion is about turning untested belief into unshakable truths through the power of institution and the passage of time. God delusionലെ ഒരു വാചകമാണിത്. നോക്കുക, റിലീജിയൻ ഈസ് അബൌട്ട് ടേണിങ് അൺടെസ്റ്റഡ് ബിലീഫ്, പരീക്ഷിച്ചുറപ്പ് വരാത്ത വിശ്വാസങ്ങൾ, ഇൻടു അൺഷേക്കബിൾ ട്രൂത്ത്സ്, ഉലയ്ക്കാൻ കഴിയാത്ത സത്യങ്ങളായി മാറ്റുന്ന ഒരു സുകുമാര കലയാണ് മതം. മതത്തിൻ്റെ വിശ്വാസങ്ങളെ ഉലയ്ക്കാൻ കഴിയില്ല. അൺടെസ്റ്റബിൾ ബിലീഫ് ഇൻടു അൺഷേക്കബിൾ ട്രൂത്ത്സ് ആൻഡ് ത്രൂ ദ പവർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദ പാസേജ് ഓഫ് ടൈം. ദീസ് ടു തിങ്സ്. സിമ്പിളായിട്ട് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു നിർവചനം ഞാൻ മതത്തിന് കണ്ടിട്ടില്ല. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ടു തിങ്സ്. വൺ ഈസ് ദ പവർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. സഭകൾ, സംഘടനകൾ, ആൾശേഷികൾ, ആൾക്കൂട്ടങ്ങൾ, അതിലൂടെയും പാസേജ് ഓഫ് ടൈം. പാസേജ് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അമൃതാനന്ദമയ്യെ ഇന്ന് നമ്മൾ കാണുന്ന പോലെ ആയിരിക്കില്ല 150 വർഷത്തിന് ശേഷം ആളുകൾ കാണുന്നത്. അമൃതാനന്ദമയി പറന്നു പോയി എന്നും സ്വർഗത്തിൽ എന്നുവെന്നും അവിടെ നിന്ന് എഡ്വേർഡ് മോർഗനെയൊക്കെ കണ്ടു എന്നുമൊക്കെയുള്ള കഥകൾ വന്നാലും വിശ്വസിക്കുക അല്ലാതെ വേറെ വഴിയുണ്ടാകും. ഇപ്പോൾ എന്താണ് സിനിമയുടെ പേര്? പത്മാവത്. ആ സിനിമയുടെ കാര്യത്തിൽ തന്നെ ഇപ്പോൾ 500 വർഷം പോലും ആയിട്ടില്ല. പക്ഷെ ചരിത്രം ഏതാ മിത്ത് ഏതാന്ന് അറിയാൻ വയ്യാതെ ഒരു ജനത ഇരുട്ടി തപ്പുക, കാണാൻ വയ്യ. ഈ ദൈവങ്ങളൊക്കെ എന്ന് പറഞ്ഞാണ്ടല്ലേ കാലം കടന്നു പോകും തോറും ഉണ്ടല്ലേ അവരുടെ ശക്തി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. മദ്യം മാത്രമാണ് ഇതേ ഗുണം നിലനിർത്തുന്ന മറ്റൊരു സാധനം, വീഞ്ഞ്. അമൃതാനന്ദമയ്യൊക്കെ യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ട്രയൽ നേരിടുന്ന അവർ ജീവിച്ചിരിക്കുമ്പോഴാണ്. മുഹമ്മദ് ഫോർ എക്സാമ്പിൾ, മുഹമ്മദിന് ഇന്നൊരു ട്രയലും നേരിടേണ്ട കാര്യമില്ല. പക്ഷെ അന്ന് എന്തുമാത്രം ട്രയൽ നേരിടേണ്ടി വന്നിരിക്കാം. വലുതൊന്നും നേരിടുന്നാലും കുറച്ച് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആളുകൾ ചോദിക്കുകയൊക്കെ ചെയ്യും. ചോദിക്കുമ്പോൾ അദ്ദേഹം കുറേ ഉത്തരങ്ങളൊക്കെ പറയുന്നുണ്ട്. അതെങ്ങനെയാ ഇതെങ്ങനെയാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ കാലം കഴിയും തോറും ഇൻ ദ പാസേജ് ഓഫ് ടൈം ഒരു നുണ പോലും സത്യവൽക്കരിക്കപ്പെടുകയാണ്. പിന്നെ അതിനെ ചലഞ്ച് ചെയ്യാൻ, ഷെയ്ക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ എന്താണ്, നമ്മൾ വേറൊരു ലോകത്തല്ലേ ജീവിക്കുന്നത്. നമുക്ക് പുറകോട്ട് പോകാൻ പറ്റില്ലല്ലോ. നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്, അതാണ് ഇതാണ്. ഇപ്പോൾ യേശു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ കാര്യം എങ്ങനെയാണ് യേശു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യപ്പെടുന്നത്? ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യപ്പെട്ടു ത്രൂ ചർച്ച് ആൻഡ് ത്രൂ പാസേജ് ഓഫ് ടൈം ഇറ്റ് ഹാസ് ബിക്കം ആൻ അൺഷേക്കബിൾ ട്രൂത്ത്. യേശുവിനെ ഒലയ്ക്കാൻ പറ്റില്ല. കാര്യം വെച്ചാൽ ആളുകൾ പറഞ്ഞാൽ ഞങ്ങൾ ഇത്രയും പേര് വിശ്വസിക്കുന്നു, നീ ഉണ്ടെങ്കിൽ എന്താ ഇല്ലെങ്കിൽ എന്താ. അതാ ഡോക്കിൻസിനാണ് ഈ മതകഥകളുടെ അപഹാസ്യത. അപഹാസ്യമായവ പരിഹസിക്കപ്പെടണം, പരിഹാസ്യമായവ അപഹസിക്കപ്പെടണം. Those which are ridiculous should be made laughter on that. Such things. ഇതൊരു വളരെ തുറന്ന സമീപനമാണ്. If Eve comes from the ribs of Adam, who is the first woman? ഒരു ചോദ്യം ചോദിക്കാം. ഇപ്പം മണ്ണ് കുഴച്ച് ഉണ്ടാക്കി മനുഷ്യനെ ഉണ്ടാക്കി. ആ മനുഷ്യനെ ഉണ്ടാക്കിയപ്പോൾ ഒരാൾക്ക് ബോധ്യപ്പെടുന്നു, സർവജ്ഞാനിയായ ഒരാൾക്ക് ബോധ്യപ്പെടുന്നു, ഇത് പോരാ, സംതിങ് ഈസ് മിസ്സിങ്, അല്ലെ സമ്മൺ ഈസ് മിസ്സിങ്. അദ്ദേഹം സർവജ്ഞാനിയായതുകൊണ്ട് അദ്ദേഹത്തിന് അത് ആദ്യം മനസ്സിലായില്ല. അദ്ദേഹം എന്ത് ചെയ്തു? പുരുഷൻ്റെ വാരിയെല്ലിൽ നിന്ന് ഒരാളെ ഉണ്ടാക്കുന്നു. അപ്പോൾ ഒരു വാരിയെല്ലിൽ നിന്ന് ഉണ്ടാക്കിയപ്പോൾ ആ വാരിയെല്ല്
അവിടെ ആകണ്ടേ? കണക്കൊക്കെ പഠിച്ചവർ അങ്ങനെയല്ലേ, ഒരു വാരിയിൽ എടുത്തു കഴിഞ്ഞാൽ അതൊരെണ്ണം കുറയണ്ടേ എന്നൊക്കെ. അങ്ങനൊരു ചോദ്യം ഇല്ല. പോട്ടെ, ആ വാരിയെല്ലാം എടുത്ത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് പുരുഷനിൽ നിന്നാണ് സ്ത്രീ വരുന്നത് എന്നാണ്. പുരുഷൻ ആദ്യം ഉണ്ടായത് പാട്രിയാർക്കിയുടെ തുടക്കമാണ്. മതം എന്ന് പറയുന്നത് പാട്രിയാർക്കിയുടെ പരമമായ ആഘോഷമാണ്, ഏത് മതമായി. അപ്പം ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഞാനല്ല ആർക്കും ചോദിക്കാവുന്ന ചോദ്യം, ഞാൻ കണ്ടുപിടിച്ച ചോദ്യം. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ വനിത ആരാണ്? ഇപ്പൊ ആഡമിൽ നിന്നാണ് ഈവിനെ ഉണ്ടാക്കിയെങ്കിൽ ഇറ്റ്സ് ക്ലോണിങ്. ക്ലോണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ XY അല്ലെ, XY ഉള്ള ഒരാളുടെ ശരീരകോശം. റിബ് എന്ന് പറഞ്ഞാൽ എന്താണ്? അസ്ഥി. അസ്ഥി എന്ന് പറഞ്ഞാൽ എന്താണ്? അയാളുടെ സെല്ലാണ്. ആ സെല്ലിൽ നിന്നാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പൊ അതൊരു പുരുഷനായിരിക്കണ്ടേ? നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിച്ച കാര്യമല്ലേ, ഞാൻ ഒരു ചോദ്യം ചോദിച്ചു. ആദമിൽ നിന്നാണ് ഈവിനെ ഉണ്ടാക്കുന്നതെങ്കിൽ ഈവും പുരുഷനായിരിക്കണം, അല്ല വേറെ വഴിയില്ല. ഇതൊക്കെ നിസ്സാര ചോദ്യം. ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ മനുഷ്യൻ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു സ്വഭാവം ഉണ്ടാവണം. ക്രിയേഷൻ കോമഡി, 1ാം ദിവസം പ്രകാശം ഉണ്ടാകട്ടെ, വാക്ക്. 2ാം ദിവസം വാട്ടർ ആൻഡ് സ്കൈ. അതൊക്കെയാണ് രസം. ചുമ്മാതെ മനുഷ്യനിരുന്ന് ഇങ്ങനെ ഭാവനയിൽ കാണുക, എങ്ങനെയാണ് ഇതെല്ലാം ഉണ്ടായത്. നമുക്ക് വെള്ളമുണ്ട്, വെളിച്ചമുണ്ട്, അതുണ്ട്. അപ്പോൾ ആദ്യം വെള്ളം ഉണ്ടാക്കി, പിന്നെ വെളിച്ചം ഉണ്ടാക്കി. ഇല്ല, സാമ്പാർ ഉണ്ടാക്കുന്നതാണ്. ആദ്യം ഇത് തിളപ്പിച്ചു, എന്നിട്ട് ഇതിട്ടു, എന്നിട്ട് അത് ഇട്ടു, പിന്നെ കടു വറുത്തു, പിന്നെ ഉപയോഗിച്ചു. ഇതിനപ്പുറം കഥകളാണ്, ഫോൾസ് ആൻസേഴ്സാണ്. റിലീജിയൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കേണ്ടതില്ല എന്ന് നിങ്ങളെ ധരിപ്പിക്കുന്നു. തെറ്റായ ഉത്തരങ്ങൾ മതി എന്നുള്ള ഒരു അവസ്ഥ, ചിന്താപരമായ അവസ്ഥകളുണ്ടാകും. 2ാമത്തെ ദിവസം വാട്ടർ ആൻഡ് സ്കൈ. 3ാമത്തെ ദിവസം ലാൻഡ് ആൻഡ് വെജിറ്റേഷൻ. പിന്നെ കുറവുള്ള സാധനങ്ങൾ ഇങ്ങനെ ഓരോന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. 4ാമത്തെ ദിവസം ലൂമിനറീസ്, സൂര്യനും ചന്ദ്രനും ഉണ്ടാകും. 4ാമത്തെ ദിവസം നമ്മൾ ദിവസം എടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യന് ചുറ്റും ഭൂമി ഇറങ്ങുന്നതാണ് ദിവസം എടുക്കുന്നത്. അപ്പോൾ 4ാമത്തെ ദിവസം ഈ അണ്ണം വരുന്നുള്ളൂ. അപ്പോടെ അതുപോലെ തന്നെ കഥകളിൽ തന്നെ ഇഫ് ആഡം ആൻഡ് ഈവ് ചൈനീസ് അല്ലേ ആണെങ്കിൽ അവർ ആ ആപ്പിളിന് പകരം ആ പാമ്പിനെ തന്നെ തിന്നേനെ. അങ്ങനെയാണെങ്കിൽ ആദ്യ പാപത്തിൽ നിന്ന് നമ്മൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായില്ല. ഇനി എന്താണ് മതം ഇത്ര ശക്തമായി തുടരാൻ കഴിയുന്നതെന്ന് ഡോക്കൻസ് പരിശോധിക്കുന്നുണ്ട്. ഇറ്റ്സ് എ റിമാർക്കബിൾ കോയിൻസിഡൻസ്. ഇറ്റ്സ് ഫ്രം വൺ ഓഫ് ഹിസ് സ്പീച്ചസ്. ഡോക്കൻസിൻ്റെ ഒരു സ്പീച്ചാണ്. Is it a remarkable coincidence? Almost everyone has the same religion as their parents. എത്ര രസകരമാണ്. എല്ലാവർക്കും നോക്കുമ്പോൾ മതമുണ്ട്, പക്ഷെ അവരെല്ലാം മുൻഗാമികളുടെ അവരുടെ പേരൻസിൻ്റെ മതമാണ്. എത്ര രസകരമായ കാര്യമാണ്. As if religion is a sexually transmitted disease, right? ലൈംഗിക ബന്ധത്തിലൂടെ പടരുന്ന ഒരു രോഗമായി മതം മാറുന്നു. എത്ര രസകരമാണ്. ഇതിനു വേണ്ടിയാണ് കൊല്ലാനും കൊല്ലപ്പെടാനും ആളുകൾ നടക്കുന്നതെന്നുള്ളതാണ്. നടക്കുകയാണ്. അവർ മനസ്സിലാക്കുന്നില്ല എത്ര നിസ്സാരമായ കാര്യം. ഞാൻ ഈ ഒരു പ്രസംഗം നിങ്ങൾ കിട്ടണമെങ്കിൽ അദ്ദേഹം പറഞ്ഞത് isn't it a remarkable coincidence that almost everyone has the same religion as their parents and it always just become the true religion also. ആണ് നിങ്ങളുടെ മുൻഗാമികളുടെ റിലീജിയൻ മാത്രമല്ല നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്, പക്ഷേയോ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് സത്യമതം കൂടിയാണ്. അതെങ്ങനെ വരുന്നു നിങ്ങൾ ചിന്തിച്ചു വിട്ടില്ലേ? നിങ്ങൾക്ക് പോട്ടെ അച്ഛൻ്റെ അമ്മയുടെ മതം കിട്ടി, ഓക്കെ, ജസ്റ്റ് ഫോർ എ ഹൊറർ. പക്ഷെ എങ്ങനെ അത് തന്നെ സത്യമതമാകുന്നു? ഇതാണ് ഒരു വിഷയം. ആൻഡ് റിലീജിയൻ റൺസ് ഇൻ ഫാമിലീസ് ആൻഡ് വി ഹാഡ് ബീൻ ബ്രോട്ട് അപ്പ് ഇൻ ഏൻഷ്യന്റ് ഗ്രീസ് വി വുഡ് ഹാവ് ബീൻ വർഷിപ്പിംഗ് സ്യൂസ് ആൻഡ് അപ്പോളോ. നമ്മൾ ജീവിച്ചിരുന്നത് പരമ്പരാഗതമായിട്ടുള്ള അല്ലെങ്കിൽ പ്രാചീന ഗ്രീസിലായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ആരാധിക്കുന്നത് സ്യൂസിനെയും അപ്പോളയുമായിരുന്നു. എൻ്റെ അപ്പോളോ ദൈവമേ, അപ്പോളോ പറഞ്ഞില്ല എന്നുള്ള സാധനം നമ്മൾ നിരോധിക്കും. കാര്യം എന്താ? അത് മതനിന്ദയാണ്. കാര്യം അപ്പോളോ ദൈവം, അപ്പോളോ എന്താടേ ശരിയാവും? അതിനെക്കുറിച്ചൊരു സിനിമ, ആ പാട്ടൊക്കെ നിരോധിച്ചേനെ. Then we would be worshipping Zeus and Apollo. And if we had been born Viking, we would be worshipping Wotan and Thor. വൈക്കിങ്ങുകളായിട്ട് ജനിച്ചിരുന്നെങ്കിൽ നമ്മൾ തോറിനെയും വോട്ടനെയും ആരാധിച്ചേനെ. And how does this come out? And through the childhood indoctrination. ഇതെല്ലാം എങ്ങനെയാണ് വരുന്നത്? ചൈൽഡ്ഹുഡ് ഇൻഡോക്ട്രിനേഷൻ, കുട്ടിക്കാലത്തെയുള്ള മതബോധവൽക്കരണം. പഠനമല്ല, മതബോധവൽക്കരണം. കൊച്ചു രാവിലെയൊക്കെ പോകുമ്പോൾ കാണാമല്ലോ 2-3 വയസ്സുള്ള കുട്ടികൾ ഇത് എത്ര വേഷങ്ങളും ധരിച്ചുകൊണ്ട് ഇങ്ങനെ വരിയായി പോവുകയാണ്. ഉറക്കം, പാതി ഉറക്കവും ആയിട്ടുള്ള കണ്ണുകൾ. എന്താണ് അവർ പഠിക്കുന്നത്? അവർ പഠിക്കുന്നത് ഒരാൾ
ജെറുസലേം എന്ന് പറയുന്ന പട്ടണത്തിൽ പോയിട്ട് കഴുതയ്ക്കും കുതിരയ്ക്കും ഇടയിലുള്ള ഒരു ജീവി, ഒരു മനുഷ്യ സ്ത്രീയുടെ മുഖമുള്ള ഒരു ജീവിയുടെ മുകളിലേറിക്കൊണ്ട് 7ാം ആകാശത്തേക്ക് പോയെന്നും അവിടെ വെച്ച് അദ്ദേഹം പ്രപഞ്ചത്തിൻ്റെ ക്രിയേറ്ററെ കണ്ടുവെന്നും സംസാരിച്ചുവെന്നും എത്ര നേരം നിസ്കരിക്കണമെന്ന് ചോദിച്ചപ്പോൾ 50 തവണ നിസ്കരിക്കണമെന്ന് പറഞ്ഞുവെന്നും ഇദ്ദേഹം ഇറങ്ങി താഴെ വന്നപ്പം പണ്ട് ഇതേ കണക്ക് പോയ വേറൊരാൾ മോസസ് 1ാം ആകാശത്ത് നിന്നുകൊണ്ട് ചോദിച്ചു, നിന്നോട് എത്ര തവണ നിസ്കരിക്കണമെന്ന് ചോദിച്ചു. പറഞ്ഞത് 50 എന്ന് പറഞ്ഞു. അപ്പം മോസസ് ചോദിച്ചു, എങ്ങനെയാണ് 50 തവണ നിസ്കരിക്കുക എന്ന് ചോദിച്ചു. അങ്ങനെ വീണ്ടും തിരിച്ചു വിടുന്നു. അദ്ദേഹം അവിടെ വീണ്ടും പോകുന്നു. ഈ പറയുന്ന ക്രിയേറ്റർ 5 കുറച്ചിട്ട് 45 ഇദ്ദേഹം തിരിച്ചു വരുന്നു. വീണ്ടും ഇയാൾ ചോദിക്കുന്നു, ഇത് എത്രയെന്ന് ചോദിക്കുന്നത് 45. 45 50 തമ്മിൽ വലിയ വ്യത്യാസമില്ല. വീണ്ടും കയറ്റി പോകുന്നു. അങ്ങനെ പലതവണ കയറ്റിപ്പോയി 45 40 35 30 25 20 15 10 5 അങ്ങനെ 5 നിസ്കാരം. അവസാനം 5 നിസ്കാരമായിട്ട് താഴെ ഇറങ്ങി വരുന്ന മുഹമ്മദിനോട് മോസസ് ചോദിക്കുന്നു, എത്രയാണ് 5? കുഴപ്പമില്ല. ജൂത ഗൂഢാലോചന. കാരണം 50 പ്രാർത്ഥനകൾ ഒരു ദിവസം ഉണ്ട് എങ്കിൽ ഒന്ന് ആലോചിക്കുക. 12 മണിക്കൂറിൽ 50 പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഓരോ മണിക്കൂറിൽ ഒരു 2.5 പ്രാർത്ഥന വെച്ച് വേണം. ഓരോന്നും ചെയ്യാൻ സമയം കിട്ടത്തില്ല. ഈ ലോകം എത്ര സമാധാനപൂർണ്ണമായി പോയനെ. ഈ ഇവിടെ ഉണ്ടാകുന്ന മുഴുവൻ അക്രമങ്ങൾക്കും പ്രശ്നങ്ങൾക്കും കാരണം ജൂത ഗൂഢാലോചനയാണ് എന്ന് പറയുന്നത് സത്യമാണ്. മോസസ് ആണ് കളിച്ചിരിക്കുന്നത്. ഈ ടൈം ഉണ്ടെങ്കിലല്ലേ അതൊക്കെ ചെയ്യാൻ പറ്റും. ഈ ചൈൽഡ്ഹുഡ് ഇൻഡോക്ട്രിനേഷനെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ മാസം, അതായത് 2018 ജനുവരി 10 അന്ന് വന്നൊരു വാർത്തയാണ്. 2 babies swapped, but why their families won't exchange them. ഈ ആസാമിൽ ബോഡോ വർഗ്ഗക്കാർ മുസ്ലിങ്ങൾക്കിടയിൽ വലിയ പ്രശ്നമുണ്ട്. അവിടെ ഇമിഗ്രേഷൻ്റെ പ്രശ്നങ്ങളും അങ്ങനെ വലിയ പ്രശ്നമാണ്. ബോഡോ കലാപം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു മുസ്ലിം സ്ത്രീയും ഒരു ബോഡോ സ്ത്രീയും ഒരു ആശുപത്രിയിൽ പ്രസവിക്കുന്നത്. 2015 ഈ സംഭവം നടക്കുന്നത്. മുസ്ലിം സ്ത്രീ കുട്ടിയെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് നോക്കുമ്പോൾ കുട്ടിക്കുള്ള അടിപൊളി ഓക്കെയാണ്, പക്ഷേ നോ ചായ എന്ന് പറഞ്ഞാൽ മുഖച്ചായ. തൻ്റെ ചായയില്ല, ഭർത്താവിൻ്റെ ചായയില്ല, വീട്ടിലുള്ള ആരുടെയും ചായയില്ല. വേരെല്ലാം തപ്പി നോക്കിയിട്ട് ആ ചായ ഈ ചായ ഒന്നുമില്ല. അപ്പോഴേ വറീഡായി. മാത്രമല്ല ആരെന്ന് ആലോചിച്ചു, അന്ന് എൻ്റെ കൂടെ പ്രസവിക്കാനായിട്ട് അവിടെ വന്ന ഒരു ബോഡോ യുവതിയുടെ മുഖത്തിൻ്റെ ചായ ആണല്ലോ ഈ കുട്ടിക്ക് എന്നുള്ള ഒരു. അപ്പോൾ ഇവർ ആശുപത്രിയിൽ ചെന്ന് പറഞ്ഞു. ആശുപത്രിക്കാർ ഓടിച്ച് നിങ്ങൾ മെൻ്റൽ സ്റ്റേറ്റ് ചെക്ക് ചെയ്യാനായിട്ട് പറഞ്ഞ് ഓടിച്ചു വിട്ടു. പക്ഷേ ഭർത്താവും ഭാര്യയും കൂടെ പറഞ്ഞു, അങ്ങനെയല്ല, ഇങ്ങനെയാണ്. പണ്ടാണെങ്കിൽ പ്രശ്നമില്ല, ആ പ്രശ്നം അവിടെ തീർന്നേനെ. പക്ഷെ ഇന്ന് സയൻസ് കിടക്കുന്നുണ്ട്, DNA ടെസ്റ്റ് വേണം. ഉണ്ടോ? ഈ അറിയുന്നത് ഒരു പ്രശ്നമാണ്. DNA ടെസ്റ്റ് വേണമെന്ന് നിർബന്ധിച്ചു. ഇവരെ വീട്ടിൽ ചെന്ന് പറഞ്ഞു. അവർ പറഞ്ഞത് കുഴപ്പമില്ല, ഇത് ഞങ്ങളുടെ കുട്ടികളാണെന്ന്. ബോഡോ അവർ സമ്മതിച്ചില്ല. അങ്ങനെ അവസാനം DNA ടെസ്റ്റ് ചെയ്തു. ഇവരെ DNA ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ കുട്ടിയായിട്ട് ഒരു ബന്ധമില്ല. എന്നിട്ട് മറ്റവരെ ടെസ്റ്റ് ചെയ്യേണ്ടി വന്നു. അത് ചെയ്തപ്പോൾ ബന്ധമുണ്ട്. അവസാനം 2.5 വർഷമായി. 2 കൂട്ടർക്കും ബോധ്യമായി കുട്ടി മാറിപ്പോയാണ്. അങ്ങനെ കോടതിയിൽ അവർ ജോയിൻറ്റ് പെറ്റീഷൻ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് കൊടുത്തു. കോടതി അംഗീകരിച്ചു. 2 കുട്ടികളുമായിട്ട് 2 മാതാപിതാക്കളും വന്നു. പക്ഷേ അവർക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം കുട്ടികൾ ഒരു കാരണവശാലും പോവില്ല, അമ്മമാർ വിട്ടുകൊടുക്കില്ല. കരച്ചിലോട് കരച്ചിൽ, കരഞ്ഞ് കലങ്ങി കുടൽ പുറത്ത് വരുന്ന രീതിയിൽ കുട്ടികൾ കരയുന്നു. അമ്മമാർക്ക് വിട്ടുകൊടുക്കാൻ കഴിയുന്നില്ല. ചായയൊക്കെ അവിടെ കിടക്കുകയാണ്. 2 വിശ്വാസത്തിലാണ് കുട്ടികൾ വരുന്നത്. പക്ഷേ അവസാനം ഇവർ 2 പേരും ജോയിൻറ്റ് പെറ്റീഷൻ കൊടുക്കുന്ന കോടതിയിൽ, ഈ കുട്ടികളെ മാത്രം, ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾക്ക് തന്നെ തരിക, ഈ എക്സ്ചേഞ്ചിൻ്റെ ആവശ്യമില്ല, മാറിപ്പോയതൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞ് അവർ ജോയിൻറ്റ് പെറ്റീഷൻ കൊടുത്ത് കോടതി അത് അനുവദിച്ച കഥയാണ് 2018 ജനുവരിയിൽ ആസാമിൽ നിന്ന് വരുന്നത്. ഒരു നഴ്സിൻ്റെ കൈവത്തം പറ്റിക്കഴിഞ്ഞാൽ മാറിപ്പോകുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ പരസ്പരം കൊല്ലുന്നതും കൊലവിളിക്കുന്നതും എന്ന് ആലോചിച്ചു. എത്ര നിസ്സാരമായ കാര്യം. ഇത് ഞാൻ എൻ്റെ വീഡിയോ എല്ലായിടത്തും കാണിക്കാറുണ്ട്. കാണിച്ച് മടുത്തോണ്ട് ഞാൻ കാണിക്കാത്തതാണ്. നിങ്ങൾക്ക് എന്തിനേയും ക്രിട്ടിസൈസ് ചെയ്യാം. You can criticize anything and everything in this world. You can criticize the constitution of the country. You can criticize your parents, your rulers, even United Nations and whatever may be available. You can criticize. You can scan them. ആരെ വേണേലും വിമർശിക്കാം. പക്ഷെ ഒരു കാര്യം മാത്രം, അത് പിണറായി വിജയൻ തൊട്ട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർക്ക് വരെ ബാധകമാണ്. എന്താണ്? മതത്തിൽ കളിക്കേണ്ട കേട്ട അതങ്ങോട്ട് മാറ്റിയാൽ നടക്കില്ല. നിങ്ങൾ എല്ലാവരും ഭയക്കുന്ന ഒരു ആനയായിട്ട്, മതയാനയായിട്ട് മതം മാറുന്നു എല്ലാവരും. ഇനി എത്ര വലിയ കൊമ്പനാണെന്ന് പറഞ്ഞാലും അവിടെ മതം നിൽപ്പുണ്ട് എന്ന് പറഞ്ഞാൽ ഹായ് എന്ന് പറഞ്ഞാൽ വളരെ കറക്റ്റ്. ദ എലഫന്റ് ഇൻ ദ റൂം. ഈ മുറിയിലും ആനയുണ്ട്.
ഇതിനെ കാണാതിരുന്നിട്ട് കാര്യമില്ല. നമ്മളെല്ലാം കാണുന്നത് ആനയില്ല കേട്ടോ. എന്നിട്ട് അവരെ ഉണ്ട് എന്ന് പറയപ്പെടുന്ന ചെറിയ ചെറിയ നല്ല വശങ്ങളെല്ലാം ചുരണ്ടിയെടുത്ത് ഭയങ്കര പർവ്വതീകരിച്ചുകൊണ്ട് മതം പൂർണ്ണമായി നീക്കം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അതിനൊരു സാനിറ്റി കൊണ്ടുവരേണ്ടതുണ്ട്. എ സെൻസ് ഓഫ് സാനിറ്റി ഷുഡ് ബി ഇൻജെക്റ്റഡ് ഇൻ ടു ദ വെയിൻസ് ഓഫ് റിലീജിയൻ. എങ്കിൽ മാത്രമേ നമുക്കൊരു സിവിലൈസ്ഡ് ആയിട്ടുള്ള ജീവിതം സാധ്യമാകൂ. മതം കാർന്നു തിന്നുന്ന, മതം ഭക്ഷിക്കുന്ന മനുഷ്യർ നരകങ്ങളാണ് തീർത്തുകൊണ്ടിരിക്കുന്നത് ലോകമെമ്പാടും. അത് സിറിയയിലായാലും ഇറാഖിലായാലും അഫ്ഗാനിസ്ഥാനായാലും ബംഗ്ലാദേശിലായാലും നമ്മൾ കാണുന്നത് മതം ഭക്ഷിക്കുന്ന ജനതയും രാജ്യവും ഉറങ്ങുന്നില്ല എന്നുള്ളതാണ്. സൗദിയൊക്കെ അതിജീവിക്കുന്നത് ഹൈറ്റൻഡ് സെക്യൂരിറ്റിയുടെ അടിസ്ഥാനത്തിലാണ്. ഇവിടുത്തെ രാജാവിന് പോലും ഉറക്കമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ തന്നെ ഉണ്ടാവാൻ സംഗതി. വേറെ കാര്യമൊന്നുമില്ല, ഇതേ ഉള്ളൂ. ഇവിടുത്തെ മതത്തോടുള്ള ഒരു വിധേയത്വം ഭയങ്കരമാണ്. ഈ അടുത്ത് അവിവാഹിത പെൻഷൻ അനുവദിക്കണമെന്ന അപേക്ഷയുമായി കന്യാസ്ത്രീകൾ തിരുവനന്തപുരം കോർപ്പറേഷൻ വന്ന കേസാണ്. ഇവരോട് കന്യാസ്ത്രീകളാകാൻ പറഞ്ഞതാരാണ്? സത്യത്തിൽ ഈ കന്യാസ്ത്രീകൾ അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, എനിക്ക് പറയാൻ ഒരു ഭയമില്ല. ഒരു മനുഷ്യാവകാശ ധ്വംസനം തന്നെയാണ്. നിങ്ങളൊരു കഥ പറയുന്നു, ആ കഥയുടെ അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യന് പുഷ്പിക്കാത്ത സസ്യം പോലെ ഒരു മനുഷ്യ ജീവിതം എരിഞ്ഞടങ്ങുകയാണ്. എന്തെങ്കിലും വികാരങ്ങളോ വിചാരങ്ങളോ ചിന്തകളോ അവരിൽ നിന്ന് പോകുന്നുണ്ടോ? പോകില്ല. അവരിലെന്തെങ്കിലും ബയോളജിക്കലായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇല്ലാതാകുന്നുണ്ടോ? ഇല്ലാതാകുന്നില്ല. ഇതെല്ലാം ഇവർ സഹിക്കേണ്ടത് ഒരു കഥയുടെ, ഒരു കെട്ടുകഥയുടെ പേരിലാണ്. അവർക്ക് സമ്പാദിക്കാൻ അവകാശമില്ല, സന്തോഷ അവസരങ്ങളിൽ പങ്കെടുക്കാൻ അവകാശമില്ല, ചാക്കാലയ്ക്ക് മാത്രം പോകാം. ഇങ്ങനെ സന്തോഷത്തോടും സംതൃപ്തിയോടും വിട പറഞ്ഞുകൊണ്ട് മനുഷ്യർ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പരിതാപകരമാണ്. മനുഷ്യാവകാശ ധ്വംസനം. അതാണ് യൂറോപ്പിലൊന്നും ഇതിനൊന്നും ആളില്ല. ഇപ്പോൾ നമ്മൾ കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യക്കാർ. മലയാളികളാണ് ഏറ്റവും കൂടുതൽ. നിങ്ങൾ ജർമ്മനിയിലൊക്കെ ചെല്ലുക, നിങ്ങൾ ജർമ്മൻ എന്ന് പറഞ്ഞുകൊണ്ടെങ്കിലും പള്ളിയിലൊക്കെ കയറി ചെന്ന് കഴിഞ്ഞാൽ മൊത്തം ഒരുമാതിരി നമ്മളെ ഇവിടെ കണ്ണൂരോ കൊല്ലത്തോ ഒക്കെ നിൽക്കുന്ന ഒരു എഫക്റ്റ് ആയിരിക്കും. അച്ഛൻ കപ്പ്യാർ ഇതെല്ലാം മലയാളിയായിരിക്കും. അവിടെ വരുന്നവരും മൊത്തം മലയാളികളായിരിക്കും. പുറത്തോട്ട് അകത്തോട്ട് പോകുന്നവരെല്ലാം മലയാളി സെൻറ്റേഴ്സാണ്. പള്ളികൾ മൊത്തം യൂറോപ്പിലെ, ഓസ്ട്രേലിയ ചെന്ന് നോക്ക്, മൊത്തം മലയാളികളാണ്. അവിടെ പുതിയ പുതിയ പള്ളി വരുന്നു. ആരാ പള്ളി? ഓസ്ട്രേലിയക്കാരൻ. അവർക്ക് കാണുന്നതേ അറപ്പാണ്. മൊത്തം മലയാളികളുടെ പള്ളി. ബ്രിട്ടനിൽ ആരാ? മലയാളികൾ. ബ്രിട്ടനിലെ ക്രിസ്ത്യാനിറ്റി എന്നിട്ട് മരിച്ചു കഴിഞ്ഞു. പള്ളികൾ മുഴുവൻ വരുന്നു, മലയാളികൾ വാങ്ങിക്കുക. അതായത് സായിപ്പിൻ്റെ കയ്യിൽ നിന്ന് പള്ളി മലയാളി വായിക്കുക. ഇതാണ് അവസ്ഥ. ഇതാണ് ഡോക്കിൻസ് മതത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആശയപരമായ യുദ്ധത്തിന് ഏറ്റവും മുന്നോട്ട് വെക്കുന്ന സയൻസ് തന്നെയാണ്. അതിൽ തന്നെ പ്രത്യേകിച്ച് ഇവല്യൂഷൻ. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഇവല്യൂഷനെ കുറിച്ച് ഇവിടെ സംസാരിക്കുമ്പോൾ പലരും പറഞ്ഞു, എന്താണ് ഇവല്യൂഷൻ എന്ന് പറയുന്ന അതൊരു സിദ്ധാന്തമല്ല, അതൊരു തിയറി അല്ലേ, അതൊക്കെ വെച്ച് അതൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. നമ്മൾ പറയേണ്ട കാര്യങ്ങൾ മറ്റേതാണ് മറിച്ചതാണ്, രാമജന്മഭൂമി മറ്റേതാണ് മറിച്ചതാണ്. പക്ഷേ എന്നാലോചിച്ച് നോക്കുക, ഈ വിശ്വാസം എന്ന് പറയുന്ന സാധനത്തിൽ നിങ്ങളിപ്പോൾ പലപ്പോഴും നിങ്ങൾ നല്ല വിശ്വാസിയായിരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് ജീവിക്കാൻ കഴിയുമെന്നുള്ളതാണ് സത്യം. കാര്യം ഈ പറഞ്ഞ ഭൗതികവാദപരമായിട്ടുള്ള, ശാസ്ത്രപരമായിട്ടുള്ള, യുക്തിപരമായിട്ടുള്ള ഒരു അവബോധം അതിന് ആവശ്യമില്ല എന്നുള്ളതാണ്. അതാണ് സാധ്യത. ഇതല്ലാതെ കമ്മ്യൂണിസത്തിന് കുഴപ്പമില്ല. ഇവിടെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയപ്പോൾ 95% പാർട്ടിക്കാരും കമ്മ്യൂണിസ്റ്റുകാരും അന്ധവിശ്വാസികളായിപ്പോയി. 95% അന്ധവിശ്വാസികളായിട്ടൊരു പാർട്ടിയുടെ മന്ത്രി അന്ധവിശ്വാസിയാകുന്നത് സംതിങ് ഡക്ക് ടു വാട്ടർ എന്ന് ഞങ്ങൾ പറയാം. താറാവിന് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് പോലെയുള്ളൂ. കാരണം ആ പാർട്ടിയിലോ അല്ലെങ്കിൽ ആ ഒരു ആൾക്കൂട്ടത്തിലോ ആ ഒരു സംഘടനയിലോ യുക്തിപരമായി ചിന്തിക്കാനോ ശാസ്ത്രീയപരമായി ചിന്തിക്കാനോ ഉള്ള യാതൊരു വ്യവസ്ഥയോ സംവിധാനമോ അങ്ങനെ ഒരു കൗണ്ടർ ഇല്ല അതിനകത്ത്. അവിടെ അല്ലേ അരവണ കൊടുക്കുന്ന കൗണ്ടർ എന്ന് പറഞ്ഞില്ലേ, ഈ ശാസ്ത്രബോധവും യുക്തിബോധവും അങ്ങനെ ഒരു കൗണ്ടറേ ഇല്ല. മതാത്മകമായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ പരിണാമശാസ്ത്രം പഠിക്കുക, പരിണാമശാസ്ത്രം എന്താണെന്നറിയുക, എങ്ങനെയാണ് മനുഷ്യനുണ്ടായത്, മറ്റ് ജീവികളുണ്ടായത്, ഇത് മനസ്സിലാക്കുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ ഈ മതപരമായിട്ടുള്ള വിഹുലതകൾ യഥാർത്ഥത്തിൽ അവസാനിക്കുകയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ടാണ് അദ്ദേഹം ഒരുപക്ഷെ ഡാർവിൻ ബുള്ളിൻ്റെ റൊട്ടൈലർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഒരു ഉയർന്ന ഫെറോഷ്യസ് ആയിട്ടുള്ള ഡോഗാണ് റൊട്ടൈലർ. ഡാർവിനിൽ ഏറ്റവും കൂടുതൽ ശക്തനായ വക്താവ് കൂടിയാണ് റിച്ചർഡ് ഡോക്കിൻസ്. ഡോക്കിൻസിൻ്റെ പുസ്തകങ്ങളെല്ലാം തന്നെ ക്ലൈംബിംഗ് ദ മൗണ്ട് ഇംപ്രോബബിൾ, ദ ബ്ലൈൻഡ് വാച്ച് മേക്കർ, ഒരുപാട് പുസ്തകങ്ങൾ നിങ്ങൾക്കറിയാം. ഏറ്റവും പുതിയ പുസ്തകമാണ് പരിണാമത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയത്, ദ ഗ്രേറ്റസ്റ്റ് ഷോ ഓൺ എർത്ത്. അതാണ് ഞാൻ മലയാളത്തിലേക്ക് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തത്. It is absolutely safe to say that if you meet somebody who claims not to believe in evolution, that person is ignorant, stupid or insane. പച്ചയ്ക്ക് പറയുക, പരിണാമത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഒരാൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കട്ടെ,
അയാൾ യൂണിവേഴ്സിറ്റി പ്രൊഫസർ ആകട്ടെ, അയാൾ മലമറിക്കുന്ന ആളാകട്ടെ, എന്തായിക്കോട്ടെ, that person is ignorant, stupid and insane. കീറി ഒട്ടിക്കുകയാണ്. ഇങ്ങനെയൊന്നും ആരും പറയത്തില്ല. പരിണാമം നിങ്ങൾ പഠിക്കേണ്ടത് സഹിക്കാം. ഈ ഡോക്ടേഴ്സ് പറയുന്ന കാര്യം, ഇത് പരിണാമമൊക്കെ ഇങ്ങനെയാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരാളോട് പിന്നെ നമ്മൾ എന്താ പറയേണ്ടത്? പല രീതിയിലും പറയാൻ പരിണാമം ശരിയാണ്. പക്ഷെ ഡോക്ടേഴ്സിന് അത്രയൊക്കെ പറയുന്നത് അത്രയും മലപോലെ എവിഡൻസ് ഇരിക്കെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ആൻറ്റിബയോട്ടിക് മരുന്ന് പോലും പലപ്പോഴും മാറ്റേണ്ടി വരുന്നത് പരിണാമം സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ ക്യാൻസർ എന്ന് പറയുന്ന രോഗം എന്ന് പറയുന്ന പരിണാമത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണെന്നേ. സെല്ലുകൾ മ്യൂട്ടേറ്റ് ചെയ്യുന്നുണ്ടല്ലേ ക്യാൻസർ ഉണ്ടാകുന്നത്. മ്യൂട്ടേഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പരിണാമത്തിൻ്റെ അടിസ്ഥാന മെക്കാനിസമാണ് മ്യൂട്ടേഷൻ. കോപ്പികൾ എടുക്കുമ്പോൾ ഉണ്ടാവുന്നുണ്ടല്ലോ, ഒരു ചെറിയ മാറ്റം ഉണ്ടാവുന്നുണ്ട്. അത് ആർക്കും അംഗീകരിച്ചേ പറ്റൂ. എത്ര കട്ട വിശ്വാസിയാണെങ്കിലും ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം മ്യൂട്ടേഷൻ ഉണ്ടാകുന്നതാണ്. മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ മാറ്റമാണ്. സെക്കൻഡ് സൂചിയാണ്. സെക്കൻഡ് സൂചി ചലിച്ചു കഴിഞ്ഞാൽ കുറേ നേരം കഴിഞ്ഞാൽ മിനിറ്റ് സൂചി ചലിക്കും, കുറേ നേരം കഴിഞ്ഞാൽ മണിക്കൂർ സൂചി ചലിക്കും. പരിണാമം സത്യമാണ് എന്നുള്ളതിന് ഒറ്റ കാര്യം, മ്യൂട്ടേഷൻ ഉണ്ടോ ഇല്ലയോ? എന്തിനായി മ്യൂട്ടേഷൻ ഉണ്ടാക്കുന്നത്? ചുമ്മാ ജസ്റ്റ് പറയും അല്ല. മ്യൂട്ടേഷൻ നാച്ചുറലായി സംഭവിക്കുന്നതാണ്. നിങ്ങൾ കോപ്പികൾ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന തെറ്റ് പോലെ പ്രകൃതിയിൽ അതിനൊരു സാധ്യതയാണ്. ആ സാധ്യതയാണ് മാറ്റങ്ങൾക്ക് അടിസ്ഥാനം. വേറെ കുറേ മെക്കാനിസം ഒക്കെ ഉണ്ട്. ഇനി ചില ആൾക്കാർ പറയുന്നുണ്ട്, ഇത് ഒരു പരിണാമ ക്ലാസ് അല്ലാത്തതുകൊണ്ട് പറയാണ്, ഈ നിങ്ങളെല്ലാം പറയുന്ന മനുഷ്യരെല്ലാം കുരങ്ങിൽ നിന്നാണ് ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് കാഴ്ച ബംഗാളിൽ ഇപ്പോഴും കുരങ്ങളുള്ളത്? അവരെല്ലാം മനുഷ്യരാകാത്തത്, അവർ അപേക്ഷ കൊടുക്കാത്തതുകൊണ്ടാണോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പരിണാമം കുരങ്ങുകളെ മനുഷ്യരാക്കുന്ന ഒരു സംഭവമല്ല. കുരങ്ങുകളെ പ്രസവിക്കുന്നു. ഞാൻ കഴിഞ്ഞ 2 ദിവസം മുമ്പ് പ്രസംഗിച്ച അതേ കാര്യം ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. അന്ന് ഒരു കൂട്ടം കുട്ടികളായിരുന്നു. മനുഷ്യർ എല്ലാ ജീവികളും അതിൻ്റെ കുട്ടികളെ തന്നെ പ്രസവിക്കുന്നത്. പരിണാമം ഒരു ജീവി വേറൊരു ജീവിയെ പ്രസവിക്കലല്ല. പരിണാമത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു വലിയ നീണ്ട ടൈം സ്കെയിലിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ 10 വർഷം 100 വർഷം എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ഒരുമാതിരി 100 വർഷം എന്ന് പറയുമ്പോൾ തന്നെ നന്നായിട്ട് നമുക്ക് മനസ്സിലാവില്ല. പിന്നെയും മുന്നോട്ട് പോകുമ്പോൾ 500 വർഷം എന്നൊക്കെ പറയുമ്പോൾ 500 വർഷം, 1000 വർഷം 4 പൂജ്യം അത്രേ ഉള്ളൂ, ഒരു പിടിയില്ല. 10,000 വർഷം. നമ്മുടെ മസ്തിഷ്കത്തിന് പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്ന ടൈം സ്കെയിൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1,00,000 വർഷം എന്നൊക്കെ പറയുമ്പോൾ ചുമ്മാ നമ്മൾ എഴുതി വെക്കുന്നു എന്നല്ലാതെ നമുക്കതിനെക്കുറിച്ചൊരു ധാരണയില്ല എന്നുള്ളതാണ് സത്യം. പരിണാമം നടക്കുന്നത് ദശലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വർഷത്തിൻ്റെ കാലയളവിലാണ്. ഒരു ദിവസം രാവിലെ എന്നൊരു പൂച്ച പട്ടിയാവുന്നതല്ല. അപ്പോൾ മാത്രമല്ല, ബാക്ടീരിയയിൽ നിന്നാണ് നമ്മളുടെ ഏറ്റവും അടുത്ത ബന്ധു എന്ന് പറയുന്നത് ചിമ്പൻസി ആണെന്ന് പറയുമ്പോൾ 98.9% അല്ലെ 99% ജനിതക സാമ്യം നമ്മളുമായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളൊരു ചിമ്പൻസിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം ഒരേ സാധനം ഉണ്ടായിരിക്കുമ്പോൾ തന്നെ അവയുടെ വിന്യാസമാണ്, ക്രമീകരണമാണ്, പാറ്റേൺ ആണ് നമ്മളെ ചിമ്പൻസിയിൽ നിന്ന് മാറ്റം ഉണ്ടാകുന്നത്. ഒരേ ജീനുകളായിരിക്കും നമ്മുടെ ഉണ്ടാകും. നിങ്ങൾക്ക് വാലിൻ്റെ ജീനുണ്ട്, പക്ഷെ നിങ്ങൾക്ക് വാലുണ്ടാകുന്നില്ല. പക്ഷേ ഇതേ വാലിൻ്റെ ജീൻ ഒരു പ്രൈമേറ്റിൽ, ഒരു കുരങ്ങിൽ വാലായിട്ട് മാറുമ്പോൾ ആ ജീൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കെ അത് ബൂട്ട് ചെയ്യപ്പെടുന്നില്ല. നിങ്ങൾക്ക് ശരീരത്തെ മുഴുവൻ രോമം വരാനായിട്ടുള്ള ജീൻ നിങ്ങളുടെ കയ്യിലുണ്ട്, നമ്മുടെ കയ്യിലുണ്ട്. 28,000 ജീൻ നമ്മളിലുള്ളതിൽ അതുണ്ട്. പക്ഷെ അത് ബൂട്ട് ചെയ്യപ്പെടുന്നില്ല. അത് ഡോർമെൻ്റായിട്ട് പരിണാമത്തിൻ്റെ വഴിത്താരകളിലൂടെ സഞ്ചരിച്ചപ്പോൾ അതായത് ഈ 28,000 ജീനുകളിൽ വെറും 5,000 ജീനുകൾ കൊണ്ടാണ് മനുഷ്യനുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏതെങ്കിലും ഒരു ജീൻ, പണ്ട് ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു ജീൻ വീണ്ടും ബൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാല് കിളിക്കും, നമുക്ക് മുടി വരും. അങ്ങനെ വരുന്ന കുട്ടികളൊക്കെ ഉണ്ട്. ബാക്ടീരിയ ആണ് യഥാർത്ഥത്തിൽ ആദ്യം വരുന്നത്. ബാക്ടീരിയയിൽ നിന്നാണ് മറ്റ് ജീവികൾ വരുന്നത്. അതിനു മുന്നേ വൈറസ് എന്ന് പറയുന്നൊരു ജീവികളുണ്ട്. ജീവനുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല. അതിനു മുന്നേ കെമിക്കൽസ് ഉണ്ട്, അതിന് ജീവനില്ല. 2 കെമിക്കലുകൾ ചേരുമ്പോൾ അതുവരെ ഇല്ലാത്തൊരു ഗുണം ഉണ്ടാവും, എമർജൻറ്റ് പ്രോപ്പർട്ടി നമ്മൾ പറയുന്നുണ്ട്. ഓക്സിജനും ഹൈഡ്രജനും തമ്മിൽ ചേരുമ്പോൾ വെള്ളം ഉണ്ടാവുന്നു. വെള്ളത്തിൻ്റെ ഗുണം ഓക്സിജൻ്റെയോ ഹൈഡ്രജൻ്റെയോ ഗുണമല്ല. ഈ ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടാകുന്ന ഒരു വിഷവാതകമാണ്. ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് OH ഉണ്ടാകുന്നത് അത് വെള്ളമോ വിഷവാതകമോ അല്ല. ഈ ഒരേ സാധനം തന്നെ പ്രത്യേക രീതിയിൽ നിങ്ങൾ ചീട്ട് കളിക്കുമ്പോൾ നിങ്ങൾക്ക് കൈ കിട്ടുന്നതായിരിക്കും. 6 ചീട്ടാണ് എല്ലായ്പ്പോഴും കിട്ടുന്നത്. ചിലപ്പോൾ 6 അടിപൊളിയായിരിക്കും. നിങ്ങൾക്ക് അടുത്ത് കമത്താൻ 28 വിളിച്ച് ജയിക്കാം. ഗുലാം പരിശ് എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക, എൻ്റെ പേര് പലയിടത്തും പല പേരുകളാണ്. എൻ്റെ കൊല്ലം ഭാഷ നിങ്ങൾക്ക് വഴങ്ങണമെന്നില്ല. ചീട്ട് കലക്കിയിടുന്നത് പോലെയാണ്. വിന്യാസക്രമമാണ്. എല്ലാവരുടെയും ഇലക്ട്രോൺ ഒരേ ഇലക്ട്രോൺ തന്നെ. നിങ്ങളിലുള്ള ഇലക്ട്രോണും എന്നിലുള്ള ഇലക്ട്രോണും കാർബണിലുള്ള ഇലക്ട്രോണും ഗോൾഡിലുള്ള ഇലക്ട്രോൺ എല്ലാം ഒന്ന് തന്നെയാണ്. ഇഷ്ടിക വെച്ച് പല വീട് കൊട്ടാരം ഉണ്ടാക്കാം, കുടിലുണ്ടാക്കാം. ഇഷ്ടിക വെച്ചാണ് ഉണ്ടാക്കുന്നത്.
നിങ്ങളുള്ളത് DNA തന്നെ എൻ്റെ DNA, അത് തന്നെ ഒരു പോത്തിൻ്റെ DNA, അത് തന്നെ ഒരു ആപ്പിളിൻ്റെ DNA, അത് തന്നെ ഒരു ഓറഞ്ചിലെ DNA, എല്ലാം ഒറ്റ DNA ആണ്. ആറ്റം, നിങ്ങളുള്ള ആറ്റം തന്നെയാണ് എന്നിലുള്ളത്. ആറ്റങ്ങൾ വേണം എക്സ്ചേഞ്ച് ചെയ്യാം. ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ വെള്ളം ഉണ്ടാകാൻ കാര്യം ഈ ഇലക്ട്രോണുകളുടെ എക്സ്ചേഞ്ചാണ്. സോഡിയം കയ്യിലിരിക്കുമ്പോൾ കുഴപ്പമില്ല, നോ പ്രോബ്ലം, ശാന്തൻ സ്വരൂപൻ. വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതുകൊണ്ടെന്ന് മണ്ണെണ്ണ ഇട്ട് കഴിഞ്ഞാൽ ശാന്തൻ. ഓരോരോ സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ ഓരോരോ ഗുണങ്ങൾ ഇങ്ങനെ വരിക. ഇതാണ് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നത്. ബാക്ടീരിയ തന്നെ നമ്മൾ വന്നിട്ടുള്ളത്. ബാക്ടീരിയ നമ്മളുമായിട്ട് ജീനുകൾ പങ്കിടുന്നുണ്ട്. നമ്മളെല്ലാവരും കോമൺ ആൻസസ്റ്ററെ പങ്കിടുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം വേരുകൾ, ഒരു ബനിയൻ ട്രീ ആണ് സങ്കല്പിക്കേണ്ടത്, ഒരു ആൽമരം. അതിലെ വേരുകളാണ് ബാക്ടീരിയ. അതിൻ്റെ തണ്ട് എന്ന് പറയുന്നത് ടൈലോബൈറ്റുകൾ പോലെയുള്ള കടൽ ജീവികൾ, ഷെല്ലുകൾ, അങ്ങനെയുള്ള ജീവികൾ. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ ഉരകങ്ങളും സസ്തനികളും. അതിനകത്ത് ഉരകങ്ങളിൽ നിന്നാണ് മാമൽസ് ഉണ്ടാകുന്നത്. മാമൽസിൽ നിന്നാണ് പ്രൈമേറ്റ്സ് ഉണ്ടാകുന്നത്. പ്രൈമേറ്റ്സിൽ നിന്നാണ് ഏപ്സ് ഉണ്ടാകുന്നത്. ഏപ്സ് വന്നു കഴിഞ്ഞാൽ അതായത് വേര്, കാണ്ഡം, വലിയ ശിഖരം, ചെറിയ ശിഖരം, ഉപശിഖരം, ചുള്ളിക്കമ്പ്, ചെറുചില്ല, അവസാനം വരുന്ന ഇല. ഈ 5 ഇല ഗിബ്ബൺ, ബൊണോബോ, ഒറാങ്ങോട്ടൻ, ചിമ്പാൻസി, ഹോമോസാപ്പിയൻസ്, 5 ഇലകൾ അവസാനത്ത്. ഇത് തമ്മിലെല്ലാം വരുന്നത് ഇവിടെ കൂടും. ഇത് ഇങ്ങോട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ഇത് ഇങ്ങോട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ഇത് ഇങ്ങോട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇല ചില്ലയുമായി, ചില്ല ഉപശാഖയുമായി, ഉപശാഖ ശാഖയുമായി, ശാഖ തടിത്തണ്ടുമായി, തടിത്തണ്ട് വേരുമായി. നമ്മളെല്ലാം ബാക്ടീരിയയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പക്ഷേ നമ്മുടെ ഏറ്റവും അടുത്ത കസിൻ എന്ന് പറയുന്നത് ചിമ്പൻസിയാണ്. അടുത്ത കസിൻ എന്ന് പറയുന്നത് ബൊണോബോയാണ്. മനുഷ്യനും കുരങ്ങും തമ്മിൽ അടുത്ത് നിൽക്കുന്നു. നമ്മൾ കുരങ്ങിൽ നിന്നല്ല വരുന്നത്. കുരങ്ങും നമ്മൾ ഒരേ വഴിയിൽ കൂടെ സഞ്ചരിച്ച് വേർപിരിഞ്ഞു പോയിരിക്കുന്നു. ഏറ്റവും അവസാനം വേർപിരിഞ്ഞവരാണ് നമ്മൾ. അതുകൊണ്ടാണ് മനുഷ്യൻ കുരങ്ങിൽ നിന്ന് വന്നിരിക്കുന്നത്. നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തുടങ്ങിയിട്ട് നമ്മൾ തലശ്ശേരി വരെ വന്നപ്പോഴാണ് മനുഷ്യനും ചിമ്പൻസിയും തമ്മിൽ വേർതിരിഞ്ഞത്. തിരുവനന്തപുരത്ത് വെച്ച് തന്നെ മനുഷ്യനും ബാക്ടീരിയയും വേർതിരിഞ്ഞത്. സോ വി ആർ റിലേറ്റഡ് ടു ഓൾ ദ ഓർഗനിസംസ്, ഇപ്പം ജീവിച്ചിരിക്കുന്നതും മരിച്ചതുമായിട്ടുള്ള. അപ്പോൾ അതായത് മനുഷ്യൻ ബാക്ടീരിയയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ബാക്ടീരിയ ഒന്നും ഇല്ലാതാവേണ്ട കാര്യമില്ല. കുറച്ച് ബാക്ടീരിയകൾ മ്യൂട്ടേറ്റ് ചെയ്യും, കുറേ ബാക്ടീരിയകൾ അങ്ങനെ തന്നെ തുടരുന്നു. മ്യൂട്ടേറ്റ് ചെയ്യുന്ന ബാക്ടീരിയകൾ വീണ്ടും മ്യൂട്ടേറ്റ് ചെയ്യും, മ്യൂട്ടേറ്റ് ചെയ്യും, മ്യൂട്ടേറ്റ് ചെയ്യും, മ്യൂട്ടേറ്റ് ചെയ്യും, ഇങ്ങനെ പോകും. അപ്പോൾ ഇതാണ് ഇഫ് വി കെയിം ഫ്രം മങ്കീസ് വൈ ആർ ദർ സ്റ്റിൽ മങ്കീസ് എന്ന് ചോദിക്കുന്നതിനോട് ഒന്നുകിൽ പരിണാമം പഠിക്കാൻ പറയുക, അല്ലെങ്കിൽ അവനോട് പറയേണ്ട ചോദ്യം ഇതാണ്: ഇഫ് ആഡം കെയിം ഫ്രം ഡേർട്ട് വൈ ഈസ് സ്റ്റിൽ ദെയർ ഡേർട്ട്? ആഡം വന്നത് കുഴമണ്ണിൽ നിന്നാണെങ്കിൽ ഇപ്പോഴും എന്തുകൊണ്ടാണ് കുഴമൺ ഉള്ളത്? അതേപോലെ ഒരു ചോദ്യമുള്ളത്. അല്ലെന്നുണ്ടെങ്കിൽ ഇഫ് ഈവ് കെയിം ഫ്രം ദ റിബ് വൈ ആർ ദെയർ സ്റ്റിൽ റിബ്സ്? അല്ലേ, അതിനെക്കുറിച്ചുകൂടെ നല്ല ചോദ്യം. ഈ ഔവ വന്നത് വാരിയലിൽ നിന്നാണെങ്കിൽ ഇപ്പോഴും എന്തുകൊണ്ടാണ് വാരിയലിൽ മനുഷ്യനുള്ളത്? ഇതിന്നല്ലേ വന്നത്? ജസ്റ്റ് ഒരു ഐ ഓപ്പണർ ക്വസ്റ്റ്യൻ ആണ്. ഞാനതൊരു സംഭവമായിട്ട് പറഞ്ഞില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഇനി ഇഫ് വി ഓൾ കം ഫ്രം ഗോഡ് വൈ സ്റ്റിൽ ദർ ഈസ് എ ഗോഡ്? നമ്മളെല്ലാം ദൈവത്തിൽ നിന്നാണ് വരുന്നതെന്നല്ലേ പറയുന്നത്. അങ്ങനെയാണ് ഇപ്പോഴും അവിടെ ഒരു ദൈവം എങ്ങനെ ഉണ്ടാവുക? ഇതേപോലൊരു ചോദ്യമാണ് നമ്മൾ വരുന്നത്. കുരങ്ങിൽ നിന്നാണെങ്കിൽ ഇപ്പോഴും കാഴ്ച ബംഗ്ലാവിൽ എന്തുകൊണ്ടാണ് കുരങ്ങുകൾ എന്നുള്ള ചോദ്യം. വലിയ വ്യത്യാസമൊന്നുമില്ല. ആ ലോജിക്ക് മാത്രമേ അവിടെ ഉള്ളൂ. ദ വേൾഡ് ഈസ് ഓൾ വി ഹാവ് ആൻഡ് ദിസ് ഈസ് ദ ബെസ്റ്റ് ടൈം. ലോകത്തെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ ആളുകൾ, ഡോക്കൻസ് ഗോഡ് ഡെല്യൂഷനിൽ പറയുന്നൊരു കാര്യം, നമ്മൾ we are going to die and that makes us lucky ones, and most people are never going to die because they are never going to be born. നമ്മൾ മരിക്കാൻ പോകുന്നു, പക്ഷേ കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ഭാഗ്യമുള്ളവർ. ഭാഗ്യം എന്ന് പറഞ്ഞാൽ ആ ടൈം എന്ന് പറഞ്ഞാൽ വി ഹാവ് ദ ഓപ്പർച്യൂണിറ്റി, ചാൻസ് ടു ബി ബോൺ. അതായത് ഒരു അണ്ടത്തിലേക്ക് കുതിക്കുന്ന 20 ലക്ഷം സ്പെമുകളിൽ ഒരെണ്ണത്തിന് മാത്രമാണ് ഫെർട്ടിലൈസേഷൻ സാധ്യത. സമാനമായ യോഗ്യതയും ശേഷിയും ഉണ്ടായിരുന്ന 20 ലക്ഷത്തെ അതിജീവിച്ചുകൊണ്ടാണ് എല്ലാം പൊട്ടൻഷ്യൽ ലൈഫാണ്. അപ്പം നമ്മൾ മരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, നമ്മൾ ജനിച്ചു എന്നുള്ളതാണ് അർത്ഥം. ജനിച്ചു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ലോട്ടറിയാണ് എന്നാണ് ഡോക്കിൻസ് പറയുന്നത്. ഡോക്കിൻസിൻ്റെ ഭാഷയും ഭാവനയുണ്ടല്ലോ, അതൊരു ശാസ്ത്രജ്ഞൻ്റേതല്ല എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അദ്ദേഹം ഒരു നോവൽ എഴുതിയാലും ഭയങ്കര ഹിറ്റായിരിക്കും. ആ ലാംഗ്വേജ് ഒന്ന് വായിച്ചു നോക്കുക. So we are going to die, that makes us lucky ones. And most people are never going to die because they are never going to be born. Certainly those unborn ghosts include greater poets than Keats, scientists greater than Newton. And we know this because the set of possible people and massively exceeds the set of actual people. അങ്ങനെ ജനിക്കാതെ പോയ ആൾക്കാരിൽ കീറ്റ്സിനേക്കാൾ എത്രയോ വലിയ കവികൾ ഉണ്ടായിരുന്നിരിക്കുക.
ന്യൂട്ടനേക്കാൾ എത്രയോ വലിയ സയൻറ്റിസ്റ്റുകൾ, യഥാർത്ഥ സയൻറ്റിസ്റ്റുകൾ ഒന്നും ജനിച്ചിട്ടേയില്ല എന്ന് നിങ്ങൾ കാണുന്നു. നിങ്ങൾക്കറിയാം 20,00,000 ചാൻസ് എങ്കിൽ എത്ര കോടിക്കണക്കിന് ഐൻസ്റ്റീൻമാർ ഉണ്ടാകേണ്ടിയിരുന്നിടത്താണ് നിങ്ങൾക്ക് ഒരൊറ്റ ഐൻസ്റ്റീനെ കിട്ടിയത് എന്ന് ആലോചിക്കുക. യു ആർ സിംപ്ലി ലക്കി ആൻഡ് പ്രിവിലേജ് ടു ബി അലൈവ് ആൻഡ് ബോൺ. ജനിച്ചതിലും ജീവിക്കുന്നതിലും പരമമായ ഭാഗ്യമായി കാണേണ്ടതുണ്ട്. മരിക്കുന്നത് പോലും അതിൻ്റെ ഒരു അവാർഡായി കണ്ടാണ്. ജനിച്ചാലെല്ലാം മരിക്കാൻ പറ്റും. ഇതാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇൻ ദ ടീത്ത് ഓഫ് ദീസ് സ്റ്റുപ്പിഫൈയിങ് ഓഡ്സ് ഇറ്റ്സ് യു ആൻഡ് ഐ ഇൻ അവർ ഓർഡിനറിനെസ് that are just I can read that are here. Okay, glare right. This is ലൈഫിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ ഇതാണ്. അതിൻ്റെ അവസാന ഭാഗത്ത് നിങ്ങൾ ഗോഡ് ഡെലീഷനകത്ത് കാണാം. ഇനി ഡോക്കിൻസ് ഗ്ലെയർ വരുന്നുണ്ട്, തിരിച്ചു. ഓൾഡ് ടെസ്റ്റമെന്റിന് ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് വളരെ സിവിയറാണ് ഡോക്കിൻസ്, വളരെ സിവിയർ. കാര്യം ദിസ് ഇസ് വൺ റിലീജിയൻ ഹി നോസ്. ഹി സേസ് ദ ഗോഡ് ഓഫ് ദ ഓൾഡ് ടെസ്റ്റമെന്റ് ഈസ് ആർഗ്യുബിളി the most unpleasant character in all fiction, jealous and proud of it, petty, unjust, unforgiving, control freak, a vindictive, bloodthirsty ethnic cleanser, a misogynistic, homophobic, racist, infanticidal, genocidal, filicidal, pestilential, megalomaniacal, sadomasochist and capriciously malevolent bully. ഇത് പലരും കാണാൻ പഠിക്കാറുണ്ട്, ഇങ്ങനെ നിങ്ങൾക്കും പഠിക്കാം. എന്താണ് ക്രിസ്ത്യാനിറ്റിയിലെ ദൈവത്തെക്കുറിച്ച് പറയുകയാണ്. ഇതെല്ലാത്തിനും മലയാളം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ് ജലസ്, അസൂയാലു ആണ്. ആൻഡ് ഈസ് ഓൾസോ പ്രൗഡ് ഓഫ് ബീയിങ് ജലസ്. പെറ്റി, വെറും ചീപ്പാണ്, വെറും ചീപ്പ്. അൺജസ്റ്റ്, നീതിമാനല്ലാത്ത. അൺഫോർഗിവിങ്, ഒരിക്കലും പൊറുക്കാത്ത. വിൻഡിക്റ്റീവ്, കാലുഷ്യമുള്ള അല്ലെങ്കിൽ വിഷം വഹിക്കുന്ന. ബ്ലഡ് തേഴ്സ്റ്റി, ചോര കണ്ടെങ്കിൽ മാത്രമേ അത് ഉള്ള സംഭവമാണ്. എത്തനിക് ക്ലെൻസർ, വംശീയമായിട്ടുള്ള ശുദ്ധീകരണം. ഇപ്പോൾ ജോഷുവ ജെറീക്കോ കീഴടക്കുമ്പോൾ പറയുന്നത് ഈ ജീവനുള്ള എല്ലാ വസ്തുക്കളെയും, ജീവനുള്ള ഒരു പുൽനാമ്പിനെ പോലും മൊത്തം തുടച്ചു നിൽക്കാനാണ്. എത്തനിക് ക്ലൻസിങ് തുടങ്ങിയത് ദൈവമാണ്. നമ്മളിത് മനുഷ്യരൊക്കെ ചെയ്യുന്ന ഒരു വംശത്തെയൊക്കെ തുടച്ചു നിൽക്കുന്ന പരിപാടി യഥാർത്ഥത്തിൽ ബിബ്ലിക്കൽ ഓറിയന്റേഷൻ നോക്കുമ്പോൾ ദൈവമാണ് ആദ്യത്തെ എത്തനിക്. ദൈവം ക്ലീൻ ചെയ്തോണം, വേറെ ആരും ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. എന്തിനേറെ പറയുന്നു, ഈ ഷിപ്പുണ്ടല്ലോ, നോഹയുടെ പെട്ടകം, എന്താണ് അതിൻ്റെ ഉത്തരം? എത്തനിക് ക്ലൻസിങ് ആണ്. തന്നെ വിശ്വസിക്കുന്നവരെ മാത്രം ശേഖരിച്ചുകൊണ്ട് ഒരു കപ്പലിൽ നിൽക്കുകയും ബാക്കിയുള്ള ജീവജാലങ്ങളെ, താൻ ഉണ്ടാക്കിയ ജീവജാലങ്ങളെ മുഴുവൻ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ. 41 ദിവസം ഒരു മഴ പെയ്ച്ചുകൊണ്ട് ഒരു കപ്പലുണ്ടാക്കിയിട്ട് ഭയങ്കര ബുദ്ധിയാണ് ആശാൻ. എല്ലാ ജീവജാലങ്ങളെയും നശിപ്പിക്കുകയാണ്, തനിക്ക് വേണ്ടി നിലകൊള്ളുന്നവരെ ഒഴികെ ബാക്കി എല്ലാവരെയും, ജീവജാലങ്ങളിലെ ഓരോ ജോഡികളെയും. എന്തൊരു മാനസികാവസ്ഥയാണ്! എല്ലാ ജീവനുകളെയും ആ ഹാർഡ് ഡിസ്കിൽ നിന്ന് മൊത്തം ഡിലീറ്റ് ചെയ്ത് കളയാണ്. വൈറസ്, വെള്ളം ഉണ്ടാക്കിക്കൊണ്ട്. അത് പുള്ളിക്ക് അത്രയും അറിയാം. അറിയിച്ച് വെള്ളം മിക്കവാറും ജീവികളുടെ ഒരു 70% കടൽ ജീവികളാണ്. ഈ കടൽ ജീവികൾ വെള്ളം കൂടിക്കഴിഞ്ഞാൽ അവരുടെ ഉത്സവമാണ്. കരജീവികളെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും അല്ലേ? ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത. കാര്യം ഈ ഭാഗവതത്തിലൊക്കെ പറയാറുണ്ട് ഇങ്ങനെ. ഭാഗവതത്തിലായാലും പഴയ എല്ലാ മത കഥകളിലും ഈ സർവനാശം വരുത്തുന്നത് ഒന്നിൽ തീ അല്ലെങ്കിൽ പ്രളയം. ഈ 2 ഐറ്റം അവർക്കറിയാം. വെള്ളം വന്ന് മൊത്തം നശിക്കുന്നു. ക്രിസ്ത്യാനിറ്റി ഇതാണെങ്കിൽ ഈ ഹാർഡ് ഡിസ്ക് എപ്പോഴും ഇങ്ങനെ ഫോർമാറ്റ് ചെയ്യുന്നത്. ആദ്യം ഇങ്ങനെ ഈ ഷിപ്പിലൂടെ, നോഹയുടെ പെട്ടകത്തിലൂടെ ഹാർഡ് ഡിസ്ക് ഫോർമാറ്റ് ചെയ്തു. അതിനുശേഷം പിന്നെ ഈ പാവങ്ങൾ ഇങ്ങനെ കൂടി വന്നു. ആദ്യ പാവം മറ്റേ ആപ്പിൾ തിന്നതിൻ്റെ സബർജല്ലിയോ, ആപ്പിൾ ഒരു സാധനം തിന്ന്, അങ്ങനെയായിരുന്നു ആദ്യ പാവം വന്നത്. അതിനുശേഷം കൂടി വന്നപ്പോഴാണ് ഈ പെട്ടകം വന്നത്. പിന്നെയും കൂടി വന്നപ്പോൾ ഒരു മനുഷ്യനെ അയക്കുന്നു. മനുഷ്യൻ പിതാവാണെന്ന് പറയുന്നു, ദൈവത്തിൻ്റെ മകനാണെന്ന് പറയുന്നു. അദ്ദേഹത്തെ കൊല്ലുന്നു. അദ്ദേഹത്തിൻ്റെ ചോരയിലൂടെ വീണ്ടും മനുഷ്യനെ ശുദ്ധീകരിക്കുന്നു. എന്തുവാടേ ഇതൊക്കെ ഒരാൾക്ക് ചിന്തിക്കാൻ കഴിയുന്നു എന്നൊക്കെ പറയുന്നതാണ്. ഇങ്ങനെ സ്വന്തം മകനെ ബലി കൊടുത്തുകൊണ്ട് ബാക്കിയുള്ളവരെ എല്ലാം കൂടെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കും. പാപത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുന്നുണ്ട്. കാര്യം അങ്ങനെ സാധനം ഇല്ലല്ലോ. ബാധ ഒഴിപ്പിക്കുന്നത് പോലെയാണ് കേട്ടോ. ബാധയെ ഒഴിപ്പിക്കാൻ പറ്റും. കാര്യം ബാധ എന്ന് പറയുന്ന സാധനം ഇല്ല. അതുകൊണ്ട് തന്നെ പാപത്തിൽ നിങ്ങളെ മോചിപ്പിക്കാൻ ഒരു പുരോഹിതന് സാധിക്കും. കാരണം നിങ്ങൾ പാപിയാണെന്ന് ചിന്തിക്കുന്നു. നിങ്ങളുടെ കടബാധ്യതയിൽ നിന്ന് ഒഴിപ്പിക്കാൻ പറ്റില്ല കേട്ടോ. പാപത്തിൽ നിന്ന് വേണേ മോചിപ്പിക്കാൻ. അങ്ങനെയാണ് പണ്ടത്തെ കാർഡിനലുകളെല്ലാം പാപമോചന സർട്ടിഫിക്കറ്റുകൾ എഴുതി കൊടുത്തോണ്ടിരുന്നത്. കടബാധ്യത എന്ന് പറഞ്ഞാൽ റിയലാണ്. Then the Bible is a terribly moral compass, and if you think about it, of course, you can cherry pick the verses that you like
which means the verses that happen to coincide with our modern secular consensus. But then you need to have a rationale for leaving out the ones that say stone people to death if they break the Sabbath, if they commit adultery. It is an appalling moral compass. I mean, Bible ഒക്കെ പറയുന്ന ഒരു moral compass ഉണ്ട്. അഡൾട്ടറി കമ്മിറ്റ് ചെയ്യുന്ന സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലണം, അല്ലെങ്കിൽ സബാത്ത് ശനിയാഴ്ചയാണ് ജൂതന്മാർക്ക്, വെള്ളിയാഴ്ച മുസ്ലിങ്ങൾക്ക്, സൺഡേ ക്രിസ്ത്യാനികൾ പിന്നീട് സൺഡേ ഫിക്സ് ചെയ്തു. ഈ ദിവസങ്ങളിൽ ദൈവം വിശ്രമിച്ച ദിവസമാണ്. 6 ദിവസം പണിഞ്ഞിട്ട് പുള്ളിക്ക് ആകെ തളർന്ന് പുള്ളി 7-ാം ദിവസം വിശ്രമിച്ചു. അപ്പം പുള്ളി വിശ്രമിച്ച ദിവസം നിങ്ങൾ പണിഞ്ഞാൽ ശരിയാവും ഇല്ല. അതുകൊണ്ടാണ് ആ ദിവസങ്ങളിൽ സബാത്ത് ദിവസത്തിൽ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ജൂതമത കൽപ്പന. അങ്ങനെ ചെയ്ത ഒരു വൃദ്ധനെ മോസസിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട്. അയാൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അയാളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് പറയുന്നത്. അയാളെ കല്ലെറിഞ്ഞ് കൊല്ലുകയും ചെയ്യുന്നുണ്ട്, കുട്ടികളും എല്ലാം കൂടെ ചേർന്നുണ്ട്. ബൈബിളിലുള്ള സാധനമാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു ദൈവം എന്തായിരിക്കും? താൻ വിശ്രമിച്ച ദിവസം വേറെ ആരും വിശ്രമിക്കരുത് എന്ന് പറയുന്നത്, തൻ്റെ ഹെയർ കട്ട് വേറെ ആരും അനുകരിക്കരുതെന്ന് പറയുന്ന കിങ് ജോങ് ഉന്നിനേക്കാൾ എത്രയോ ക്രൂരനാണ്. ഈ ഫാസിസം എന്ന് പറയുന്ന സാധനമൊന്നും, ഇതെല്ലാം ദൈവത്തിൻ്റെ ആണ്. നിങ്ങളിവിടെ കാണുന്ന എല്ലാ തിന്മകളും വംശീയ ശുദ്ധീകരണമായാലും, വംശീയ ഹത്യകളായാലും, പരമത നിന്ദയായാലും, പരമത കാലുഷ്യമാണെങ്കിലും, ഇതേ കണക്കുള്ള ഫാസിസം, എല്ലാം ഈ സംഗതി ഇദ്ദേഹം ഈ കഥാപാത്രമാണ്. ലോകത്തെ ഏറ്റവും വേസ്റ്റ് കഥാപാത്രമായിട്ടാണ് മതം മുന്നോട്ട് വെക്കുന്നത്. ഇത്രയധികം കാലുഷ്യവും വെറുപ്പും വമിക്കുന്ന വേറെ കഥാപാത്രങ്ങൾ ഷൈലോക്കങ്ങും ഒന്നുമല്ല. ജെറിക്കോല തന്നെ കണ്ടിട്ടില്ലേ? സ്വന്തം ജോഷുവ ജയിച്ചു കഴിഞ്ഞിട്ട് ചെല്ലുമ്പോൾ ആദ്യം കാണുന്ന ആരെയാണോ, എതിരെ വരുന്ന ആരെയാണോ അയാളെ ബലി കൊടുക്കാമെന്നുള്ള കരാറിലാണ് ജോഷുവ ചെല്ലുന്നത്. മകളാണ് എതിരെ വരുന്നത്, ജോഷുവ വെട്ടി. മകൾ അവളുടെ കന്യകത്വത്തെക്കുറിച്ച് വിലാപിക്കാനായിട്ട് ഒരു പർവ്വതത്തിലേക്ക് പോയി കുറേ ദിവസം ഉപവാസം അനുഷ്ഠിച്ചിട്ട് തിരിച്ചു വന്നിട്ട് ജോഷുവയുടെ മുന്നിൽ തല നീട്ടിക്കൊടുക്കുകയാണ്. അവളെ വെട്ടി എറിഞ്ഞുകൊണ്ട് കൊല്ലുകയാണ് ചെയ്യുന്നത്. സ്വന്തം പിതാവ് ദൈവവുമായിട്ടുള്ള പാക്ട്. ഇതേ കണക്കാണ് അബ്രഹാം സ്വന്തം മകനെ കൊണ്ടുപോകുമ്പോൾ, അയാളെ ബലി കൊടുക്കാനായിട്ട് പോകുമ്പോൾ എന്താണ്, അയാൾക്കൊരു വെളിപാടുണ്ടായിന്നാണ് പറയുന്നത്. അപ്പോൾ മകനെ വെച്ച് വെട്ടി കൊല്ലാനായിട്ട് ഒരുങ്ങുമ്പോൾ ദൈവം പറയുന്നു കൊല്ലണ്ട എന്ന് പറയുന്നു. അവിടെ മകനായതുകൊണ്ടാണ് എനിക്ക് ഒരു ഇളവ്, മറ്റേത് മകളായി പോയില്ലേ. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ മകനെ, നിങ്ങൾക്ക് ഏതെങ്കിലും മൂർത്തികളോ ഏതെങ്കിലും ശക്തികളോ ഏതെങ്കിലും വെളിപാട് കഥാപാത്രങ്ങളോ വന്ന് നിങ്ങളോട് പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങളുടെ മകനെ ഒരു മലയുടെ മുകളിലേക്ക് കഴുത്തറുത്ത് കൊല്ലാനായിട്ട് നിങ്ങൾ കൊണ്ടുപോകുമോ എന്നുള്ളൊരു ചോദ്യം ആധുനിക സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യനും, പെരുന്നാൾ ആഘോഷിക്കുന്ന മനുഷ്യൻ ചോദിക്കേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് അത് ചെയ്താൽ നിങ്ങൾ അത് അനുവദിക്കുമോ എന്നുള്ളതും അതിൻ്റെ കൂടെ ചോദിക്കാവുന്നതാണ്. ഈ 2 ചോദ്യത്തിന് ഉത്തരം നോ എന്നാണെങ്കിൽ എന്ത് പെരുന്നാളാണ് നിങ്ങൾ ആഘോഷിക്കുന്നത്? ബലി എന്ന് പറയുന്നത്, നിങ്ങൾ അത്ര വലിയ ബലിക്കാരാണെങ്കിൽ എന്താ ചെയ്യേണ്ടുന്നത്? അടുത്ത് നിൽക്കുന്നതിൻ്റെ കഴുത്തല്ല അറക്കേണ്ടുന്നത്, സ്വന്തം അറക്കടേ. അതാകുമ്പോൾ പിന്നെ വലിയ ശല്യമില്ലല്ലോ, ആത്മഹത്യയായിട്ട് കരുതാൻ അല്ലേ? നിങ്ങൾക്ക് കിട്ടാനാണല്ലോ സാധനം, നിങ്ങൾക്ക് എന്തോ ആനമുട്ട കിട്ടാനാണ് നിങ്ങൾ ചെയ്യുന്നത്. എന്തിനാണ് ഈ അടുത്ത് നിൽക്കുന്നവൻ്റെ അറക്കുന്നത്, അവൻ്റെ അവിടെ കീഴിൽ കൊണ്ടുവന്ന് പൊട്ടിക്കുന്നത്? ഇതങ്ങ് സ്വയം ചെയ്താൽ പോരെ? ഇവിടെ ഈ ജീവിതമാണല്ലോ പ്രശ്നം. ഇവരെല്ലാം പ്രശ്നം ഈ ജീവിതമാണ്. നമ്മുടെ പ്രശ്നം, നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ ഈ ജീവിതമാണ്. ഓരോ നിമിഷവും അനർഹമാണ്, അതുല്യമാണ്. ഒരു നിമിഷം 10 ദിവസം കൂടുതൽ കിട്ടുമെന്നുണ്ട്, ഒരു കീമോതെറാപ്പി കൊണ്ട് കിട്ടുമെന്നുണ്ട്, അത് ചെയ്യണം. ആരും ഒരൊറ്റ ഇന്നിങ്സേ ഉള്ളൂ പ്ലേ ചെയ്യാൻ. അത് സന്തോഷത്തോടെ അവസാന നിമിഷം വരെ സന്തോഷത്തോടെ ബാറ്റ് ചെയ്യാം. ഇവർക്ക് ഈ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു വെയിറ്റിംഗ് റൂമാണ്, ബസ് സ്റ്റോപ്പാണ്, പിന്നെ എന്തൊക്കെയാണ്. ഇത് സ്വയം ഇതൊക്കെ ചെയ്യുന്നതല്ലേ നല്ലത്? സ്വയം ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. മറ്റുള്ളവരെ എന്തിനാണ് അന്യൻ്റെ ജീവിതത്തിലേക്ക് കയറി ഇടപെടുന്നത്? മതവിശ്വാസി പറയുന്നുണ്ട്, ഇവിടെ നിരീശ്വരവാദം വന്നു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകും, മൊത്തം അങ്ങ് വ്യഭിചാരമാവും, മറ്റേതാവും മറിച്ചതാവും. ആസിഫ് ദർ ആർ നോ വ്യഭിചാരംസ് ഇൻ റിലീജിയസ് കൺട്രീസ്. ഈ വ്യഭിചാരം എന്ന് പറയുന്നതും കൊലയെന്ന് പറയുന്നതും കുറ്റകൃത്യം എന്ന് പറയുന്നതും കള്ളത്തരം എന്ന് പറയുന്നതും എല്ലാ സമൂഹങ്ങളിലും ഉണ്ട്. മതം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് തുടരും. പക്ഷെ മതം ഇപ്പോൾ ഉദാഹരണം കേരളത്തിലെ ജയിലുകളിൽ എത്ര നിരീശ്വരവാദികൾ, നിങ്ങളൊരു കണക്കെടുത്തേ, നിരീശ്വരവാദികളെന്ന് കൈവക്കാൻ. ആ പൂജപ്പുരയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും അവിടെ ആരാധനാലയങ്ങളുണ്ട്. ഇടയ്ക്ക് ഓരോരുത്തരെ കയറ്റിവിടും, പൂജാരിയെ കയറ്റിവിടും, ഇടയ്ക്ക് മുള്ളെ കയറ്റിവിടും, ഇടയ്ക്ക് മറ്റേ അച്ഛനെ കയറ്റിവിടും. കൊടും ക്രിമിനലുകളെല്ലാം അവിടെ. പിന്നെ ഈ മത കൺവേർഷൻ്റെ ഒക്കെ നല്ല, ഈ ക്രിമിനലുകളൊക്കെ പെട്ടെന്ന് മതം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, മനസ്സിലായി? അറിയാം, അവർ ആ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. 99.9999% കുറ്റവാളികളും മതവിശ്വാസികളാണ്.
അത് മതവിശ്വാസികളായതുകൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ കേരളത്തിൽ കൂടുതലും മതവിശ്വാസികളായതുകൊണ്ടാണ്. പക്ഷേ പിന്നെ മതം കൊണ്ട് കുറ്റം ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം പല അവിശ്വാസികളും കുറ്റങ്ങൾ ചെയ്യാറുണ്ട്, പല നിരീശ്വരവാദികളും ചതിക്കാറുണ്ട്, ഫ്രോഡുകളുണ്ട്. എനിക്കറിയാം, 7 വർഷത്തിനിടെ പലരെയും ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ പൊതുവിൽ അവർക്ക് ശരിക്കും ഡോക്ടറിനായിട്ടോ വിശ്വാസപരമായിട്ടോ അവരുടെ നിലപാടുപരമായിട്ടോ അവരുടെ സിദ്ധാന്തപരമായിട്ടോ ഇത്തരം മോശം പ്രവൃത്തികൾ ചെയ്യാനായിട്ടൊരു ന്യായീകരണം ഇല്ല എന്നുള്ളത്. ദർ ഇസ് നോ ഇൻസിനുവേഷൻ, ദർ ഇസ് നോ പ്രോംപ്റ്റിംഗ്. ഒരാളെ കൊല്ലാനോ ഒരാളെ ജാതിപരമായിട്ട് അധിക്ഷേപിക്കാനോ ഒരാളെ മതപരമായിട്ട് നിർമ്മാർജ്ജനം ചെയ്യാനോ ഒരാളെ മതപരമായിട്ട് അങ്ങനെ ഇതൊന്നും യാതൊരുവിധ ഒരു സാധനം ഇല്ലല്ലോ. ഉദാഹരണമായിട്ട് ഫിഡയാൻ ആക്ടിവിറ്റി ചെയ്യാം, സ്വയം ബോംബ് കെട്ടി മരിക്കാൻ ഒരു നിരീശ്വരവാദിക്ക് സാധിക്കില്ല. കാൻ യു ബിലീവ്? എങ്ങനെ സാധിക്കും? അവൻ്റെ ഏറ്റവും പ്രശ്നം അവൻ്റെ ജീവിതമാണ്, അവൻ്റെ കാര്യങ്ങളാണ്. അവനെങ്ങനെയാണ് സ്വയം നശിപ്പിച്ചിട്ട് വേറൊരാളെ, അവനങ്ങനെ ഒരു കഥയില്ലല്ലോ. പക്ഷെ അങ്ങനെ കഥയുള്ള ആൾക്കാരുണ്ടല്ലോ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അനുഷ്ഠിക്കുന്ന കാര്യങ്ങൾക്ക് കൂലി കിട്ടുമെന്ന് ചിന്തിക്കുന്ന ഒരാളും നീ ചത്ത നിനക്ക് പോയെന്ന് ചിന്തിക്കുന്ന ഒരു എത്തീസും തമ്മിൽ ഒരു വലിയ വലിയ വ്യത്യാസമില്ലേ? അന്യനെ ദ്രോഹിക്കുന്നതിനോ അന്യനെതിരെ എന്തെങ്കിലും ചെയ്യാനുള്ള യാതൊരു ഡോക്ടറിനൽ സപ്പോർട്ടോ അവിശ്വാസത്തിലില്ല, അല്ലെങ്കിൽ മതനിരപേക്ഷതയിലോ മതേതരത്വത്തിലോ മതവിരുദ്ധതയിലോ ഇല്ല. പക്ഷെ റിലീജിയനിൽ ഇതുണ്ട്, പല റിലീജിയനിലും ഉണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇവർ പലപ്പോഴും പറയുന്നത് ഈ മതം ഉള്ളത് കൊണ്ടാണ് നന്മകളും മറ്റു കാര്യങ്ങളും മൊറാലിറ്റിയും ഒക്കെ വരുന്നത്. ഒരിക്കലും അല്ല. നന്മകളുള്ളത് മനുഷ്യൻ നന്മകൾ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്, മൊറാലിറ്റി ഉള്ളത് മനുഷ്യൻ എസെൻഷ്യലി മോറൽ ആയതുകൊണ്ടാണ്. പലപ്പോൾ മതം പലപ്പോഴും അത് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇല്ലാത്ത ഒന്നും ഉണ്ടാക്കാൻ മതത്തിന് സാധിക്കില്ല, ഉള്ളത് നശിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യും. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ അസൂയുണ്ട്, നമ്മളുടെ സെക്സ് ഉണ്ട്, നമ്മളുടെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഈ സാധനങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം, ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയുടെ 7 ഡെഡ്ലി സിൻസ് എന്ന് പറയുന്ന സാധനമുണ്ട്, ആർത്തി, അസൂയ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. ഇതിനെതിരെ ക്രിസ്ത്യാനിറ്റി ഭയങ്കര സമരത്തിലാണെന്നാണ് പറയുന്നത്. ഇന്നേ വരെ ഏതെങ്കിലും ക്രിസ്ത്യാനിറ്റിക്ക് അത് കുറഞ്ഞിട്ടുണ്ടോ? കാരണം അത് ഉള്ളതാണ്, അത് പോവില്ല. അത് ഏത് ക്രിസ്ത്യാനിറ്റി വളർത്താലും പോവില്ല. എത്ര ലോഹം ഇട്ടാലും മറ്റേ സാധനം ഉണ്ടാവും, അതൊന്നും ഡിലീറ്റ് ആവത്തില്ല. വെറുതെ നിങ്ങൾ ലോഹം ഇട്ട് മറ്റേത് ഇട്ടിട്ട് മറ്റേതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് എന്തിനാ ഈ കാപട്യം? സുഖമായിട്ട് ജീവിച്ചൂടെ? ഇത്രയും വലിയൊരു അവസരം നശിപ്പിച്ചിട്ട് സ്വയം വിളക്ക് കുത്തി അണച്ചിട്ട് ആരെ കാണിക്കാനാണ്? നമ്മൾ അങ്ങനെ പറയുന്നില്ല. അതേസമയം ഒരു അവിശ്വാസിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. അതേസമയം he doesn't have a reason to do these kind of silly things. ഇനി പലരും പറയാണ്ട് ഞാൻ റേപ്പ് ചെയ്യുന്നില്ല. എന്താ കാര്യം? അത് റേപ്പ് ചെയ്യരുതെന്ന് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിലോ? ഇത് വല്ലാത്തൊരവസ്ഥയാണ് കേട്ടത്. ഞാൻ മോഷ്ടിക്കില്ല, കാര്യം മോഷ്ടിക്കരുത് എന്ന് ഞങ്ങളുടെ കമാൻഡ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഷ്ടിക്കാതിരിക്കാനായിട്ടൊരു പുസ്തകം വായിക്കേണ്ടി വരുന്നതിൻ്റെ അവസ്ഥ, റേപ്പ് ചെയ്യാതിരിക്കാനായിട്ടൊരു പുസ്തകം വായിക്കേണ്ടി വരുന്നതിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. വളരെ നിസ്സാരമായിട്ട് ഇപ്പോൾ ഈവൻ വന്യമൃഗങ്ങൾ പോലും പരസ്പരം കൊല്ലില്ല കേട്ടോ. അവ എന്നൊക്കെ പറഞ്ഞൊക്കെ മുരണ്ടിട്ട് അങ്ങ് പോകത്തേ ഉള്ളൂ. വളരെ എത്ര സിംഹങ്ങൾ വേറെ സിംഹങ്ങളെ കൊല്ലാറുണ്ട്. അവർക്ക് കമാൻഡ്മെൻ്റ് ഉണ്ടോ? ഡോണ്ട് കിൽ, ഫസ്റ്റ് കമാൻഡ്മെൻറ്റ്? ഇല്ല. ഒരേ സ്പീഷീസിലുള്ള ഏറ്റുമുട്ടി കൊല്ലാറുണ്ട്, പക്ഷേ അതിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. അതിൽ കൂടുതൽ മനുഷ്യൻ പരസ്പരം കൊല്ലാറുണ്ട്. മനുഷ്യന് മാത്രമായിരിക്കും ഒരുപക്ഷെ കൊല്ലാതിരിക്കാനായിട്ട് പുസ്തകം വായിക്കേണ്ട ആവശ്യം. റേപ്പ് ഇതെല്ലാം കാര്യങ്ങൾ ഈ പുസ്തകത്തിലൂടെ മാത്രമാണ് വരുന്നതെന്ന് പറയുന്നതിൻ്റെ അവസ്ഥ വളരെ കഷ്ടമാണ്. നിങ്ങളുടെ മൊറാലിറ്റി വരുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർ ആഹാരം കഴിക്കാതെ വരും. തിങ്കളാഴ്ച വ്രതം, ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു പാറക്കെട്ടിലേക്ക് പ്രീതിപ്പെടുത്താനായിട്ട് നിങ്ങൾ ഒരു ദിവസം, തിങ്കളാഴ്ച ദിവസം, ചന്ദ്രൻ്റെ ദിവസമാണ് തിങ്കളാഴ്ച, മൂൺ, മൺഡേ, ഇങ്ങനെ ദിവസം വന്നെന്ന് കഴിഞ്ഞാൽ എത്രയേ ഉള്ളൂ? 7 ദിവസം കഴിഞ്ഞാൽ 7 ഗ്രഹങ്ങളെയാണ് നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന 7 ഗ്രഹങ്ങൾ. സൂര്യൻ ഒരു ഗ്രഹം, ചന്ദ്രൻ, മൺഡേ, ചൊവ്വ, ബുധൻ, ബുധനാഴ്ച, വ്യാഴാഴ്ച, വെള്ളി, ശുക്രൻ, വെള്ളി നക്ഷത്രം, ശനി, ഞായർ, സൂര്യൻ. അങ്ങനെ 7 ദിവസം, 7 നക്ഷത്രങ്ങളെ നമ്മൾ കണ്ടോളൂ, 7 ഗ്രഹങ്ങളെ കണ്ടോളൂ. 7 ദിവസം ഉണ്ടാക്കി എത്ര ഉള്ളൂ? ഒരു ദിവസം പേര് കൊടുക്കുക, മൺഡേക്ക് മൺഡേ. എന്നിട്ട് മൺഡേ വ്രതം എടുക്കുമ്പോൾ അയാൾ അറിയും ഭർത്താവിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുക. എന്തുവാടേ? മൺഡേ വ്രതം നിർത്തി ഭർത്താവ് അടിച്ചു പോയി. കറക്റ്റായില്ലയോ? അല്ലെ, ഈ വിശ്വാസങ്ങളുടെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര സംഭവമാണ്. കാര്യം ഇത് ഒരിക്കലും പരാജയപ്പെടില്ല എന്നുള്ളതാണ്. ഒരെണ്ണമായിട്ട് കണക്ട് ചെയ്യുക. ഞാൻ അതിനെക്കുറിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതായത് ഈ മൊറാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മാനം കൊതിച്ചും ശിക്ഷ ഭയന്നും ഉണ്ടാകുന്ന ധാർമ്മികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപടമാണ്, വ്യാജമാണ്.
നിങ്ങളുടെ ധാർമ്മികത എന്ന് പറയുന്നത് വളരെ നൈസർഗികമായിട്ട് സ്പോണ്ടേനിയസ് ആയിട്ടുണ്ടാകണം. നിങ്ങൾ ഒരാളെ സഹായിക്കുന്നത് വേറൊന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണെങ്കിൽ അതിനെ സഹായം എന്ന് പറയാൻ പറ്റില്ല, അതിനെ കണക്കുകൂട്ടൽ എന്ന് മാത്രമേ പറയാൻ പറ്റൂ. കടം കൊടുക്കുന്നത് നമ്മൾ ഓരോന്ന് ചെയ്യുന്നതിന് ഓരോന്നുണ്ടല്ലോ. പിന്നെ ഇൻട്രസ്റ്റ്, പലിശ, ന്യായമായ പലിശ വാങ്ങിച്ചുകൊണ്ട് തന്നെ കടം കൊടുക്കുക. അല്ലെങ്കിൽ അതൊരു വലിയ ബാധ്യതയായി മാറും. ആരിൽ നിന്നും അങ്ങനെയൊന്നും പൈസ വാങ്ങിക്കില്ല. ആരിൽ നിന്ന് പൈസ വാങ്ങിച്ചാലും അയാൾക്ക് തരുന്ന ആൾക്കും ഹിതകരമായിട്ടുള്ള ഒരു സന്ധിയിലൂടെ, ഒരു കരാറിലൂടെ മാത്രമേ കാര്യങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുള്ളൂ. വെറുതെ ദാനം വാങ്ങിക്കുക, ദാനം വാങ്ങിക്കുക, കൈ നീട്ടി നിൽക്കുക, കൊടുക്കുക, സക്കാത്ത്, ഇതൊക്കെ വളരെ പ്രാചീനവും പ്രാകൃതമായ ഒരു മാനസികാവസ്ഥയാണ്. ഒരു സമത്വം ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തിൽ ഈ കൊടുക്കൽ, ഈ കൈ നീട്ടി നിൽക്കുന്നവനും വാരി വിതറുന്നവനും ഉണ്ടാവില്ല. സമ്പത്തിൻ്റെ ഈക്വലായിട്ടുള്ള അല്ലെങ്കിൽ സമത്വപരമായിട്ടുള്ള വിതരണം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനമാണ് ഈ സക്കാത്ത്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ എടുത്ത് ഒരാൾ ചരിച്ചു കൊടുക്കില്ലേ, ഊല്ലേ സോമാലിയൻ അഭയാർത്ഥികൾക്കെല്ലാം ഭക്ഷണപ്പൊതികൾ ഇട്ട് കൊടുക്കുന്ന പോലെ. അങ്ങനെ ഒരു സമൂഹമല്ല നമ്മൾ സ്വപ്നം കാണുന്നത്. കൊടുത്തും ഇരന്നും വാങ്ങി അങ്ങനെയല്ല പോകേണ്ടത്. ഇസ്ലാമോഫോബിയ, ഡോക്കിൻസ് ഇതിനകത്ത് വളരെ കൃത്യമായൊരു നിലപാടെടുക്കുന്നുണ്ട്. Islamophobia is one of the most dishonestly abused words in our current lexicon. It's a truly pathetic to respond to recent criticism by accusing your critics of phobia. നിങ്ങൾ ന്യായമായ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ഫോബിയാണ് എന്ന് പറയുന്നത് വളരെ പതറ്റിക് ആണ് എന്നാണ് ഡോക്കിൻസ് പറയുന്നത്. ഭയം എന്ന് പറഞ്ഞാൽ എന്താണ് സാധനം? നിങ്ങൾക്കൊരു വസ്തുവിനോടോ ഒരു സാധനത്തോടോ ഒരു സംഭവത്തോടോ ഭയം ഉണ്ടാകുന്നത് നിങ്ങളുടെ തീരുമാനമൊന്നുമല്ല. ഞാൻ നാളെ തൊട്ട് പാറ്റയെ ഭയന്ന് കളയാമെന്ന് തീരുമാനിച്ചിട്ടല്ല ലോകത്താരും പാറ്റയെ ഭയക്കുന്നത്. പാറ്റയെ നിങ്ങൾ ഭയന്ന് പോവുകയാണ്. എനിക്ക് ജിലേബിയോട് നല്ല കൊതി ഉണ്ടാക്കി കളയാം എന്നൊരു തീരുമാനത്തിലൂടെ അല്ല ജിലേബി വീരന്മാരെല്ലാം പോകുന്നത്. അവർക്ക് കൊതി ഉണ്ട്. അത് എവിടെ നിന്നാണ് വരുന്നത്? നിങ്ങളുടെ മസ്തിഷ്കം തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലിംബിക് സിസ്റ്റം, അതുപോലെ തന്നെ നിങ്ങളുടെ പോൺസ്, ബ്രെയിൻ സ്റ്റം, മെഡുല പോലെയുള്ള നിങ്ങളുടെ പ്രൈമറി ബ്രെയിനിൽ നിന്ന് വരുന്ന ചോദനകൾ, ഹിപ്പോതലാമസ് പോലെയുള്ള ഏരിയ, അവിടെ നിന്ന് വരുന്ന ഉദാഹരണമായിട്ട് വിശപ്പ്, ദാഹം, ദേഷ്യം, ഭയം, ക്രോധം, സെക്സ്, ഈ സാധനങ്ങൾ ഇതെല്ലാം തന്നെ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് വരുന്നതല്ല. നിങ്ങൾക്കൊരു പെൺകുട്ടിയോടോ ഒരു ആൺകുട്ടിയോടോ താല്പര്യം ഉണ്ടാകുന്നത് ആഹാ ഒരു ആൺകുട്ടി പോകുന്നു താല്പര്യപ്പെട്ട് കളയാം എന്നല്ല, ആകുകയാണ്. ചില നിങ്ങൾക്ക് ഇഷ്ടമല്ല. എന്താ കാര്യം? ഇഷ്ടമല്ല, നിങ്ങളല്ല തീരുമാനിച്ചത്. നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങളുണ്ടാകുന്ന നിങ്ങളുടെ പ്രൈമറി ബ്രെയിനിലും നിങ്ങളുടെ ലിംബിക് സിസ്റ്റത്തിലും ഉണ്ടാകുന്ന ഈ ചോദനകളെ പരുവപ്പെടുത്തി സ്കാൻ ചെയ്ത് എടുക്കലാണ് നിങ്ങളുടെ ഫ്രണ്ടൽ കോർട്ടക്സ് ചെയ്യുന്നത്. ഒരാൾ പോകുന്നു, അയാളോട് പെട്ടെന്ന് കയറി താല്പര്യം. സൽമാൻ ഖാനോട് ഒരു പെൺകുട്ടിക്ക് സ്നേഹം തോന്നുന്നു. പിറ്റേന്ന് തലശ്ശേരിയിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് അങ്ങ് സൽമാൻ ഖാൻ്റെ വീട്ടിൽ പോകാമെന്ന്. സൽമാൻ ഖാനോട് ഇഷ്ടം തോന്നുക എന്ന് പറയുന്നത് ഇഷ്ടം തോന്നി, അതിന് അവൾ കുറ്റക്കാരിയല്ല, അല്ല, ദാറ്റ്സ് സംതിങ് ഹാപ്പൻഡ്. പക്ഷെ നമ്മുടെ ഫ്രണ്ടൽ കോർട്ടക്സ് വെച്ച് നമ്മളതിനെ സ്കാൻ ചെയ്യുന്നു. സൽമാൻ ഖാനോട് ഇഷ്ടം ഒരു ആരാധന, അത് പുള്ളി കൂടെ പടം കാണുക, അത്ര തോന്നും. അല്ല, നേരെ അങ്ങ് പോവുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ദുരന്തമായി മാറും. നിങ്ങളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ദേഷ്യങ്ങളും ഭയങ്ങളും ഒക്കെ ഉണ്ടല്ലോ, നിങ്ങൾ എടുക്കുന്നതല്ല, മറിച്ച് അതിനെ സംസ്കരിച്ച് ഉപയോഗിക്കുക എന്നുള്ളത് നിങ്ങളുടെ നാഗരികതയിലെ ബാധ്യതയാണ്. ആ ബാധ്യത നിങ്ങൾ നിറവേറ്റണം. അതാണ് നാഗരികത എന്ന് പറയുന്ന സാധനം. അല്ലാതെ തോന്നുന്നതെല്ലാം ചെയ്യുക, തോന്നുന്നതെല്ലാം പറയുക എന്നുള്ളതല്ല. ഇപ്പോൾ ഇസ്ലാമോഫോബിയ, ഇസ്ലാമിനോട് ഭയം ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് അവരുടെ തീരുമാനമൊന്നുമല്ല. ഭയപ്പെടേണ്ട വസ്തുക്കളെ ഭയപ്പെട്ടു പോകും മനുഷ്യൻ, അത്രേ ഉള്ളൂ. അങ്ങനെ ഒരാൾ ഞാൻ ഇന്നാരെ അങ്ങ് ഭയന്ന് കളയാം, ഇന്നാരെ അങ്ങ് ഇഷ്ടപ്പെട്ട് കളയാം. ഇപ്പം നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാൾ തന്നെ, ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം, അയാൾ നിങ്ങളെ ഭയങ്കരമായിട്ട് ദ്രോഹിക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം, കാര്യം നിങ്ങൾക്ക് ആ ഭയങ്കര സൗന്ദര്യമൊക്കെ ആണെന്നാണ് നമ്മുടെ ഒരു ധാരണ. പണ്ടേ അങ്ങ് ഉണ്ടായതാണ്. നിങ്ങളെ അങ്ങ് ദ്രോഹിച്ച് കൊല്ലുക. എന്നാലും നമ്മൾ പറയും ഇയാൾ എന്തെങ്കിലും ഇത്ര ക്രൂരനായിട്ട് എന്നോട് പെരുമാറുന്നത്, പക്ഷേ ആള് സുന്ദരനാണ് കേട്ടോ. അത് പോവില്ല. അത് പോകുന്നത് എങ്ങനെയാണ്? അത് പോകുന്നത് ഇപ്പോൾ പാറ്റ എവിടെയുള്ള ഭയം, ഞാൻ പാറ്റാൻ എടുക്കുക. ഒരാൾ ഭയങ്കര പാറ്റയുടെ ഭയങ്കര ഇത്രയുണ്ട്, ആറടി ഭയങ്കര ആളാണ്. പാറ്റയെന്ന് കേൾക്കുമ്പോൾ അപ്പോഴേ പേടി. ചെടി എന്തുവേടെ നിങ്ങൾ ഇത്രയും കരുത്തുള്ള ആളാണ്, പാറ്റ ചെറിയൊരു ജീവിയാണ്, അതൊന്നും ചെയ്യില്ല, അതില്ലാതെ. ശരിയാണ്, എല്ലാം ശരിയാണ്, എല്ലാം ബോധ്യപ്പെട്ടു. പെട്ടെന്ന് ഒരു പാറ്റ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എത്ര അവൻ സമ്മതിക്കും, ഫ്രണ്ടൽ കോർട്ടക്സ് വെച്ച് എല്ലാം സമ്മതിക്കും. പക്ഷേ ഈ പാറ്റ എന്ന് പറയുന്ന സാധനം അവിടെ കയറിയതാണ്, അത് പോവില്ല അവിടെ. ഭയം എന്ന് പറയുന്ന തീരുമാനമല്ല, നിലപാടല്ല, മനഃപൂർവ്വമുള്ള നിലപാടല്ല ഭയം. അങ്ങനെ ഇസ്ലാമിനോട് ആർക്കെങ്കിലും ഭയം തോന്നുന്നുണ്ടെങ്കിൽ അതിന് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് ഡോക്കിൻസ് പറയുന്നത്. ഒരു വസ്തുവിനെയോ ഒരു പാമ്പായാലും വന്യമൃഗമായാലും, ഇപ്പോൾ പേപ്പട്ടി എല്ലാവരും ഭയക്കുന്നവരെ കുഴപ്പം, പാമ്പിനെ ഭയക്കുന്നവരെ കുഴപ്പം, സിംഹത്തെ ഭയക്കുന്നവരെ കുഴപ്പം. ഇതെന്ത് നിയമം? അത് ഇതാണ് ഡോക്കിൻസ് പച്ചയ്ക്ക് പറഞ്ഞ കാര്യം. പത്തറ്റിക് വേ ഓഫ് സപ്രസിങ് ക്രിറ്റിസിസം. ഇത് ഇവിടുത്തെ ഏറ്റവും വലിയ നമ്മുടെ നസീർ സാറൊക്കെ എപ്പോഴും പറയാവുന്ന ഒരു കാര്യം തന്നെയാണ് പറയുന്നത്. ഈസ് ഈവൻ വേഴ്സ് ദാൻ ദ ഇസ്ലാമിസ്റ്റ്
themselves are misguided by the liberals. ലിബറൽസിൽ ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഇവരിതിനെല്ലാം ന്യായീകരിച്ചുകൊണ്ട് ഇസ്ലാമിനെതിരെ വരുന്ന ന്യായമായ ക്രിറ്റിസിസത്തിൽ നിന്നും കൂടി ഇസ്ലാമിനെ ഇൻസുലേറ്റ് ചെയ്ത് നിർത്തുന്ന രീതിയിൽ ക്രിറ്റിസൈസ് ചെയ്യുന്നവരെ വിമർശിക്കുന്ന, അവരിൽ കുറ്റം കണ്ടെത്തുന്ന ലിബറലുകൾ. അവർ യഥാർത്ഥത്തിൽ രണ്ട് കുറ്റങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന്, ഇസ്ലാമിനെ പരിഷ്കരിക്കാൻ അനുവദിക്കുന്നില്ല. ഇതൊന്നും മതിയടേ അല്ലേ? ഇപ്പോൾ ഒരു അമ്മ മകൻ വളരെ മോശമായിട്ട് പെരുമാറുമ്പോൾ അമ്മ എന്ന് പറയാം, നീ അങ്ങനെയൊക്കെ ചെയ്തോടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഒരിക്കലും റീഫോംഡ് ആവില്ല. ഇവിടെ ലിബറൽസ് പലപ്പോഴും ലെഫ്റ്റ് ലിബറൽസ് എന്നൊക്കെ പറയുന്ന ഒരു ടീമുകൾ ചെയ്യുന്നത് ഇസ്ലാം എന്ത് ചെയ്യുന്നു അതിനെല്ലാം ന്യായീകരിക്കുക. ശരിയോ തെറ്റോ, ശരി ചെയ്യുമ്പോൾ നിങ്ങൾ പറയാം നല്ല ശരിയാണ്, തെറ്റ് ചെയ്യുമ്പോൾ തെറ്റെന്ന് പറയണ്ടേ? അല്ലെ പിന്നെ എങ്ങനെയാണ് അവർക്കൊരു ചാൻസ് ഓഫ് റീഫോർമേഷൻ ഉണ്ടാകുന്നത്? ഈ പല മതങ്ങളും കടന്നു പോയിട്ടുള്ള ഒരു നവീകരണത്തിൻ്റെ പാതയിലേക്ക് ഇസ്ലാമിനെ കൊണ്ടുവരിക എന്നുള്ളത് ആധുനിക മനുഷ്യ സമൂഹത്തിൻ്റെ ഒരു ബാധ്യത തന്നെയാണ്. അതിനെതിരെ നിൽക്കുന്നത് വലിയൊരു പ്രശ്നമാണ്. അതാണ് ഡോക്കിൻസ് പറയുന്നത്. ഡോക്കിൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഡോക്കിൻസിനെതിരെ ഇസ്ലാമിക ഫോബിക്കാണ്. അതാണ് സാം ഹാരിസ് ഇത് തന്നെ പറയുന്നത്. കാര്യം നോക്കുമ്പോൾ സംഗതി വളരെ വ്യക്തമാണല്ലോ. അതിനകത്ത് എന്താ ഭൂതക്കണ്ണായിട്ടൊന്നും ആവശ്യമില്ല കണ്ടുപിടിക്കാൻ. പിന്നെ ഇങ്ങനെ മാറി തിരിഞ്ഞ് പിടിക്കാനായിട്ട് അവരൊന്നും ഇലക്ഷൻ നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്. Then ഹാരിസ് തന്നെ പറഞ്ഞത്, യു കനോട്ട് എക്സ്പെക്ട് എ ജെയിൻ ടു സ്റ്റാർട്ട് എ സ്ലോട്ടർ ഹൗസ്. ചില പറയും യഥാർത്ഥ മതം ഇങ്ങനെയൊന്നും അല്ല, യഥാർത്ഥ മതം നല്ല മതമാണ്, ശുദ്ധ മതമാണ്, ഫണ്ടമെൻ്റലിസ്റ്റുകളാണ് കുഴപ്പം. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, ഹാരിസ് തന്നെ പറഞ്ഞുള്ള കാര്യം, ഫണ്ടമെൻ്റലിസ്റ്റ് ആവുക എന്നുള്ളൊരു പ്രശ്നമല്ല കേട്ടോ. ഉദാഹരണമായിട്ട് ഞാൻ ഒരു ഉദാഹരണമായിട്ട് പറയാം. ഈ അക്ഷരം എഴുതി പഠിക്കുന്ന ആൾക്കാരുണ്ട്, അക്ഷരശുദ്ധി, വാക്കുകൾ, അക്ഷരത്തിൻ്റെ മികവ്. ചില ആൾക്കാർ വളരെ അതിനകത്ത് കർക്കശമായിട്ട് ചെയ്യും. ചില അധ്യാപകരൊക്കെ ഉണ്ട്, ഭാഷാധ്യാപകർ, ഓരോ വാക്കെടുത്ത് ചെയ്യും. അവർ വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ മുറുകെ പിടിക്കുന്നവരാണ്. അവരങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഈ രാജ്യത്തൊരു കുഴപ്പമില്ല. ലോകത്തിറക്കുന്ന ഡോക്യുമെൻറ്റുകളും അവരെഴുതുന്ന ഡോക്യുമെൻറ്റുകളും മറ്റുള്ളവർ എഴുതുന്ന ഡോക്യുമെൻറ്റുകളും കറക്റ്റ് ആവാനായിട്ടുള്ള സാധ്യത വർദ്ധിക്കുന്നു, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഒരു അപകടം ഉണ്ടാകുന്നില്ല, ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നില്ല, ആരുടെയും ജീവിതം കലങ്ങുന്നില്ല. അവരുടെ മേഖലയിലെ ഫണ്ടമെൻ്റൽസിനോട് മുറുകെ പിടിച്ച് നിൽക്കുന്നത് കൊണ്ട് ലോകത്തിന് ഗുണമല്ലാതെ ദോഷമില്ല. ബിക്കോസ് ദെയർ ഫണ്ടമെൻ്റൽസ് ആർ റൈറ്റ്, ദെയർ ഫണ്ടമെൻ്റൽസ് ആർ കറക്റ്റ്. ആൻഡ് ഫണ്ടമെൻ്റലിസം ഈസ് റൈറ്റ് ഇഫ് ദ ഫണ്ടമെൻ്റൽസ് ആർ റൈറ്റ്. Fundamentalism is wrong and dangerous only when the fundamentals are wrong and dangerous. ഏതെങ്കിലും ഒരു മതത്തിലെ മൗലികവാദികൾ അപകടകരമാകുന്നത് എന്തുകൊണ്ടാണ്? ആ മതത്തിൻ്റെ അടിസ്ഥാനം അപകടകരമാകുന്നത് കൊണ്ടാണ്. സ്വർഗസമാനമായ ഒരു സിദ്ധാന്തമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങളെല്ലാം മൗലികവാദികളാകൂ, ഫണ്ടമെൻ്റലിസ്റ്റുകളാകൂ. യു കോൾ മീ ആൻ എത്തീസ്റ്റ് ഫണ്ടമെൻ്റലിസ്റ്റ്, ഐ വിൽ ബി ഹാപ്പി. ഒരു നിരീശ്വരവാദിയായിട്ടുള്ള ഫണ്ടമെൻ്റലിസ്റ്റ് എന്ന് ആരെങ്കിലും എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ വളരെ സന്തോഷം. എന്താണ് നിരീശ്വരവാദം പറയുന്നത്? നമ്മളെല്ലാം ഒന്നാണ്, ബാക്ടീരിയയിൽ നിന്ന് വരുന്നു, ജാതി മത വർണ്ണ നിറഭേദങ്ങൾ രാജ്യഭേദങ്ങളൊക്കെ അസംബന്ധങ്ങളാണ്, മനുഷ്യന് തമ്മിലാണ് ബന്ധപ്പെടേണ്ടത്, ജീവിതം എന്ന് പറയുന്നത് ഒരു അനർഘമായിട്ടുള്ള അവസരമാണ്. എന്തെല്ലാം സമ്മോഹനമായിട്ടുള്ള ശാസ്ത്ര തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുക, യുക്തിയുടെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കുക, അവരനെ അംഗീകരിക്കുക, സ്നേഹിക്കുക. ഇതൊക്കെയാണ് എത്തീസത്തിൻ്റെ ഫണ്ടമെൻ്റൽസ് എന്ന് പറയുന്നത്. സോ ഒരു എത്തീസ് ഫണ്ടമെൻ്റലിസം നിങ്ങൾ എന്നെ വിളിച്ചോളൂ, കുഴപ്പമില്ല. കാരണം എത്രയധികം എത്തീസ് ഫണ്ടമെൻ്റലിസം എന്നിൽ കൂടുന്നോ അത്രയധികം നല്ലതായിരിക്കും എനിക്കും സമൂഹത്തിൽ. അതുകൊണ്ടാണ് സാം ഹാരിസ് പറയുന്നത്, ഒരു ജൈന മതത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ എത്രമാത്രം ഫണ്ടമെൻ്റലിസ്റ്റ് ആകുന്നോ അത്രമാത്രം സമൂഹത്തിന് അയാളെ കൊണ്ടുള്ള ശല്യം കുറയുകയാണ് ചെയ്യുന്നത്. കാര്യം അവർ ഈ വേംസിനെ അല്ലെന്നുണ്ടെങ്കിൽ മൈക്രോബ്സ് ഒന്നും അകത്ത് പോകാതിരിക്കാനായിട്ട് മുഖം മൂടിയൊക്കെ നടക്കുന്നവരാണ്. മുഖം മൂടി അതിനെ ചവിട്ടുമ്പോൾ തന്നെ ഒരു ഉറുമ്പ് പോലും മരിക്കരുതേ, അത്ര വലിയ അഹിംസാവാദികളാണ് ജൈനിസ്റ്റ്. ഒരിക്കലും ഒരു ജൈനിസ്റ്റ് ഫണ്ടമെൻ്റലിസ്റ്റ് ആയിക്കഴിഞ്ഞാൽ അയാൾ ഒരു ഇറച്ചിക്കട നടത്തുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഒരു ജൈനും ഇന്ത്യയിലോ ലോകത്തെങ്ങും ഒരു ഇറച്ചിക്കട നടത്തുന്നുണ്ടാവില്ല എന്നാണ് സാം ഹാരിസ് പറയുന്നത്. അപ്പോൾ ഫണ്ടമെൻ്റലിസം റോങ് ആവാൻ കാരണം ഫണ്ടമെൻ്റൽസ് റോങ് ആയതുകൊണ്ടാണ്. In the poetry of science, science is eradicated smallpox and can immunize against most previously deadly viruses and can kill most previously deadly bacteria. Theology has done nothing but talk of pestilences as the wages of sin. Science ഇതെല്ലാം റിമൂവ് ചെയ്തു. സ്മോൾ പോക്സ്, പെസ്റ്റിലൻസസ്, വൈറസസിനെതിരെ പ്രതിരോധം കൊണ്ടുവരുന്നു. പക്ഷെ മതം ചെയ്യുന്നതാകട്ടെ they are talk of pestilences as the wages of sin. അവർ പറയുന്നത് പകർച്ചവ്യാധികൾ പാപത്തിൻ്റെ ശമ്പളമാണ് എന്നുള്ളത് മാത്രമാണ്. പക്ഷെ സയൻസ് അങ്ങനെയല്ല ചെയ്യുന്നത്. അതാണ് ദ പവർ ഓഫ് സയൻസ് ആൻഡ് ദ പോയട്രി ഓഫ് റിയാലിറ്റി. The scientific world view is so much more exciting, more poetic, more filled with a sheer wonder than anything in the poverty-stricken arsenals of the religious imagination. ശാസ്ത്രത്തിന് മുന്നോട്ട് വെക്കാൻ കഴിയുന്ന
യാഥാർത്ഥ്യങ്ങൾ, സങ്കല്പങ്ങൾ ഒരു മതത്തിനും ഒരിക്കലും മുന്നോട്ട് വെക്കാൻ കഴിയാത്തവയാണ്, അല്ലെങ്കിൽ സ്വപ്നം കാണാൻ പോലും കഴിയുന്ന എത്ര മികച്ചവയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. സയൻസിൻ്റെ ഒരു വലിയ ആരാധകനാണ്. ഇനി മതം വികാരം എന്തുകൊണ്ടാണ് വ്രണപ്പെടുന്നത് എന്നുള്ള എൻ്റെ ഒരു ആപ്ഷനാണ് ഞാൻ പറഞ്ഞത്. അത് വ്രണപ്പെടാൻ കാര്യം അതൊരു വൂണ്ടാണ്. ഒരു വൂണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രാതീത കാലം ഒന്നുമില്ല, ഒരു 5,000 6,000 വർഷത്തിന് മുമ്പ് മനുഷ്യൻ്റെ മനസ്സാക്ഷിയിലുണ്ടായ അല്ലെങ്കിൽ അവൻ്റെ ബോധമണ്ഡലത്തിലുണ്ടായിട്ടുള്ള ഒരു മുറിവാണ്, ഒരു വ്രണമാണ്. ആ വ്രണത്തിനൊരു ഗുണമുണ്ട്, അതിന് ചുറ്റും ഇങ്ങനെയൊക്കെ തടവിക്കൊണ്ട് നല്ല സുഖമാണ്. നല്ല സുഖമാണ്. മാത്രമല്ല കാറ്റ്, ചൂട്, തണുപ്പ്, ഇങ്ങനെ ഭയങ്കര സാധനങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പല്ല് പിടിക്കുമല്ലോ, മാറ്റിപ്പിടിക്കും. ബിക്കോസ് ദേ ആർ ആക്ച്വലി ഹാവിങ് എ വാക്സൺ ഹെഡ്. ഇഫ് യു ആർ ഹാവിങ് എ വാക്സൺ ഹെഡ് യു കനോട്ട് വാക്ക് ഇൻ സൺ. ഒരു മെഴുകു തലയുണ്ടെങ്കിലുണ്ടല്ലോ നിങ്ങൾ സൂര്യപ്രകാശത്തിൽ നടക്കില്ല. യുക്തിയുടെ ഒരു ചെറിയ പ്രകാശം പോലും താങ്ങാനുള്ള ശേഷി വിശ്വാസങ്ങൾക്കില്ല. അതുകൊണ്ടാണ് അവർ ഇത്ര അസ്വസ്ഥരാകുന്നത്. ഇപ്പോൾ പുതിയ പുതിയ നമ്പറുകളുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു. അതാണ് കണ്ടില്ലോ, മലയാളി പെന്തക്കോസ് ഫ്രീ തിങ്കേഴ്സ് തെലുങ്കാന കൺവെൻഷൻ, ജസ്റ്റ് ഫോർ എ ഹൊറർ. ഈ പേരും ഈ അടുത്ത കണ്ടത് എന്തെല്ലാം രീതിയിലാണ് മനുഷ്യന്. ഫ്രീ തിങ്കേഴ്സ് പെന്തക്കോസ്. യു ആർ ബീങ് എ പെന്തക്കോസ് ആൻഡ് എ ഫ്രീ തിങ്കർ അറ്റ് ദ സെയിം ടൈം. ഞാൻ ഈ അടുത്ത പണ്ട് കോഴിക്കോട് വന്നൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അന്ധവിശ്വാസ നിർമ്മാർജ്ജന യോഗം, മനസ്സിലായല്ലോ, ഭയങ്കര ഫ്ലെക്സ് വെച്ചിരിക്കുന്നത് 4 വർഷത്തിന് മുമ്പാണ്. അപ്പോൾ ഞാൻ നോക്കിയിട്ട് കൊള്ളാമല്ലേ ഈ കോഴിക്കോടൊക്കെ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ഭയങ്കര സയൻറ്റിഫിക്കൊക്കെ ആയിട്ട് ഞങ്ങളിവിടെ വീണ്ടും ഫ്ലെക്സുകൾ. എടാ ഇത് ആരോ വല്ല പരിഷത്തുകാരോ യുക്തിവാദി സംഘക്കാരോ അവർക്കൊന്നും ഇത്രയും കപ്പാസിറ്റി ഇല്ലല്ലോ ഇത്രയും ഫ്ലെക്സുകളൊന്നും വെക്കാൻ. ചെറിയ നോട്ടീസൊക്കെ ഇങ്ങനെയൊക്കെയുള്ള സംഭവം നോക്കിയപ്പോൾ എൻ്റെ സംശയം ശരിയാ, ഇത് അവരൊന്നും വെച്ചല്ല, ഇത് വെച്ചിരിക്കുന്നത് അറിയോ, അതിൻ്റെ അടിയിൽ എന്തോ ഒരു മുജാഹിദ് ഏതാണ്ട് ഒരു സാധനം വെച്ചിരിക്കുന്നത്. അന്ധവിശ്വാസ വിരുദ്ധ സമ്മേളനം. എന്തോ അന്ധവിശ്വാസം അറിയോ, ഇവർക്കെതിരെ വേറെ ഗ്രൂപ്പുകളുണ്ട്. അവന്മാർ ചെയ്യുന്നല്ല ഇവന്മാർക്ക് അന്ധവിശ്വാസമാണ്. മനസ്സിലായി? ലൈക്ക് ജിന്നുമായി എങ്ങനെ നമ്മൾ സംസാരിക്കണം, അവിടെ പോയിരുന്ന് കരയണോ ചിരിക്കണോ. ഇവരുടെ പറയും ചിരിക്കുന്നത് അന്ധവിശ്വാസം. ഭയങ്കര രസമാണ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ. അന്യൻ്റെ വിശ്വാസം അതാണ് അന്ധവിശ്വാസം, അപരൻ്റെ വിശ്വാസം. ഇനി ഇതിലൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മൾ ചർച്ചയിലേക്ക് വരാം. എന്താണ് ഈ നാസ്തികത പറയേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കും. നാസ്തികത പറയേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഞാൻ പറഞ്ഞു, നാസ്തികത പറയുന്നത് തന്നെ മതമുള്ളത് കൊണ്ടും മതവിശ്വാസം ഉള്ളതുകൊണ്ടും അശാസ്ത്രീയവും അയുക്തിപരമായിട്ടുള്ള ചിന്താധാരയ്ക്ക് പ്രാബല്യം ഉള്ളതുകൊണ്ടാണ് ഇത് പറയേണ്ടി വരുന്നത്. അല്ലാതെ ഇത് പറയേണ്ട കാര്യമില്ല. എനിക്കിവിടെ ഇത് വന്ന് ഇത് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കും പറയേണ്ട കാര്യമില്ല, ആർക്കും പറയേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഗാർഹിക പീഡനത്തെ പിന്തുണച്ച 69% മലയാളി വീട്ടമ്മമാർ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വന്ന ന്യൂസാണ്. എന്തുകൊണ്ടാണ് സ്ത്രീകൾ തങ്ങളെ പുരുഷന്മാർ 2 തന്നാലും കുഴപ്പമില്ല എന്ന് മാത്രമല്ല തരണം എന്നാഗ്രഹിക്കുന്ന ചെയ്യുന്ന രീതിയിലേക്ക് കേരളം പോലെയുള്ള ഒരു സമൂഹം മാറുന്നത്? എവിടെ നിന്നായിരിക്കും ഈ ധാരണ വരുന്നത്? പല കാരണങ്ങളുണ്ടാകാം. ഞാൻ പറയുന്നത് there could be many reasons behind that, but one of the principal reason is religion. മതം എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ സെമിത്തേരിയാണ്. സ്ത്രീകൾക്ക് അനുകൂലമായ ഒരു മതവുമില്ല. അനുകൂലമായിട്ടില്ല എന്ന് മാത്രമല്ല, എല്ലാം പ്രതികൂലമാണ്. ഏറ്റവും കൂടുതൽ പ്രതികൂലം ഏത് എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് മത്സരം. ലിംഗസമത്വം എന്നൊരു ആശയം നിങ്ങളൊരു നാസ്തികൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് വെക്കാൻ കഴിയുമെന്ന് ഞാൻ പച്ചയ്ക്ക് ചോദിക്കുകയാണ്. സാധിക്കും. നിങ്ങളൊരു അന്ധവിശ്വാസിയായിരിക്കെ തന്നെ പല ക്രിസ്ത്യാനികളും ഇപ്പോൾ യൂറോപ്യൻ സമൂഹങ്ങളിലായാലും കേരളത്തിലൊക്കെ ലിംഗസമത്വത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുകയും വിശ്വാസിയായിരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതെങ്ങനെ സാധിക്കും? നിങ്ങളുടെ മതം ലിംഗസമത്വം അംഗീകരിക്കുന്നില്ല. ഏത് മതമായാലും സ്ത്രീക്കും പുരുഷനും തുല്യ അവസരങ്ങളും തുല്യ അവകാശങ്ങളും അധികാരങ്ങളും ഉണ്ടാവണമെന്ന് പറയുന്ന ഒരു മതവും ഈ ലോകത്തില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് വിശ്വാസിയായിരുന്നുകൊണ്ട് നിങ്ങൾ ലിംഗസമത്വത്തിന് വേണ്ടി വാദിക്കുന്നത്? ഹൗ കാൻ യു ബി എ ഫെമിനിസ്റ്റ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ബി എ ബിലീവർ? ഇറ്റ്സ് ഇമ്പോസിബിൾ. പലരും അങ്ങനെ ആകുന്നുണ്ട്. അവിടെ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ അവരുടെ യുക്തി അവർ ഇക്കാര്യത്തിൽ പ്രയോഗിക്കുകയും മറ്റേ കാര്യത്തിൽ പ്രയോഗിക്കാതിരിക്കുകയും ചെയ്യുന്നു. ഇരട്ടത്താപ്പ്. ഇനി മതേതരവാദിയാകണം നിങ്ങൾക്ക്, മതേതരവാദം വർഗീയതക്കെതിരെ എത്തിസ്റ്റ് ആയേ പറ്റൂ, യാതൊരു സംശയമില്ല അതിനകത്ത്. അപ്പോൾ ചോദിക്കും ഇവിടെ ഓരോരോ ഉണ്ണിമാരും പോറ്റിമാരും ഒക്കെ ഇങ്ങനെ മതേതരവാദികളായിട്ട് നടക്കുന്നു, അവർ ഭയങ്കര വിശ്വാസികളാണല്ലോ. ഇരട്ടത്താപ്പാ. കാരണം എന്താ? നിങ്ങളൊരു മതത്തിൽ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ മതം മികച്ചതായതുകൊണ്ടല്ലേ? അല്ലെ നിങ്ങൾ മതം മാറില്ലേ? നിങ്ങൾ ജയിലിൽ തന്നെ കിടക്കുമോ? ഇല്ലല്ലോ.
നിങ്ങളുടെ മതം മറ്റു മതങ്ങളെക്കാൾ മെച്ചമാണെന്നും അതിൻ്റെ ആശയങ്ങൾ കുറെ കൂടെ ഭദ്രമാണെന്നും മികച്ചതാണെന്നും നിങ്ങൾ കരുതുന്നത് കൊണ്ടും അതിന് മേന്മയുണ്ടെന്ന് നിങ്ങൾ ധരിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ മതത്തിൽ നിങ്ങൾ തുടരുന്നത്. നിങ്ങൾ തന്നെ ഞാൻ മതേതരവാദിയാണ്, മതത്തിന് ഇതരമായി ചിന്തിക്കുന്ന ഒരാളാണെന്ന് പറയുന്നത് എത്ര വലിയ അബദ്ധമാണ്. നിങ്ങൾക്ക് അങ്ങനെ പറയാം, ആ പറയുന്ന കേൾക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. അത് ഗാന്ധിയുടെ അവസ്ഥ വരും. ഗാന്ധിയുടെ ഇത്രയും ലോകം കണ്ടതിൽ ഏറ്റവും സത്യസന്ധനായ മനുഷ്യന്മാരിൽ ഒരാളായിരുന്നു ഗാന്ധി. ഗാന്ധിയുടെ ആശയങ്ങളുടെ കരുത്ത് ചോർന്നു പോകുന്നത് ഒരു വിശ്വാസിയായിരുന്നുകൊണ്ട് ഒരു വിശ്വാസിക്ക് താങ്ങാൻ കഴിയാത്ത ആശയങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചു എന്നുള്ളത്. എങ്ങനെയാണ് ഒരു വിശ്വാസിക്ക് മതേതരവാദിയാകാൻ കഴിയുക? ഒരു വിശ്വാസിക്ക് പരമാവധി ചെയ്യാൻ കഴിയുന്നത് ബഹുമത പ്രീണനം മാത്രമേ സാധിക്കുള്ളൂ. മതേതരത്വം അവന് സാധിക്കില്ല. പക്ഷേ ബഹുമത പ്രീണനമാണ് മതേതരത്വം എന്ന് വരുത്തി തീർത്തുകൊണ്ട് ആളുകൾ മുന്നോട്ട് പോവുകയാണ്. ഇതരമാണ്. മധ്യേതരം എന്ന് പറഞ്ഞാൽ എല്ലാ ഐറ്റം പോയി അടിക്കുക എന്നല്ല അർത്ഥം, ആണോ? മധ്യേതരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പോയി കുറച്ച് അടിക്കുക. ഇല്ല. അക്രമരാഹിത്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈ രണ്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു പ്രശ്നം, ആർക്കും ഒരു പരാതിയില്ല, ആണോ? അങ്ങനെയല്ലല്ലോ. ഇതരം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരുപാട് ഇങ്ങനെ കാണ്ടം പോലെ ആള് എന്ത് പച്ചയായ കാര്യങ്ങൾ മുന്നിൽ ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ അതിന് നേരെ കാർക്കി ചൂപ്പിക്കേണ്ട കാര്യം ഉണ്ടോ? മതേതരം എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഗാന്ധി പറഞ്ഞത് മതേതരത്വം അല്ല, ഗാന്ധി ചെയ്തുള്ള ബഹുമത പ്രീണനമാണ്. എല്ലാവരും പ്രീണിച്ചില്ലേ? ശിവമണി കണക്ക് അതിനകത്തൊരു അടിയടി ഇതിനകത്തൊരടി എല്ലാം അടിച്ചടിച്ചടിച്ചു. എല്ലാ മതങ്ങളും ഉണ്ടാകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മതേതരത്വമാണ്. ഒരുപാട് ഇറച്ചിക്കടകൾ തുടങ്ങിക്കഴിഞ്ഞാൽ അതെല്ലാം അങ്ങ് പച്ചക്കറി കടകളായി മാറും. എങ്ങനെയാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ ചോദിച്ചത്. ഗാന്ധിജി അന്ധവിശ്വാസിയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ചികിത്സ നിഷേധിച്ചു. അദ്ദേഹത്തിന് ആട്ടുംപാൽ കുടിക്കണമായിരുന്നു. അദ്ദേഹത്തിന് അതുകൊണ്ട് പശുവിനെ പാല് കുടിക്കുന്നത് കാര്യം പശുവിനെ പീഡിപ്പിക്കലാണ്. ഈ പിഴിയുക എന്ന് പറഞ്ഞാൽ പശുവിനെതിരെയുള്ള പീഡനമാണെന്നാണ് ഗാന്ധിജി പറഞ്ഞത്. അപ്പോൾ ആട്ടുംപാൽ എങ്ങനെ വരുന്നതെന്ന് ഗാന്ധിജിക്ക് അറിയാമായിരുന്നു എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മക്കളും ഭാര്യയും പശുവും പാല് കുടിക്കുന്നില്ല. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് മരുന്നിനെതിരെയുള്ള ആൻറ്റിബയോട്ടിക്സ് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് നിഷേധിക്കുന്നു. അവർ മരിക്കുന്നു, കോംപ്ലിക്കേഷൻ വരുന്നു. സർജറി അദ്ദേഹം ആർക്കും അനുവദിക്കുന്നില്ല. അദ്ദേഹം സ്വന്തം കാര്യത്തിൽ സർജറി നടത്തുകയും ചെയ്തു. ഇംഗ്ലീഷ് മരുന്നിനെതിരെയും സർജറിക്കെതിരെയും നിന്ന ഗാന്ധിജി രണ്ടും സ്വന്തം കാര്യത്തിൽ ഉപയോഗിക്കുന്നു. ഇതൊക്കെ ഇദ്ദേഹത്തെ കൊണ്ട് ചെയ്യിക്കുന്ന എന്താണ്? ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള അന്ധവിശ്വാസപരമായിട്ടുള്ള പ്രവണതകൾ. ഞാൻ പറഞ്ഞില്ലയോ, പുരോഗമന ആശയങ്ങൾ തലയിലേറ്റണമെങ്കിൽ അതിന് ഏറ്റവും നല്ല വഴിയെന്ന് പറഞ്ഞാൽ മതേതരമായ മതവിരുദ്ധമായ യുക്തിസഹമായ ഒരു നിലപാടിലേക്ക് എത്തിച്ചേരുകയാണെന്നുള്ള അതിന് ഏറ്റവും വലിയ സഹായകരമായ ഒരു നിലപാടാണ് നാസ്തികത. ഇഫ് യു ആർ ആൻ എത്തീസ്റ്റ് ഇറ്റ്സ് വെരി ഈസി ടു ബിക്കം എ സെക്കുലർ പേഴ്സൺ. വെരി ഈസി. ആകണമെന്നൊന്നുമില്ല കേട്ടോ. ഒരു വംശീയ വിരോധി അല്ലെങ്കിൽ വംശീയ ബോധമുള്ള ഒരാൾ ആണെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് അതിൽ നിന്ന് മോചനം നേടാനുള്ള ഏറ്റവും വലിയ വഴി ഒരു നാസ്തികനാകുക എന്നുള്ളതാണ്. നാസ്തികനാകുമ്പോൾ തന്നെ ഈ സാധനം പോകും. കാര്യം ഒന്ന് വന്നെങ്കിലേ മറ്റേ ശരിയാവും. എന്നാൽ ചോദിക്കും, നാസ്തികരായിട്ടുള്ള ഒരു വംശീയവാദികളില്ലേ? ഉണ്ടാകാം. പക്ഷേ നാസ്തികത എന്ന് പറയുന്നത് ജാതിമത ബോധങ്ങൾ, വംശീയ ബോധങ്ങൾ, ലിംഗവിരുദ്ധമായിട്ടുള്ള ലിംഗസമത്തിനെതിരായിട്ടുള്ള കാര്യങ്ങൾ, അശാസ്ത്രീയമായ കാര്യങ്ങൾ, യുക്തിരഹിതമായ കാര്യങ്ങൾ, ഇതിനെതിരെ എല്ലാം പുരോഗമിക്കാനുള്ള മനുഷ്യൻ്റെ സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒരു നിലപാടാണ്. അതുകൊണ്ടാണ് നാസ്തികതയെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നത്. അങ്ങനെ ഒരു നാസ്തികരെല്ലാം നല്ലവരാണെന്നോ നല്ലവരായിക്കൊള്ളണമെന്നോ ഇല്ല. പക്ഷേ ഇതൊരു വലിയ സാധ്യതയാണ്. നിങ്ങൾക്ക് ഒരു നാസ്തികനായ ഒരാൾക്ക് അയാളുടെ ജാതിബോധം കുറയേണ്ടതാണ്. അയാളുടെ വംശീയ ബോധം കുറയേണ്ടതാണ്. വേരിൻ്റെ വണ്ണം. എല്ലാവരും ആഫ്രിക്കക്കാരാണെന്ന്, നമ്മളെല്ലാം ആഫ്രിക്കയിൽ നിന്ന് വരുന്നു എന്ന് മനസ്സിലാക്കുന്ന ഒരാൾക്ക് സ്വന്തം വംശത്തിന് വേണ്ടി മറ്റൊരു വംശത്തിനെതിരെ ഹത്യ നടത്താൻ പറ്റുമോ എന്നുള്ള സംശയമുണ്ട്. അതൊരു സാധ്യതയാണ്. ഇറ്റ്സ് എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി to become a human being, a better human being. That's why I talk about atheism. അതെല്ലാത്തിലും ബാധകമാണ്. നമ്മളുടെ സമൂഹത്തിൽ അത് ആവശ്യമാണ്. നമ്മൾ ഈ നാസ്തിക അനന്തര ആകുലത എന്ന് പറയുന്നത് മോഡേൺ സൊസൈറ്റിയിലെ അല്ലെങ്കിൽ ഡെവലപ്ഡ് സൊസൈറ്റിയിൽ അതിനുള്ള സമയമായിട്ടില്ല. നമുക്ക് കുറച്ചുകൂടി ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മതത്തിൽ നിന്ന് മോചിതമാകുക എന്ന് പറയുന്നത് തന്നെ ഒരു അബ്നോർമൽ തിങ് ആയി നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ നാസ്തികത വീണ്ടും വീണ്ടും പറയേണ്ടി വരും. ഇത് നിങ്ങൾ കണ്ടിരിക്കുന്നത് ഡാർവിനിസത്തിനെതിരെ കേന്ദ്രമന്ത്രി പറഞ്ഞ സാധനം. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. ഇത് നിങ്ങൾക്കറിയാം, ഓസ്കാർ പിസ്റ്റോറിയസ് എന്ന് പറയുന്ന ബ്ലേഡ് റണ്ണർ, ഇദ്ദേഹത്തിൻ്റെ കാലുകൾ 1-ാം വയസ്സിൽ മുറിച്ച് മാറ്റപ്പെട്ടു. അങ്ങനെ മുറിച്ച് ഇദ്ദേഹം ലണ്ടൻ ഒളിമ്പിക്സിൻ്റെ സെമി ഫൈനലിൽ കാലുള്ളവരുടെ കൂടെ ഓടി. അപ്പോൾ ഓടിയപ്പോൾ ഫൈനലിൽ ഓടി അദ്ദേഹം തോറ്റുപോയി. എനിക്കത് എത്ര സ്ഥാനമൊന്നും എനിക്ക് ഓർമ്മയില്ല. പിന്നീട് ഇദ്ദേഹം ഒരു കൊലപാതക കുറ്റത്തിൻ്റെ പേരിൽ അദ്ദേഹം അറസ്റ്റിലായി. അദ്ദേഹത്തിൻ്റെ കാമുകി അദ്ദേഹം തന്നെ കൊന്നു. അങ്ങനെ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. പക്ഷേ ഞാൻ പറയുന്നൊരു കാര്യം, ദിസ് മാൻ വാസ് എ പാർട്ടിസിപ്പൻറ്റ് ഇൻ ദ സെമി ഫൈനൽ ഓഫ് ഒളിമ്പിക്സ്. ഒരു കുഴപ്പമില്ലാത്ത ഒരു കൂടെ ഓടി.
എന്നിട്ട് ഇദ്ദേഹത്തിന് കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട് ഈ ബ്ലേഡ് എന്ന് കാരണം ഇദ്ദേഹത്തിനെ വീണ്ടും വീണ്ടും പരിശോധിക്കുകയൊക്കെ ചെയ്തു. നിങ്ങളൊരു കാല് നഷ്ടപ്പെടുന്നു, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പിസ്റ്റോറിയസിൻ്റെ കണക്ക് നിങ്ങൾക്ക് ജീവിക്കാം. ഒളിമ്പിക്സിൻ്റെ സെമി ഫൈനൽ, നമുക്ക് എത്ര പേർക്ക് ഒളിമ്പിക്സിൻ്റെ സെമി ഫൈനലിൽ മറ്റു പുരുഷ അത്ലറ്റുകളുടെ കൂടെ ഓടാൻ കഴിയും? പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ കാലുകളും കൈകളും നഷ്ടപ്പെടുന്നു, നിങ്ങൾക്ക് ഉണ്ടായിരുന്ന സമ്മോഹനമായ കാര്യങ്ങൾ നഷ്ടപ്പെടുന്നു എന്നിരിക്കട്ടെ. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നഷ്ടങ്ങളെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കുകയാണോ വേണ്ടത്? ഉള്ളത് ആഘോഷിച്ചുകൊണ്ട് നിങ്ങളുടെ സാധ്യതകൾ ആരായുകയാണോ വേണ്ടത്? എന്താണ് ചെയ്യേണ്ടത്? ഒരു പുരോഗമന സമൂഹം എന്താ ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും പോയത് പോയി, അതിനെക്കുറിച്ച് വിലപിച്ചിട്ട് കാര്യമില്ല. ഉള്ള സാധ്യതകൾ വെച്ചുകൊണ്ട് നിങ്ങൾ വീണ്ടും കൺസോൾഡേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ വീണ്ടും ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് കുതിക്കുകയാണ്. അങ്ങനെയല്ലേ ഒരു സമൂഹം പോകേണ്ടത്? ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് ഇതേ കണക്ക് ഈ പുഷ്പവിമാനത്തെക്കുറിച്ചും സ്വർണം പ്രസവിക്കുന്ന പശുവിനെക്കുറിച്ചും ഗോളാന്തര യാത്രകൾ നടത്തിയ മുനിമാരെക്കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കാൻ മനുഷ്യർക്ക് നാണവുമാനവും ഇല്ലെന്ന് ഞാൻ ചോദിക്കുന്നത്. കാരണം അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ, ജസ്റ്റ് ഫോർ എ ഹൊറർ എടുക്കുക. അങ്ങനെ ആയിരുന്നു, ഇവിടെ അങ്ങ് പുഷ്പവിമാനമായിരുന്നു. ഇപ്പോൾ ഇല്ലല്ലോ. ഈ പറയുന്ന സാധനം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന പറക്കും തളികളും സാധനങ്ങളൊന്നും ഇല്ലല്ലോ നമ്മുടെ സമൂഹത്തിൽ, നമ്മൾ കണ്ടിട്ടുമില്ല. ഉണ്ടായിരുന്നു എന്നിരിക്കട്ടെ, ഉണ്ടായിരുന്നു, ചുമ്മാതെ ഒരു രസം. മനപ്പായസത്തിൽ പഞ്ചസാര ഇച്ചിരി കൂടിയെന്നില്ല, കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ ഉണ്ടായിരുന്നു എങ്കിലും നമുക്കത് നഷ്ടപ്പെട്ട കാലാണ്. ഉണ്ടായിരുന്നു എങ്കിൽ, ഉണ്ടായിരുന്നു എന്നല്ല, ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ട, നമ്മളെ അശ്വവേഗതയിൽ ഓടാൻ സഹായിച്ച കാലാണ്. അത് നമുക്കിപ്പോൾ ഇല്ല. നമ്മൾ കാലില്ലാത്ത ജനതയാണ്. നമുക്ക് പണ്ടായിരുന്നു ഉണ്ടായിരുന്ന ഋഷിയോ സാപ്പിയൻസ് ഇപ്പോൾ ഇല്ല. പണ്ടുള്ള ആളുകളാണ്. ഇപ്പം നമുക്ക് നഷ്ടപ്പെട്ടതാണ്. അങ്ങനെ നഷ്ടപ്പെട്ടെങ്കിൽ നമ്മളൊരു ജനത എന്ന നിലയിൽ എന്താണ് ചെയ്യേണ്ടത്? പഴയ ആ കാര്യങ്ങൾ അയവിറക്കിക്കൊണ്ട് അതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണോ വേണ്ടത്? നമ്മുടെ ഇപ്പോഴത്തെ ഇല്ലായ്മ മറികടക്കാനായിട്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് കുതിക്കുകയാണോ വേണ്ടത്? ഒരു സമൂഹത്തിന് അത് ചെയ്യാൻ പറ്റും. ഇതിപ്പോഴും നഷ്ടപ്പെട്ട കാലല്ല യഥാർത്ഥത്തിൽ, ഇല്ലാതിരുന്ന ഒരു കാലിനെക്കുറിച്ച് വീമ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികളും സംസ്കാരങ്ങളും ഹെറിറ്റേജ് എന്നൊക്കെയാണ് പറയുന്നത്. ഹെറിറ്റേജ് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ രാജ്യം ഇത്. എനിക്കൊരു മടിയില്ലത് പറയാം. ബ്രിട്ടീഷുകാർ ഇന്ത്യ വന്നില്ലേ? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഉണ്ടോ? എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഈ രാജ്യം? രാജ്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിനൊക്കെ ഒരു കണക്കുണ്ട്. ഈ ഉടുപ്പ് തയ്ക്കുന്നതിന് കുറേ അളവുണ്ടെന്നൊക്കെ പറയുന്നു. ചുമ്മാ ഒന്നും രാജ്യം ഉണ്ടാവില്ല. അങ്ങനെ കുറേ കഥകളുണ്ട്. അപ്പം ഇത് വളരെ തിങ്കിങ് ബാക്ക്. അതുപോലെ തന്നെ നല്ല വശ സിദ്ധാന്തം. ചിലർ പറയും മതങ്ങൾക്ക് നല്ല വശങ്ങളില്ലേ? മതങ്ങൾക്കല്ല, എല്ലാത്തിനും നല്ല വശങ്ങൾക്കുണ്ട്. എല്ലാത്തിനും നല്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് ശൈശവ വിവാഹത്തിന് നല്ല വശമില്ലേ? ഇപ്പോൾ പെണ്ണ് കിട്ടാതെ ഇപ്പോൾ ആളുകൾ 30-40 കഴിഞ്ഞിട്ട് കിടന്ന് അമ്പലാക്കി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. ശൈശവ വിവാഹമാണെന്നുണ്ടെങ്കിൽ ആദ്യമേ പറഞ്ഞു വെക്കും, അവൻ അവളെ കെട്ടും, പ്രശ്നമൊന്നുമില്ല. നല്ല വശമല്ലേ? അയിത്തം നല്ല വശമല്ലേ? ചില ജോലികൾ ചെയ്യാൻ ഇപ്പോൾ ജോലി ചെയ്യാൻ ആളില്ല, അതിനകത്ത് കയറാൻ ആളില്ല, ഇതിനകത്ത് കയറാൻ ആളില്ല എന്നൊക്കെ പറയും. മറ്റേത് എല്ലാത്തിനും ആളുണ്ട്. കറക്റ്റ്. രാവിലെ തെങ്ങ കയറാനായിട്ട് കേണിയായിട്ട് എന്താ പറയുക, നിങ്ങൾ കോണിയെന്ന് പറയില്ലേ, ആൾ വരും. അത് ചെയ്യാനായിട്ട് ആൾ വരും. എന്തൊരു സുഖമല്ലേ? നല്ല സുഖമല്ലേ? നല്ല വശമല്ലേ? സ്ത്രീകളെ അടിമകളാക്കി വെച്ചുകൊണ്ടിരിക്കുക നല്ല വശമല്ലേ? ചെന്ന് നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നടന്നു പോകും. നല്ല വശമല്ലേ? ഒരുപാട് നല്ല വശമില്ലാത്ത എന്തിനാണ്? പക്ഷെ നമ്മളൊരു കാര്യത്തോടുള്ള നിലപാട് സ്വീകരിക്കുന്നത് അതിൻ്റെ നന്മയുടെ അംശവും തിന്മയുടെ അംശവും കണക്ക് കൂട്ടിയാണ്. നന്മ കുറവും തിന്മ കൂടുതലുമാണെങ്കിൽ നമ്മൾ അതിനെ എതിർക്കണം. നന്മ കൂടുതലും തിന്മ കുറവാണെന്ന് നമ്മൾ അനുകൂലിക്കണം. എല്ലാത്തിലും നന്മയും. റിലീജിയനെ നമ്മൾ എതിർക്കുന്നത്, അല്ലെങ്കിൽ അതേപോലെയുള്ള ഐത്തത്തിനെ എതിർക്കുന്നത്, ലിംഗസമത്വ വിരുദ്ധതയെ എതിർക്കുന്നതൊക്കെ അതിനകത്ത് നന്മയുടെ അംശം വളരെ കുറവും തിന്മ വളരെ കൂടുതലുമായതുകൊണ്ടാണ്. നിങ്ങൾക്ക് നന്മ പിക്കപ്പ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഉണ്ടാവും. ഈ മതപുസ്തകങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ 2 പൈപ്പ് ഉണ്ടാവും. ഒരു പൈപ്പ് കൂടെ തുറക്കുമ്പോൾ അതിനകത്ത് നിന്ന് വെള്ളം വരും, മറ്റേ പൈപ്പ് തുറക്കുമ്പോൾ അതിൽ കൂടെ ചോര വരും. ചോര എടുക്കേണ്ടവന് ചോര എടുക്കാം, വെള്ളം എടുക്കേണ്ടവന് വെള്ളം എടുക്കാം. കാര്യമില്ല. ഒന്ന് തൂക്കി നോക്കണം എന്താണ് കൂടുതൽ. അങ്ങനെ നോക്കുമ്പോൾ തിന്മയുടെ അംശം കൂടുതലാണ്. അതുകൊണ്ട് നല്ല വശ സിദ്ധാന്തം ഒന്നും നിൽക്കില്ല. ഈ നന്മ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതൊന്നും അതിനെ ന്യായീകരിക്കുന്ന യഥാർത്ഥത്തിൽ റിലീജിയസ് അട്രോസിറ്റിയെ ന്യായീകരിക്കുകയാണ്. ഈ അതുപോലെ തന്നെ വ്യാഖ്യാന ഫാക്ടറി. ഞാനിത് പറഞ്ഞ ആദിയില്ലല്ലോ അന്തമില്ലല്ലോ ലക്കാലം പോയ ആ യുഗത്തിൽ, ഇരുളുമില്ലല്ലോ വെളിച്ചമില്ലല്ലോ ലക്കാലം പോയ ആ യുഗത്തിൽ, ആദിയോളം നൂല് വന്ന് താണുരുണ്ട് പാതിമുട്ട വീണുപൊട്ടി മേലുലകം പൂകിയല്ലോ പാതിമുട്ട വീണുപൊട്ടി കീഴുലകം പൂകിയല്ലോ. ഇത് പണ്ട് ആദിവാസി സാഹിത്യമാണിത്. പക്ഷെ ഇത് ബിഗ് ബാങ്ങുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്ക്. ബിഗ് ബാങ് ആദ്യം പ്രപഞ്ചത്തിൻ്റെ പദാർത്ഥങ്ങളെല്ലാം വളരെ അനന്ത സാന്ദ്രതയുള്ള ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കുകയും ഒരു കോസ്മിക് എഗ്, എന്നിട്ട് അതിൻ്റെ വിസ്ഫോടനം നടക്കുകയും ചെയ്യുന്നു. വീണു പൊട്ടി. നോക്ക ആദിയോളം നൂല് വന്ന് താണുരുണ്ട് പാതിമുട്ട കോസ്മിക് എഗ്.
വീണു പൊട്ടി മേലുലകം പൂകിയല്ലോ പാതിമുട്ട കീഴ്. കറക്റ്റ് അല്ലേ? ഇത് നമുക്ക് ബിഗ് ബാങ്ങിനെ തെളിവായിട്ട് എടുത്തൂടെ? അന്നത്തെ മനുഷ്യർ ചിന്തിച്ചിരുന്നു. പക്ഷേ ഈ ആദിവാസികൾ കുറെ മാന്യന്മാരായതുകൊണ്ട് അവർ ചെയ്യാറില്ല. മനസ്സിലായില്ലേ? അവർക്ക് കുറെ മാനവ മര്യാദയൊക്കെ ഉണ്ടെങ്കിൽ അവർ ചെയ്യാറില്ല. അതാണ് സത്യം. സപ്പോസ് പറയും യു ആർ ആൻ ഏത്തീസ്റ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതാണ് പറയുന്നത്. നിങ്ങൾ നിരീശ്വരവാദിയാണെന്ന് ചോദിച്ചപ്പോൾ നിങ്ങളെന്താണ് എന്ന് തിരിച്ചു ചോദിക്കണം. കാരണം നിങ്ങൾ വോട്ടണിൽ വിശ്വസിക്കുന്നുണ്ടോ, തോറിൽ വിശ്വസിക്കുന്നുണ്ടോ, അപ്പോളയിൽ വിശ്വസിക്കുന്നുണ്ടോ, ആക്രി ഊക്രി ഇങ്ങനെ കുറേ ഐറ്റംസ് പറയാം, ആയിരക്കണക്കിന്. ഇത് ഇല്ല, ഞാനൊന്നും വിശ്വസിക്കുന്നില്ല. കൃഷ്ണനിൽ ഇല്ല, ശരിയല്ല. യേശു ഇല്ല, ഞാനൊരു മുസ്ലിമാണ്. കോടാളിയാക്കായി. കാരണം എന്താണ്? നീ ഇപ്പം വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ ഒരു കോടാനുകോടി ദൈവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലൊന്നും ഞാനും വിശ്വസിക്കുന്നില്ല. പിന്നെ ഒരു ചെറിയ വ്യത്യാസം എന്താണ്? ഞാൻ ഒരു ദൈവത്തിൽ കൂടി അവിശ്വസിക്കുന്നു, അതിനെ കൂടെ തള്ളുന്നു. അതേതാളിയാ? അത് നിന്റെ ദൈവം. അപ്പം നീ ഒരു 99.9% നിരീശ്വരവാദിയാണ്, ഞാൻ 100%. ആ വ്യത്യാസമുണ്ട്. എല്ലാവരും അന്യമത നിരീശ്വരവാദികളാണ്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ വിശ്വാസിയായത്. അള്ളാഹുവിൽ വിശ്വസിക്കുന്നവൻ എങ്ങനെയാണ് യഹോവയിൽ വിശ്വസിക്കുന്നത്? ഞാൻ യഹോവയിൽ വിശ്വസിക്കുന്നില്ല, നീ യഹോവയിൽ വിശ്വസിക്കുന്നില്ല. വാ, സെയിം. നമ്മൾ രണ്ടിത് കഴിക്കുന്നു. നീ മദ്യപിക്കുന്നില്ല, ഞാനും മദ്യപിക്കുന്നില്ല. നീ കഞ്ചാവ് അടിക്കുന്നില്ല, ഞാനും കഞ്ചാവ് അടിക്കുന്നില്ല. നീ മറ്റേ ഹാഷിഷ് കഴിക്കുന്നില്ല, ഞാനും കഴിക്കുന്നില്ല. അളിയാ, നമ്മൾ തമ്മിൽ ഒരുപാട് സമാനതകളാണുള്ളത്. പിന്നെ നീ കഴിക്കുന്നൊരു സാധനം ഉണ്ടല്ലോ, അത് ഞാൻ കഴിക്കുന്നില്ല. സമ്പൂർണ്ണ രോഗവിമുക്തിയാണ് എത്തീസം. മറ്റേതെന്തറിയോ? ഒരല്പം രോഗം ബാക്കിയുണ്ട്. അത് ചിലപ്പോൾ വലിയ രോഗമായിരിക്കും. കമ്മ്യൂണിസ്റ്റ് until you get rich, feminist until you get married, atheist until the airplane starts falling. ഇതാണ് വേറൊരു സ്ഥിരം ഉള്ളൊരു ഉമ്മാക്ക്. നിങ്ങൾ പണക്കാരനാകുന്നവരെ കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കും എന്ന് വെച്ചാൽ നമുക്ക് തോന്നും കമ്മ്യൂണിസ്റ്റുകാരെല്ലാം പാവപ്പെട്ടവരാണ്. ആസിഫ് അല്ലേ, മുഹമ്മദ് ആസിഫ് എന്ന് പറഞ്ഞു. ഇതാണ് ചേട്ടാ, ഇത് വലിയ റെസ്പോൺസ് ഇല്ല, കണ്ണൂരായതുകൊണ്ടായിരിക്കും അല്ലേ. ഇനി ഫെമിനിസ്റ്റ് അണ്ടിൽ യു ഗെറ്റ് മാരീഡ്, എല്ലാവരും കല്യാണം കഴിക്കുന്നവരെ ഫെമിനിസ്റ്റ് ആയിരിക്കും. ഏത്തീസ്റ്റ് അണ്ടിൽ ദ എറോപ്ലെയിൻ സ്റ്റാർട്ട്സ് ഫാളിങ്. അതായത് എറോപ്ലെയിൻ ഇങ്ങോട്ട് വീഴാൻ ഒരുങ്ങുന്നുണ്ടോ, ഇങ്ങനെ എത്തിസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. പെട്ടെന്ന് എറോപ്ലെയിൻ വീഴാൻ പോകുന്നു. ഉടനെ എല്ലാവരും ഇങ്ങനെ അവർ ആദ്യം വിളിച്ചിരുന്ന ദൈവങ്ങളെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത ചോദ്യം അതാ, വിളിച്ചു കഴിഞ്ഞാൽ എന്തോ വിളിക്കുമെന്ന് വെക്കുക. വിളിച്ചു കഴിഞ്ഞാൽ തല തേങ്ങ വീണ എന്തോ വിളിക്കും എന്നൊക്കെ ചോദിക്കുന്ന ടീമുകളാണ്. ഇപ്പോൾ RCCയിൽ ഇരിക്കുന്ന മൊത്തം ആളുകളും ദിവസവും ഇരുന്നങ്ങ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് പുറത്തു വരുന്ന പഴംതുണിക്കും മൂക്കി പഞ്ഞി വെച്ച് പുറത്തു വരുന്ന ആളുകളുടെ എണ്ണത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും. വിശ്വാസികൾ എന്താ ചെയ്യുന്നത്? പ്രാർത്ഥിച്ച് മരിക്കുന്നു. പ്രാർത്ഥിച്ചും മരിക്കാം, പ്രാർത്ഥിക്കാതെയും മരിക്കാം, അത്രേ ഉള്ളൂ. ദാരിദ്ര്യൽ. നിങ്ങൾ ഒരാളെ എന്തെങ്കിലും വിളിക്കുന്നുണ്ടോ, അവസാന നിമിഷം എന്തെങ്കിലും ചെയ്യുന്നതുകൊണ്ടോ ഒരു മാറ്റവും ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങൾ ഭയന്ന് നിലവിളിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്യുന്നു എന്ന് വെച്ച് ലോകം മുഴുവൻ ഭയക്കുന്നുണ്ടോ? ഒന്നുമില്ല. നിങ്ങളുടെ അവസ്ഥ മാറാം. ചില സമയത്തിൽ ആഹാരം കിട്ടാതെ വരുമ്പോൾ നിങ്ങൾ ചിലപ്പം വിസർജ്യ പദാർത്ഥങ്ങൾ എടുത്ത് ഭക്ഷിച്ചു എന്ന് വരാം. എന്ന് വെച്ച് വിസർജ്യ പദാർത്ഥങ്ങൾ വളരെ നല്ലതാണോ? ഒരിക്കലും അഴിമതി വിരുദ്ധ യുദ്ധം നടത്തിയ ഒരാളുണ്ടാവും. ചിലപ്പോൾ അയാൾ സർവീസിൻ്റെ അവസാന നിമിഷത്തിൽ അയാൾ ഒരു കേസിൽ അയാളൊരു ദുർബല നിമിഷത്തിൽ അല്ലേ, മാത്യുമറ്റം പറയുന്നതാണ്, ഒരു ദുർബല നിമിഷത്തിൽ അയാൾ ഒരു ചെറിയ അഴിമതിയിൽ പെട്ടുപോയാൽ അഴിമതി വളരെ നല്ലതാണെന്ന് നിങ്ങൾ പറയുമോ? അല്ലെങ്കിൽ മദ്യപിക്കാത്ത ഒരാൾ, ചില പറയില്ലേ മദ്യപാനത്തിനെതിരെയൊക്കെ നടക്കുന്നത്. ഞങ്ങളൊക്കെ പലപ്പോഴും, ഞാൻ മദ്യവിരുദ്ധൻ കൂടിയാണ്. എല്ലാ ലഹരി, ഡ്രഗ്സ്, ഇതെല്ലാം വിമുക്തിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സമ്പൂർണ്ണ വിമുക്തി മനുഷ്യത്വത്തിലേക്ക് കൂടുതൽ അടുക്കുന്നതിന് വളരെ നല്ലതാണ്. അപ്പോൾ ചിലൊക്കെ മദ്യപിക്കുമ്പോൾ ഇച്ചിരി അടിക്കടേ, ഒരു കമ്പനിക്കല്ലേ കുറച്ച് അടിക്കുക, നിനക്ക് എന്ത് പൊഴിഞ്ഞു പോകുമോ? എനിക്ക് വേണ്ട, ശകലം കഴിക്കുന്നു. നീയൊക്കെ ഉണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. നീയൊക്കെ അവസാനം നീ ഓടയിൽ കിടന്നുണ്ടല്ലേ 1, 2 നിർവഹിക്കുന്ന എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കാണും പറയുന്ന ആൾക്കാരാണ്. അവസാനം ഇങ്ങനെ മദ്യത്തിനെതിരെ സംസാരിച്ചിരുന്ന ഒരാൾ അവസാന കാലഘട്ടത്തിൽ അയാളുടെ മെൻ്റൽ ഒക്കെ പോയി, എബിലിറ്റികൾ ഇങ്ങനെ ഇടിഞ്ഞിറങ്ങുമ്പോൾ, വ്യക്തി എന്ന നിലയിൽ അയാൾ ശിഥിലീകരിക്കപ്പെടുമ്പോൾ അയാൾ മദ്യത്തിന് അടിമയാവുന്നു. അയാൾ ഇതേ കണക്ക് കിടക്കുന്നു. അപ്പോൾ നമ്മളിന്ന് പറയും, ഇവനൊക്കെ എത്ര പറഞ്ഞു നടന്നേ, ചെറുപ്പകാലത്തൊക്കെ മദ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നത്. അപ്പോൾ കണ്ടില്ലേ, 4 കാലാണ്, നമുക്ക് 2 ഉള്ളൂ. മദ്യം നല്ലതാവോ?
എത്തീസം എന്നൊക്കെ പറയുന്ന പോലെ കാര്യകാരണ ബന്ധത്തോടുകൂടി യുക്തിബോധത്തോടുകൂടി തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ മാനവിക ബോധത്തോടുകൂടി തീരുമാനങ്ങൾ എടുക്കുകയും ജീവിക്കുകയും ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടൽ കോർട്ടെക്സ് വർക്ക് ചെയ്യണം. നിങ്ങൾക്ക് സ്ഥിരബുദ്ധി ഉണ്ടായിരിക്കണം, നിങ്ങൾക്ക് അവലോകനശേഷി ഉണ്ടായിരിക്കണം, നിങ്ങൾക്ക് ജ്ഞാനം ഉണ്ടായിരിക്കണം, നിങ്ങൾക്ക് മാനവിക ബോധം ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ഫ്രണ്ടൽ കോർട്ടെക്സ് ഒക്കെ പോയി നിങ്ങൾക്ക് കുറേ തലത്തിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും ചെയ്തെന്നിരിക്കും. അതിനകത്ത് കാര്യമില്ല. ഒരു മനുഷ്യൻ ഇപ്പം ടെണ്ടുൽക്കർ നല്ല ബാറ്റ്സ്മാനാണെന്ന് പറയുന്നത്, ഒരു 90 വയസ്സിൽ ടെണ്ടുൽക്കർ എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാത്തപ്പോൾ കൊണ്ടുവന്ന് ബാറ്റ് കൊണ്ട് ബാറ്റ് ചെയ്യണം. ആ സമയത്ത് ഇതെടുത്ത് വെച്ചാണ് ഇയാൾ എന്ത് ബാറ്റ്സ്മാനാണ്. നല്ല രീതിയിൽ വർക്ക് ചെയ്തിരിക്കുന്ന അവസരത്തിലുള്ള തീരുമാനമല്ലേ എടുക്കേണ്ടത്. ആണെങ്കിൽ ഇവർ പറയുന്ന വാദത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെല്ലാം പച്ചക്ക് നീക്കുമ്പോൾ സമയത്തുള്ള വെയിറ്റ് അല്ലേ എടുക്കേണ്ടത്. ചുള്ളിക്കമ്പിൻ്റെ വെയിറ്റാണോ എടുക്കേണ്ടത്? മരത്തിൻ്റെ വെയിറ്റ് എടുക്കുമ്പോൾ ഉണങ്ങി ഒടിഞ്ഞ് ചുള്ളിക്കമ്പാകുമ്പോഴാണോ എടുക്കേണ്ടത്? അല്ലെ ആപ്പിൾ നിങ്ങൾ വാങ്ങിച്ചു തൂക്കി വാങ്ങിക്കുന്നത്, ആപ്പിൾ ഉണങ്ങി അതാണോ? ആപ്പിളായിരിക്കുമ്പോൾ വാങ്ങിക്കണം. മനുഷ്യൻ്റെ ബുദ്ധിയും അവൻ്റെ ശേഷികളും എല്ലാം ഏറ്റവും നന്നായിരിക്കുമ്പോൾ എടുക്കുന്ന തീരുമാനങ്ങളും സ്വീകരിക്കുന്ന നിലപാടുകളുമാണ് പ്രധാനം. പിന്നീട് ഇടിഞ്ഞിറങ്ങി നിങ്ങൾക്ക് തലക്കൊരു അടി ഏറ്റവും ഒന്നും ഓർക്കുന്നില്ല, മലയാളം പോലും ഓർക്കുന്നില്ല. ഭയങ്കര ഭാഷാ പണ്ഡിതനായിരുന്നു, ഇപ്പോൾ ഒന്നും ഓർമ്മയില്ല എന്ന് പറയും. ഇതൊക്കെ പറഞ്ഞതാണ് ഞാൻ. എന്തായാലും ക്രിയേഷൻ ഈസ് എ റിലീസ് ജോക്ക് എന്ന് ഞാൻ പറയാൻ കാര്യം, ക്രിയേഷൻ സൃഷ്ടി എന്ന് പറയുന്ന സാധനം സാധ്യമല്ല. സൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കലാണ്. ശരിക്കും മണ്ണ് വെച്ച് കുഴച്ച് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ മണ്ണെന്ന് പറയുന്ന സാധനം അവിടെ ഉണ്ട്. ഉള്ള സാധനത്തിൽ നിന്ന് വേറെ എന്തെങ്കിലും ഉണ്ടായാൽ നമ്മൾ പ്രൊഡക്ഷൻ എന്നാണ് പറയുന്നത്, നിർമ്മാണം. ദോശ ഉണ്ടാക്കുന്നത് അരിമാവും മറ്റേതും മറിച്ചും എല്ലാം കൂടെ കുഴച്ചുണ്ടാക്കുക, അതൊരു പ്രൊഡക്ഷനാണ്. പ്രപഞ്ചം ഉണ്ടാക്കുന്നതിലും മനുഷ്യനുണ്ടാക്കുക എന്തെങ്കിലും ഒരു സാധനം അത് പ്രൊഡക്ഷനാണ്. സൃഷ്ടി അസാധ്യം. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ അതിൻ്റെ അർത്ഥം അത് ഒന്നുമില്ലായ്മ ആയിരുന്നില്ല, നിങ്ങൾക്ക് തെറ്റിദ്ധരിച്ചു എന്നേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. ജസ്റ്റ് ഇനി പ്രാർത്ഥനയെക്കുറിച്ചുകൂടെ ഇതൂടെ പറയാതെ പോകുന്നത്. പ്രാർത്ഥനയെക്കുറിച്ച് ആദ്യമായിട്ട് ഈ ഗോഡ് ഡെല്യൂഷനകത്ത് സർ ഫ്രാൻസിസ് ഗാൾട്ടൻ്റെ ഒരു എക്സ്പെരിമെൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇദ്ദേഹം നടത്തിയ ഒരു എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാർത്ഥിച്ചിട്ട് കൃഷി ഇറക്കുക, പ്രാർത്ഥിക്കാതെ കൃഷി ഇറക്കുക, എന്നിട്ട് ഫലം നോക്കുക. എന്നും അദ്ദേഹത്തിന് ഒരേ ഫലമാണ് കിട്ടിയിട്ടുള്ളത്, വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ പ്രാർത്ഥനാ പരീക്ഷണങ്ങൾ 1-2 ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്, നിങ്ങളത് കേട്ടു നോക്കുക. അതിനകത്ത് രോഗികൾ 3 വിഭാഗത്തിലേക്ക് തിരിച്ചിട്ട് സർജറി കഴിഞ്ഞ് കിടക്കുന്ന രോഗികൾ 120 പേരെ 150 പേരെ അങ്ങനെ എടുത്തിട്ട് 50-50 3 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് ഒരു ഗ്രൂപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഒരു ഗ്രൂപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവർ അറിയുന്നില്ല, ഒരു ഗ്രൂപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്നേ ഇല്ല. എന്നിട്ട് അവർ പോസ്റ്റ് സർജിക്കൽ റിക്കവറിയാണ് നോക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെയും അറിയാതെ പ്രാർത്ഥിച്ചവരും ഇരുന്നവരും അവരുടെ കാര്യത്തിൽ സാധാരണ രീതിയിലുള്ള റിക്കവറി റേറ്റാണ്. അവരെ മുറിവ് കരിയുന്നു, മറ്റ് പ്രശ്നങ്ങൾ. പക്ഷേ പ്രാർത്ഥിച്ചു എന്ന് ബോധ്യപ്പെടുകയും പ്രാർത്ഥിച്ചു എന്ന് അറിയുകയും ചെയ്ത ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൻ്റെ റിക്കവറിക്ക് സമയം കൂടുതൽ എടുക്കുകയും അവരൊക്കെ കൂടുതൽ സെപ്റ്റിക് ആവുകയൊക്കെ ചെയ്തു എന്നാണ് ആ പരീക്ഷണത്തിൽ തെളിഞ്ഞത്. അതിനെ ഇത് കോട്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു സമ്മർദ്ദം, പെട്ടെന്ന് തങ്ങൾക്ക് റിക്കവറി ഉണ്ടാകണമല്ലോ എന്നുള്ള ഒരു ആകുലതയൊക്കെ ചേർന്നപ്പോൾ അവരുടെ കണ്ടീഷൻ ഒരുപാട് വഷളാവുകയാണ്. മറ്റുള്ളവർക്ക് കുഴപ്പമില്ല സാധാരണ ഇത്. ഇതിനെ തള്ളി പറയുന്നുണ്ട് മതവിശ്വാസികൾ, മത നേതാക്കന്മാർ. അങ്ങനെ ദൈവത്തിനെ നിങ്ങൾ പരീക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ ഡോക്കൻസി ചോദിക്കുന്നൊരു കാര്യമുണ്ട്, ഈ പരീക്ഷണം എങ്ങനെ എതിരെ ആയിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കാം. ഇത് ശരിയായി വരാത്തതുകൊണ്ടാണ് അതിനെ തള്ളി പറഞ്ഞത്. കാരണം ഈ പരീക്ഷണത്തിന് പോയപ്പോൾ ടെമ്പിൾട്ടൺ ഫൗണ്ടേഷനാണ് പൈസ കൊടുത്തത്. പരീക്ഷണം വിജയിക്കുന്നുള്ളതുകൊണ്ടാണല്ലോ അവർ പൈസ കൊടുത്തത്. അല്ല, അങ്ങനെ ഒരു സാധ്യതയുള്ളത് അത് വെച്ച് ഈ വിശ്വാസവും പ്രാർത്ഥനയും ന്യായീകരിക്കാമെന്നുള്ളത് കൊണ്ടാണല്ലോ. പക്ഷെ അത് പരാജയപ്പെട്ടപ്പോൾ അതിനെ കൈയൊഴിഞ്ഞു. ദൈവത്തെ പരീക്ഷിക്കാൻ നിങ്ങൾ ആര് എന്നായി. ഇനി ഭക്തി എന്ന് പറയുന്ന ഭൗതിക ആസക്തിയാണ്. അതെന്ന് പറഞ്ഞൊരു വല്ലാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ അതാ നമുക്ക് വില എത്ര കയറിയാലും പഴവങ്ങാടി ഗണപതിക്ക് 10,000 തേങ്ങ എന്നാലോചിച്ചു. ഇപ്പോൾ 100 രൂപയാണ് ഒരു തേങ്ങയ്ക്കെന്ന് പറഞ്ഞാലും സാധാരണ തേങ്ങ നിന്ന് ജീവിക്കുന്ന ആരും തേങ്ങ വാങ്ങിക്കത്തില്ല. പക്ഷേ തേങ്ങയെ ഉടയ്ക്കുന്ന വിശ്വാസി തേങ്ങ വാങ്ങിച്ചുകൊണ്ടേയിരിക്കും. തിങ്ക് അബൌട്ട് ഇറ്റ്. ആ മെൻ്റൽ അഡിക്ഷൻ ആലോചിച്ച് നോക്കുക. നമ്മളാരും തേങ്ങ വാങ്ങിക്കുന്നത്, നമ്മൾ പിന്നെ പാം ഓയിലും മറ്റ് സാധനങ്ങളൊക്കെ ആയിരിക്കും വാങ്ങിക്കുന്നത്. പക്ഷേ വിശ്വാസി ഉണ്ടല്ലോ, അവൻ തേങ്ങ ഒഴിച്ച് വേറെ ഒന്നും വാങ്ങിക്കത്തില്ല. 200 രൂപയാക്കി നോക്കട്ടെ, അവൻ തേങ്ങ പറയും, അളിയ നമുക്കൊരു 3 പേര് ചേർന്ന് ഒരു തേങ്ങ വാങ്ങിച്ചുകൊണ്ടെന്ന് നടത്തിക്കാം. തേങ്ങ തന്നെ വാങ്ങിക്കുക. ചില പറയുന്നത് ഈ അക്ഷരങ്ങളൊക്കെ അത് ആ അക്ഷരം കൃത്യമായി ഉച്ചരിച്ചെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. വിശ്വാസി അതൊരു വല്ലാത്ത ചിന്തയാണ്. അറിയുമ്പോൾ നമുക്കൊക്കെ 2, 3, 4 ഭാഷയൊക്കെ അറിയാം. മലയാളം, മിക്കവാറും ദൈവങ്ങൾക്കെല്ലാം ഒരൊറ്റ പഞ്ചായത്ത് ഭാഷ അറിയാം. അറബോ അല്ലെങ്കിൽ സംസ്കൃതമോ. അത് കൃത്യമായി ഉച്ചരിച്ചെങ്കിലേ പുള്ളിക്ക് പിടിയും കിട്ടും. ഉച്ചാരണമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ വേറെ പോയി കഴിഞ്ഞാൽ എല്ലാം കറക്റ്റ് അടിച്ചു നോക്കും. ഭയങ്കര സംഭവമാണ്. അപ്പം ഇത് വേറൊരു കാര്യത്തിലും ഒരു വിശ്വാസി ചെയ്യുന്ന കാര്യമല്ല. ഈ 10,000
അതേ വസ്തു തന്നെ വേണം. പണ്ട് ഞാൻ ഒരിടത്ത് പറഞ്ഞില്ല, എൻ്റെ ക്ലാസ്സിലൊരു പെൺകുട്ടി, MA പഠിക്കുന്നൊരു പെൺകുട്ടി അള്ളാഹു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അതിനെ ഒബ്ജക്റ്റ് ചെയ്തു. അള്ളാഹു എന്ന് പറയാൻ പാടില്ല. എന്നുവെച്ചാൽ എന്ത് കാര്യം? നാക്കെടുത്ത് ഇങ്ങനെ ഏതോ ഒരു ആ രീതി പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞു ഓക്കെ, നിങ്ങളങ്ങനെ പറഞ്ഞു, നമ്മൾ സന്തോഷം, നിങ്ങളങ്ങനെ പറഞ്ഞു. ഞാൻ ആ ചിട്ടി ചേർന്നിട്ടില്ല, അപ്പോൾ എനിക്ക് ഇങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല. അള്ളാഹു എന്ന് വേണമെങ്കിൽ എനിക്ക് ചോദിക്കാമല്ലോ, കുഴപ്പമില്ലല്ലോ, കാര്യം മനസ്സിലായപ്പോലെ. അത് സാറ് പറഞ്ഞത് ശരിയാണ്, സാറിന് അങ്ങനെ ചോദിക്കാം, പക്ഷെ ഞങ്ങൾക്കുണ്ടല്ലോ, ഞങ്ങൾക്ക് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ശിർക്കാണ്. ഞാൻ പറഞ്ഞു ശരി, സന്തോഷം. ആ കുട്ടിയെ ഞാൻ കുറച്ച് കഴിഞ്ഞ് വെച്ച് എന്തായാലും ഇങ്ങനെ പറഞ്ഞില്ലേ, കുട്ടിയെ പേര് ഞാൻ പറയുന്നില്ല, ഞാൻ ചോദിച്ചു. ഞങ്ങൾ വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള ഡിസ്കഷനാണ്, വളരെ അറിയാനും അറിയിക്കാനും ഒക്കെ ഉള്ള താല്പര്യമുള്ള പരസ്പരം ഇൻട്രാക്ഷനാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഇപ്പോൾ ഈ ക്ലാസ്സിലേക്ക് ഒരു പാമ്പ് കയറി വന്നിട്ട് നിങ്ങളുടെ ഈ കസരയുടെ അടിയിൽ കയറി നിന്നാൽ നിങ്ങൾ എന്തോ ചെയ്യുമെന്ന് ചോദിച്ചു. എന്ത് ചെയ്യാനാ? അല്ല, ഒരു പാമ്പ് ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? അതെന്താ സാറേ അങ്ങനെ ചോദിച്ചു? അവൾ വിചാരിച്ച് എന്തോ അവളെ ട്രബിളിലാക്കാൻ ചോദിക്കണം. ഞാൻ വെച്ചൊരു പാമ്പ് വന്നാൽ ഇടയ്ക്ക് ഒന്ന് കയറി എന്തോ ചെയ്യും? സാറേ എന്ത് ചെയ്യാനാ? പാമ്പ് വന്നാൽ എന്താ ചെയ്യാനാ? എല്ലാവർക്കും അറിയത്തില്ലയോ? അയ്യോ എന്ന് വിളിച്ചോണ്ട് എല്ലാവരും ഇറങ്ങി ഓടും, അത്ര അല്ല എന്ത് വലിയ കാര്യം? ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്തോ വിളിച്ചോണ്ട് ഓടും? അയ്യോ എന്ന് വിളിച്ചു. ഞാൻ പറഞ്ഞു ആരായി? അയ്യൻ ആരാന്ന്? ഞാൻ പറഞ്ഞു അയ്യൻ എന്ന് പറഞ്ഞാൽ ബുദ്ധനല്ലേ, വിഷ്ണു എന്നൊരു അർത്ഥമുണ്ട്. അപ്പോൾ അപകടം വന്നപ്പോൾ നിങ്ങൾ ആദ്യം വിളിച്ച ദൈവം ഏതാ? അയ്യോ, അതായിരുന്നു അതിൻ്റെ അർത്ഥം. അത്രേ ഉള്ളൂ. ഒരു വഴക്കം, ഒരു ശീലം, ഇത് ഏറ്റവും വലിയ ശിർക്കല്ലേ? അയ്യനെയാണ് വിളിച്ചിരിക്കുന്നത്. അപകടം വന്നപ്പോൾ അള്ളാ എന്ന് വിളിക്കേണ്ട ഒരു അയ്യനെയാണ് വിളിച്ചിരിക്കുന്നത്, അയ്യോ എന്നാണ് വിളിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ അമ്മയെന്ന് വിളിക്കും, അമ്മ വന്ന് രക്ഷിക്കും എന്നാണ്. അമ്മയ്ക്ക് എഴുന്നേറ്റ് കിടക്കാൻ വയ്യാതെ എവിടെയെങ്കിലും. ഇതൊക്കെ ഭാഷാപരമായ ശീലങ്ങളാണ്. ഇതൊക്കെയാണ് ഇവൻ്റെ ഏറ്റവും വലിയ വിശ്വാസം, ഏറ്റവും വലിയ വാദങ്ങൾ. ഇനി നിങ്ങൾ ഈ കാണുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? എനിപ്പടി മീറ്റിംഗ് എസെൻഷ്യ റൈറ്റ് എസെൻഷ്യ. കഴിഞ്ഞ വർഷം ഈ കഴിഞ്ഞ 2-3 മാസം നടന്ന എസെൻസിൻ്റെ ആനുവൽ മീറ്റായിരുന്നു, കൊച്ചിയിൽ നടന്ന മീറ്റ്. നമ്മൾ ഈ വിശ്വാസികൾ പലപ്പോഴും ഈ ശബരിമല പോകാറുണ്ട്, ഓരോരോ സാധനങ്ങൾ മലയാറ്റൂരൊക്കെ പോകാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഭയങ്കര ആശ്വാസം, പൊങ്കാല ഇടാൻ പോകുന്നു. പൊങ്കാല ഇടാൻ കഴിഞ്ഞിട്ട് വന്നിട്ട് എല്ലാവർക്കും ഭയങ്കര ഇതാണ്, ഒരു ഊർജ്ജം കിട്ടുന്നതാണ്. എന്താ കാര്യം? നമ്മളൊരു ലിസ്റ്റുമായിട്ടാണ് പോകുന്നത്. ആടിൻ്റെ പ്രസവം, പശുവിൻ്റെ രോഗം, ഭർത്താവിൻ്റെ കുടി, മക്കളുടെ വിദ്യാഭ്യാസം, അയലത്തെ ഡാഷ് ഡാഷ് ഡാഷിൻ്റെ ഡാഷ് ആൻഡ് ഡാഷ് ആൻഡ് ഡാഷ്, ഒരു ലിസ്റ്റുണ്ട്. നമ്മളവിടെ ചെന്ന് നിന്നിട്ട് അല്ലേ, കോഴിക്കാല് മുതൽ കുഞ്ഞിക്കാല് വരെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഇങ്ങനെ പറയാം. ആരോടാ പറയുന്നത്? നമ്മളോട് തന്നെ. ആരാ കേൾക്കുന്നത്? നമ്മൾ തന്നെ. ഇതൊരു ഇൻറ്റീരിയർ മോണോലോഗാണ്. നമ്മളല്ലാതെ വേറെ ആരും കേൾക്കാനാ? നമ്മളിങ്ങനെ ഉരുകി വിളിക്കുക. ഇത് പറയുന്നതനുസരിച്ച് നമ്മുടെ വിടുന്നല്ല. ഇങ്ങനെ 10 പൈസ ആർക്കും സഹായം കൊടുക്കാത്ത ടീമായിരിക്കും അവിടെ ചെന്നങ്ങ് ലയിച്ചു വരും. എന്നിട്ട് എന്താ തിരിച്ചു വരിക? തിരിച്ചു വരുമ്പോൾ ആട് പ്രസവിച്ചിരിക്കുന്നു. ആഹാ, അമ്മ നിസ്സാരമല്ല. പക്ഷെ ആട് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഗർഭിണിയായിരുന്നേ, പെട്ടെന്ന് പ്രസവിച്ചൊന്നുമല്ല. പക്ഷെ അത് പ്രസവിച്ചത് അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ് എന്ന് ചിന്തിക്കുന്നതാണ് ഈ മസ്തിഷ്കം. പിന്നെ ഭർത്താവ് 2 ദിവസം കുടിക്കുന്നില്ല, ചിലപ്പോൾ അയാൾക്ക് പനിയായിട്ട് കിടന്നായിരിക്കും. ഉടനെ പറയും അമ്മേ, ഓ ഇത്രയും നാളെ. ഇതെല്ലാം ഒപ്പിച്ചു വെക്കും. മനസ്സിലായില്ലേ? ഉണ്ടാകുന്ന ചെറിയ അനുകൂല ഫലങ്ങൾ പോലും തൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണെന്ന് ജ്യോതിഷ വിശ്വാസികളാണൊക്കെ ഇതാണ്. എല്ലാം ഒറ്റ വിശ്വാസമാണ്. ഒപ്പിച്ചു വെച്ചുകൊണ്ട് അവൻ ആനന്ദിക്കും. അങ്ങനെയാണ് ഈ പ്രാർത്ഥനകൾ കണ്ടിന്യൂ ചെയ്യുന്നത്, ഭക്തി കണ്ടിന്യൂ ചെയ്യുന്നത്. ഒരാൾ നിങ്ങൾ അമ്പലത്തിലേക്ക് ഇത്ര കൊടുത്തിട്ട് എന്തെങ്കിലും ഉണ്ടാകണേന്ന് പ്രാർത്ഥിക്കുന്നു. ആ ഒരു 5-6 മാസത്തിൽ എന്തെങ്കിലും ഉണ്ടായാൽ മതി. അയ്യോ അതാണെന്ന് മനസ്സിലാവും. അതായത് ശരിയായിട്ടുള്ള നല്ല അനുഭവങ്ങളെല്ലാം ഭക്തി കൊണ്ടാണെന്ന്, മോശം അനുഭവങ്ങൾ നമ്മുടെ കുഴപ്പം കൊണ്ട്. ഇതാണ് മതം പഠിപ്പിക്കുന്ന ഒരു കാര്യം. എന്ത് കുഴപ്പമുണ്ടോ അത് നിങ്ങളുടെ കുഴപ്പമാണ്. നിങ്ങൾ നേരെ ചെയ്യാത്തതുകൊണ്ടാണ്, നിങ്ങൾ നേരെ അല്ലാത്തതുകൊണ്ടാണ്. എന്ത് ഗുണമുണ്ടോ അത് ഇന്നാരുടെ ഗുണമാണ്, ഇന്നാരെ തന്നതാണ്. അപ്പോൾ ഫലം എന്ന് പറയുന്നൊരു സാധനമില്ല. കർമ്മണ്യേ വാധികാരസ്ഥേ മാ ഫലേഷു കഥാജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നിന്റെ ബാധ്യത. ഫലം ഇച്ഛിക്കരുത്. ഇതൊക്കെ വന്നൊരു എത്തീസം വരെ ഉണ്ടോ? അതായത് നിങ്ങൾ പൂജ ചെയ്യുക, വഴിപാട് ചെയ്യുക, പൊങ്കാല ഇടുക, ഇതെല്ലാം ചെയ്തുകൊള്ളുക, ഒന്നും പ്രതീക്ഷിക്കരുത്. ഇതല്ലേ എൻ്റെ അർത്ഥം. കർമ്മണ്യേ വാധികാരസ്ഥേ, കർമ്മം ചെയ്യുന്നതിൽ മാത്രമാണ് നിനക്ക് അധികാരമുള്ളത്. പൊങ്കാല ഇടുന്നതിലാണ് അധികാരമുള്ളത്. പൊങ്കാലയ്ക്ക് ഇത്ര കിട്ടണമെന്നൊക്കെ പറഞ്ഞാൽ കളി മാറും. അത് നടക്കും. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ ഇതേ കണക്ക് ദിവസം ഇങ്ങനെ സിനിമാ തിയേറ്ററിലോ പൊങ്കാലയ്ക്ക് പോവുകയോ
ശബരിമല പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ വർഷം മുഴുവൻ ഉണ്ടാകുന്ന നല്ല അനുഭവങ്ങളെല്ലാം നിങ്ങൾ രേഖപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭക്തി തഴയ്ക്കും. അതുപോലെ തന്നെ ഞാൻ പറയുന്നത്, നിങ്ങൾ എസ്എൻസിക്ക് വരൂ. ഒരു 100 ആവശ്യമായിട്ട് എല്ലാ വർഷവും എസ്എൻസിക്ക് വരൂ. എന്നിട്ട് അടുത്ത ഒരു വർഷം ഉണ്ടാകുന്ന നല്ല അനുഭവങ്ങളെല്ലാം എസ്എൻസിയുടെ പേരിൽ കുറിക്കൂ. അടുത്ത വർഷം നിങ്ങൾ വീണ്ടും എസ്എൻസിക്ക് വരും. ജസ്റ്റ് ഫോർ ട്രൈ ദിസ്. ഒന്ന് ശ്രമിച്ചു നോക്കൂ. നമുക്ക് നല്ലൊരു മീറ്റ് നടത്താൻ കഴിയുമെന്നാണ് ഞങ്ങൾക്കൊരു ആവേശമാവും. ഒരു പ്രാവശ്യം വന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു എസ്എൻസിക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരുമാതിരിയുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും. ഇതപ്പോ കേരളത്തിലാണ് ഇത് കേട്ടോ, ഇത് കേരളത്തിലാണ്. പണ്ട് AT കോവൂര് പറയുന്നുണ്ടല്ലേ ഗംഗാജലത്തിൻ്റെ കാര്യം. ഗംഗാജലം കൊണ്ടുവരാനായിട്ടൊരു അടുത്തുള്ള സുഹൃത്ത് അമ്മ ഒരു അയൽക്കാരിയുടെയൊക്കെ പറഞ്ഞു വിട്ടു ഗംഗാജലം കൊണ്ടുവരണം. അങ്ങനെ AT കോവൂര് തിരുവല്ലയിൽ എങ്ങാണ്ട് വന്നപ്പോൾ അവരെ മറന്നുപോയി, ഗംഗാജലത്തിൻ്റെ കാര്യം മറന്നുപോയി, ഫൊർഗോറ്റ്. അപ്പോൾ പറഞ്ഞു അമ്മയ്ക്ക് ഭയങ്കര ഇതാണ്. അവർ അയൽവക്കത്തുകാരിയുടെ കാര്യമാണ്, ഒരു കുട്ടികളുണ്ടാകുന്നതിൻ്റെ പ്രശ്നം. ഗംഗാജലം ആയിക്കഴിഞ്ഞാൽ അപ്പോഴേ പ്രശ്നം പരിഹരിക്കപ്പെടും. ഈ ഗംഗാജലം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഡെഡ് ബോഡി ഓറിയൻറ്റഡ് ആണ്. ഇവിടെ ഉണ്ടല്ലോ പമ്പയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സാധനമാണ്. ഇതൊക്കെ ഓരോന്നിനും ഓരോ പ്രത്യേകതയുണ്ട്. അപ്പോൾ ആളുകൾക്ക് തിരിച്ചറിയേണ്ടതാണ്. അപ്പം കോവൂര് തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ വന്നിറങ്ങുമ്പോഴാണ് ആലോചിച്ച് അമ്മ ഗംഗാജലം കൊണ്ടുവരാൻ പറഞ്ഞു. ഒരു രക്ഷയില്ല, എന്ത് ചെയ്യും അയൽപക്കത്തുകാരി. അയാൾ എന്ത് ചെയ്ത് കയ്യിരുന്നൊരു കുപ്പിക്കകത്ത് അവിടുന്ന് റെയിൽവേ ടാപ്പ് തുറന്നിട്ട് സ്റ്റേഷൻ ഇറങ്ങിയിട്ട് വെള്ളം ശേഖരിച്ചുകൊണ്ടുവന്ന് അമ്മയ്ക്ക് കൊടുത്ത്. അമ്മ കൊണ്ടുവന്ന് വെറുതെ ഒന്നുമല്ല, ഇങ്ങനെ കൊണ്ടുവന്ന് എന്നിട്ട് വിളിച്ച് മറ്റേ ദാക്ഷാണിയെ വിളിച്ച്, ദാക്ഷാണി മോൻ പറഞ്ഞതാ അവൻ ഗംഗാജലം കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ ഗംഗാജലം കൊണ്ടുവരും. അങ്ങനെ ദാക്ഷാണി വന്ന് ഈ സാധനം വാങ്ങിച്ചു. ദാക്ഷാണി കൊണ്ടുപോയി. 1 വർഷം കഴിഞ്ഞ് 1.5 വർഷം കണ്ട് കഴിഞ്ഞ് ദാക്ഷാണി പ്രസവിച്ചു. സത്യം. തിരുവല്ല. അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഏതൊരു പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ട്, നിങ്ങൾ പഴയ യുക്തിവാദികൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. ഇതാണ് നോക്ക്, ഗംഗാജലം പോസ്റ്റ് ഓഫീസിലൂടെ. എന്താണ് ഈ ഗംഗാജലം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഈ ശവങ്ങൾ ഒഴുകി നടക്കുന്ന കോളിഫോം ബാക്ടീരിയ ഉള്ള മാലിന്യം കലർന്ന ഈ വെള്ളമാണോ ഈ പോസ്റ്റ് ഓഫീസിൽ തരുന്നത്? അതോ അവിടെ നിന്ന് എവിടെയെങ്കിലും? എത്ര വലിയ തട്ടിപ്പാണിത്! എന്തൊരു മനുഷ്യൻ ഇത്രയും ഒരുമാതിരി ഇല്ല ആനയെ കൊണ്ട് പറഞ്ഞോണം, എന്താ പറയുക, കൊച്ചുകുട്ടികളെ സൈക്കിൾ ഓടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ മനുഷ്യൻ്റെ ബുദ്ധിയെയും അവൻ്റെ ശേഷിയെയും പരിമിതപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമുക്ക് സാക്ഷരതയുടെ റേറ്റാണ് ഇന്ത്യയിലെ വളരെ 50കളിലൊക്കെ നോക്കുമ്പോൾ 25%. ഇന്ന് 70-80%, 75%. അന്നും എഴുത്തിനിരിപ്പും പൂജവെപ്പും ഉണ്ട്. ഇന്നും എഴുത്തിനിരുത്തും പൂജവെപ്പും ഉണ്ട്. പിന്നെ നടക്ക് നിന്നപ്പോഴും ഉണ്ട്. ആളുകൾക്ക് അക്ഷരം അറിയാവുന്ന സമയത്തും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ എവറി ടൈം. അപ്പോൾ അന്ന് എന്താണ് എഴുത്തിനിരുത്തതിൻ്റെ ന്യായീകരണം? ആളുകൾക്കൊന്നും അറിയില്ല, അതുകൊണ്ട്. ഇപ്പോൾ എന്താണ്? ഇപ്പോൾ കൂടി വരുന്നു, അതുകൊണ്ട്. എല്ലാം ഫലം എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം ഇല്ല. ഏതെങ്കിലും എന്തും ഫല ന്യായീകരണങ്ങളാവും. അടുത്ത നമുക്ക് ഇടുക്കി പള്ളിവാസൽ എക്സ്റ്റൻഷൻ പദ്ധതി 60 മെഗാവാട്ട് 2007 ഗംഭീര ഭൂമി പൂജ നടത്തി തുടങ്ങി. 2011 പൂർത്തിയാകുമെന്നായിരുന്നു കരാർ. പക്ഷേ വർഷങ്ങളോളം പണി മുടങ്ങി. പഴയ കരാറുകാർ തന്നെ വീണ്ടും ഭൂമി പൂജ ചെയ്ത് പണി തുടങ്ങുന്നു. 2020 പൂർത്തിയാകുന്നതാണ് വാഗ്ദാനം. 2007 വലിയ പൂജ നടത്തി തുടങ്ങിയാണ്, പണി മുഴുവൻ പോയി മുടങ്ങി. വീണ്ടും തുടങ്ങുമ്പോൾ വീണ്ടും പൂജ നടത്തുന്നു. മനുഷ്യന് ഒരു ഇതും ഇല്ല. ഇതിനകത്ത് ഒരു ലോജിക്കും ഇല്ല എന്നുള്ളതാണ്. ഇതായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നേനെ. സ്ഥിരമായി മദ്രസ പരിസരത്ത് നിന്ന് ഉസ്താദുമാരുടെ വാഹനത്തിൻ്റെ അക്രമമായി കാറ്റഴിക്കുകയും കേടുവരുത്തുകയും ചെയ്യുന്നവർക്കെതിരെ വെള്ളിയാഴ്ച ജുമയ്ക്ക് ശേഷം പ്രാർത്ഥന നടത്തുന്നതായിരിക്കും. ഞാൻ പള്ളി അതിനകത്ത് കാണിച്ചിട്ടില്ല, പക്ഷെ ഇത് ആളുകൾക്ക് സന്ദേശം എത്തുന്നതായിരിക്കും. NB ജുമയ്ക്ക് മുന്നേ തെറ്റ് തിരുത്തുന്നവർ കുറ്റസമ്മതം നടത്തിയാൽ പരിഗണിക്കുന്നു. എൻ്റെ അമ്മോ, ഇങ്ങനെ ചെയ്തതിന് എത്ര ആശ്വാസമാണ് എല്ലാ കാര്യങ്ങളും. നിങ്ങൾ പ്രാർത്ഥിച്ചോ? നിങ്ങൾ ഈ പറയുന്ന അള്ളാഹുവിനെ കൊണ്ടോ കൃഷ്ണനെ കൊണ്ടോ ക്രിസ്തുവിനെ കൊണ്ടോ കാര്യങ്ങൾ ചെയ്യിച്ചോ? നമ്മളെ വെറുതെ വിടും. നിങ്ങൾ എന്തിനാണ് ഈ ആയുധം എടുക്കുന്നത്? ദൈവങ്ങൾ ആയുധം എടുക്കട്ടെ, അവർ ആയുധങ്ങളായിട്ട് തന്നെയല്ലേ നടക്കുന്നത് അല്ലേ? മിക്കവാറും പടങ്ങളിൽ തന്നെ അവരിൽ ആയുധങ്ങൾ ഉണ്ടാവും, പലരെയും 1-2 അല്ല, പല ആയുധങ്ങളായിരിക്കും. അവർ ചെയ്യട്ടെ, വി ആർ റെഡി. കോടിക്കണക്കിന് ദൈവങ്ങളെ നിസ്സാരമായി നേരിടാൻ നമ്മൾ തയ്യാറാണ്. പക്ഷെ ഒരൊറ്റ മതപരി കൊണ്ട മനുഷ്യനെ നേരിടാൻ നമുക്ക് സാധിക്കില്ല. അവനൊരു കീറിയാൽ മതിയല്ലോ, തീർന്നില്ലേ? പക്ഷേ ഈ ദൈവങ്ങളെല്ലാം എത്ര കോടി ദൈവങ്ങൾ വരട്ടെ, കമോണ്ടറ, നോ പ്രോബ്ലം. ഒരു മനുഷ്യൻ ദൈവമല്ല പ്രശ്നം, വിശ്വാസിയാണ്. 18 മലകളും കൂപ്പുകയായിട്ട് ഭക്തലക്ഷണം മാറുജോതി തൊഴുതു. ഈ വാർത്ത എന്ന് വെച്ചാൽ മാധ്യമങ്ങൾ ദേവസ്വം ബോർഡ് പറയുന്നു കത്തിക്കുന്നതാണേ.
വി ആർ കത്തിക്കിങ്. യുക്തിവാദികൾ പറയുന്നു കത്തിക്കുന്നതാണ്, ഗവൺമെൻറ് പറയുന്നു കത്തിക്കുന്നതാണ്, ലോകം മുഴുവൻ പറയും കത്തിക്കുന്നതാണ്. പക്ഷെ മനോരമ പറയുന്നു ദിവ്യ ജ്യോതി തെളിഞ്ഞു. തെളിയുകയാണ്. മനോരമയ്ക്കും മാതൃഭൂമിക്കും ഇപ്പോഴും അത് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവൻ അംഗീകരിച്ചാൽ ഈ തട്ടിപ്പുകളെ പോറ്റി വളർത്തുകയും പോഷണം കൊടുത്ത് വളർത്തുകയും ചെയ്യുന്ന കുറേ മാധ്യമങ്ങൾ. കേരളത്തിലൊക്കെ അന്ധവിശ്വാസങ്ങളുടെ അനോഫിലസ് കൊതുകുകളാണ് ഈ മാധ്യമങ്ങൾ. ഒരു ഇത്രയും വലിയ ഗുരുതരമായ കുറ്റം ചെയ്യുന്ന ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വേറെയില്ല. അവരുടെ ചർച്ചകളൊക്കെ ഉണ്ടല്ലേ, അതിൽ അന്ധവിശ്വാസങ്ങളെടുത്ത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്ന് പറഞ്ഞാൽ ആളുകളെ പേടിപ്പിക്കും. എന്നിട്ട് പറയും നിങ്ങൾക്ക് വേണേ വിശ്വസിച്ചാൽ മതി. അവർ വിശ്വസിക്കും. ഇതൊന്നും ഇല്ലേ വിശ്വസിക്കാൻ തയ്യാറായിട്ടിരിക്കുന്ന ആൾക്കാരുടെ മുന്നിലാണ് കുറേ നിഗൂഢമായ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത്. എത്ര വലിയ ക്ഷുദ്ര പ്രവർത്തനമാണിത്. ബുള്ളറ്റ് പ്രൂഫ് അല്ലേ, ദൈവത്തെ കയ്യിലെടുത്തിരിക്കുന്നു എന്ന് പറയുന്ന. പണ്ട് ഈ ജോൺ പോൾ മാർപ്പാപ്പയ്ക്ക് വെടിയേറ്റപ്പോൾ അദ്ദേഹം 19 മണിക്കൂർ സർജറിക്ക് ശേഷമാണ് അദ്ദേഹം പുറത്തു വന്നത്. അപ്പോൾ പുറത്ത് വന്നപ്പോൾ സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഏതാണ്ട് കുറേയധികം വലിയൊരു മെഡിക്കൽ ടീമാണ്, സർജന്മാരാണ് ഇദ്ദേഹത്തിൻ്റെ പല ഒരുപാടെടുത്ത് പരിക്കും. ടിഷ്യൂ ജോൺ പോൾ മാർപ്പാപ്പ. അദ്ദേഹം ആദ്യം ഇങ്ങോട്ട് പുറത്തു വന്ന് എന്ത് അറിയോ, ഈ വെടി വെച്ചവനോട് അങ്ങ് ക്ഷമിച്ചു. പിന്നല്ല എന്ത് ചെയ്യാനാ, വെടി വെച്ചവനോട് ക്ഷമിച്ചാലും ഇല്ലെങ്കിലും എന്തുവാ വലിയ കാര്യം. വെടി വെച്ചവനോട് അങ്ങ് ക്ഷമിച്ചു. മദനി ക്ഷമിച്ചോണം പണ്ട്. അത് ഒരു പബ്ലിസിറ്റി. എന്നിട്ട് എന്ത് ചെയ്തു, പിന്നെ അദ്ദേഹം പറഞ്ഞു നമ്മളൊരു ലേഡി ഓഫ് ഫാത്തിമ അവരുണ്ടല്ലോ, ഫാത്തിമയിൽ എല്ലായിടത്തും ഓരോ സ്ഥലമുണ്ട്. കോഴിക്കോട്ടെ മേരി, കൊല്ലത്തെ മേരി, അങ്ങനെ പല മേരിയുണ്ട്. ഇപ്പോൾ വേളാങ്കണ്ണി, അങ്ങനെ പല സ്ഥലങ്ങളാണ് അതിൻ്റെ. ലേഡി ഓഫ് ഫാത്തിമയോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം എന്താണ്, അവരാണ് ഇതെല്ലാം ഈ സർജറി എല്ലാം ശരിയാക്കി തന്നത്, ഞാൻ എന്നെ രക്ഷിച്ചത്. അതെങ്ങനെയാണ് രക്ഷിച്ചതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ലേഡി ഓഫ് ഫാത്തിമ ഒരു ഇൻവിസിബിൾ ഹാൻഡ് ഓഫ് ലേഡി അത് ഈ മൊത്തത്തിൽ ഈ സംഭവത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതായത് വെടിവെക്കായിരുന്നല്ലോ. വെടിവെച്ചപ്പോൾ നിങ്ങളുടെ ഇതിലെ ഓരോരോ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലൂടെ വെടിയുണ്ട കടന്നുപോയി. വെടിയുണ്ട കടന്നുപോയപ്പോൾ യഥാർത്ഥപ്പെട്ട ഓർഗൻസ്, ഹൃദയം, കരള്, മറ്റേ കുടല്, അതൊന്നും തുളയ്ക്കാതെ ഒരു വെടിയുണ്ട വരും, ഹൃദയത്തിന് നേരെ വരും, ലേഡി ഓഫ് ഫാത്തിമ തട്ടി ഇങ്ങോട്ട് മാറ്റി ഇതിലെ പുറത്തു വരും. കരളിന് നേരെ വരും, ഇങ്ങനെ തൊട്ടി ഇതിലെ പുറത്തു. അങ്ങനെ ഈ 17 വെടിയുണ്ടകളും ഈ ലേഡി ഓഫ് ഫാത്തിമ അവസാന നിമിഷം ഒരു ചെറിയൊരു ടിൽറ്റ് നടത്തി മാറ്റി വിട്ടത് കൊണ്ടാണ് ഇതെല്ലാം. ഇൻവിസിബിൾ ഹാൻഡ്. ഇപ്പോൾ ഡോക്കൻസ് ചോദിക്കുന്നത് ഈ അവസാന നിമിഷം കൊണ്ടുവന്ന് ചെറിയൊരു ടിൽറ്റ് നടത്താതെ ഈ വെടി വെച്ചത് മുഴുവൻ വല്ല കയ്യാലയിലോട്ടോ തെങ്ങിലോട്ടോ ഒക്കെ ആക്കിയിരുന്നെങ്കിൽ ഈ സർജന്മാർ കിടന്നിരുന്ന് ഈ പണി ചെയ്യേണ്ട കാര്യമില്ലായിരുന്നല്ലോ എന്നാണ്. മതവിശ്വാസം എന്ന് പറഞ്ഞാൽ ശരിക്കും യുക്തിവാദം തന്നെയാണ്. അതിനെന്താണ് ഒന്നിലും എല്ലാം എന്നൊക്കെ പറയുന്നവന് ഏതെങ്കിലും ഒരു കാര്യത്തിൽ അങ്ങനെ വിട്ടുകൊടുക്കൂ. ഒരു യുക്തിവാദി, ഒരു അവിശ്വാസി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു അതെല്ലാം തന്നെയാണ് മതവിശ്വാസി ചെയ്യുന്നത്. താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞാൽ ആരും പകുതി പരീക്ഷ എഴുതിയിട്ട് ഇറങ്ങി വരാറില്ല. പകുതി ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാറുമില്ല. ഉത്തരങ്ങൾ പകുതിയാക്കി വെക്കാറുമില്ല. പരീക്ഷ എഴുതാതെ എന്ന് റിസൾട്ട് നോക്കാറുമില്ല. എല്ലാം ചെയ്യേണ്ടതൊക്കെ ചെയ്യും. ദൈവം അനുഗ്രഹിച്ചാണ് പാടുന്നതെന്ന് പറഞ്ഞിട്ട് ശാരീരവും സാധകവും മോദകവും ഒന്നും ഇല്ലെന്ന് ആരും പാടാൻ പോകാറില്ല. എല്ലാം അതേ കണക്ക് ചെയ്യും. ഇപ്പോൾ ഒരു റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ തന്നെ തലശ്ശേരി റോഡ് ക്രോസ് ചെയ്യുക, അങ്ങോട്ട് ക്രോസ് ചെയ്യണം. ആദ്യം എന്ത് ചെയ്യും, റെയിൽവേ ട്രാക്കിൽ ആദ്യം വിളിച്ചപ്പുറത്ത് മറ്റേ അടുത്ത സ്റ്റേഷൻ അവിടെ കാസർഗോഡ് വിളിച്ചു. അല്ല ട്രെയിൻ വല്ലതും പുറപ്പെടുന്നുണ്ടോ, അറിയിച്ച് എന്താ ഇല്ല, 3 മണി വരെ ഇല്ല, ഒന്നുമില്ല. ഇപ്പുറത്ത് കണ്ണൂരല്ലേ, അടുത്ത കോഴിക്കോടും വിളിച്ചു വയ്ക്കും. അവിടുന്ന് ട്രെയിൻ വല്ല ഇങ്ങോട്ട് വരുന്നുണ്ടോ, എന്താ ഇല്ല. എന്ത് കാര്യം, എന്താ പുള്ളിക്ക് ക്രോസ് ചെയ്യാനാണ്, പാളം ക്രോസ് ചെയ്യാനാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു നോക്കി, അവിടുന്ന് വണ്ടി വെട്ടിട്ടുണ്ടോ എന്ന് വരെ വിളിച്ചു ചോദിച്ചിട്ടായിരിക്കും ഇത് ക്രോസ് ചെയ്യുക. ഇതാണ് ഒരു ശരാശരി വിശ്വാസി. അയാൾ പറയുന്നത് എന്താണ്, അതീന്ദ്രിയമായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നു, എല്ലാം അവനിൽ സമർപ്പിച്ചിരിക്കുന്നു. എന്ത് സമർപ്പിച്ചെന്ന്, ജ്യോതിഷം നോക്കുന്നു. യഥാർത്ഥ ജ്യോതിഷ വിശ്വാസിയാണോ? അല്ല. ഇതൊക്കെ ഹോസ്പിറ്റൽസ് ആർ ദ ടെമ്പിൾസ് ഓഫ് എത്തീസം. ഒരാൾക്കൊരു രോഗം വരികയാണെങ്കിൽ അത് ദൈവത്തിൻ്റെ തീരുമാനമാണ്. ട്യൂമർ വരികയാണെങ്കിൽ അവനാണ് കൊടുത്തു വിട്ടത്. മൂക്കിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അവൻ അങ്ങനെ ആഗ്രഹിക്കുന്നു. അവനൊരു പദ്ധതിയുണ്ട്. കാല് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ആഗ്രഹം അല്ലേ. അവൻ അറിയാതെ കാല് പോകുമോ? ഒരു ഇല പോലും ചലിക്കില്ല, ഒരു മുടി പോലും കൊഴിയില്ല. പിന്നെ അവനറിയാതെ എന്ത് സംഭവിക്കാനാണ്? അപ്പോൾ രോഗം തരുന്നു. നിങ്ങൾ എന്ത് ചെയ്യുന്നു? അവനെ ധിക്കരിച്ചുകൊണ്ട്, അവനെ വെല്ലുവിളിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു. നിരീശ്വരവാദികൾക്ക് ചെയ്യാം. കാര്യം അവരിതെടുക്കുക ഈ ചിട്ടിയിലില്ല. രോഗം വന്നാൽ ചികിത്സിക്കാം. പക്ഷേ വിശ്വാസികൾ എങ്ങനെ ചികിത്സിക്കും എനിക്ക് മനസ്സിലാവുന്നില്ല. അതാണ് ഞാൻ പണ്ടത്തെ പെന്തക്കോസ്റ്റുകളെ ഇത്രയധികം ഞാൻ ആരാധിക്കുന്നത്. കാര്യം അവർ ചികിത്സിക്കത്തില്ല. രോഗം വന്ന് അല്ല, അങ്ങനെയല്ലേ വേണ്ടത്. വിശ്വാസം എന്ന് പറഞ്ഞാൽ വിശ്വാസമായിരിക്കണം. ആണല്ലേ. ഇങ്ങനെ കിടക്കുന്ന ഒരു രോഗി, മനസ്സിലായില്ലേ,
ഈ രോഗി മൊത്തം ഇതേതെങ്കിലും ഒന്നും വലിച്ചു പറിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ ദൈവം സന്തോഷിക്കും. കാര്യം ഇവനെ കൊല്ലാൻ ദൈവം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, കൊല്ലപ്പെടാതിരിക്കാൻ ഞാനും. മറ്റേ താഴ്വാരത്തിനകത്ത് മോഹൻലാൽ പറഞ്ഞോണം, അവൻ ഇനിയും എന്നെ കൊല്ലാൻ ശ്രമിക്കും, മരിക്കാതിരിക്കാൻ ഞാനും എന്ന് പറഞ്ഞോണം. ദൈവവും പലതും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ ഈ കണക്ഷൻ എല്ലാം കൊടുത്ത് രക്ഷിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. പോട്ടെ. അപ്പം എന്തായാലും സമയം അതിക്രമിച്ചതുകൊണ്ട് നമുക്ക് ഇൻട്രാക്ഷൻ ആകാമെന്നുള്ളത് കൊണ്ടും ലാസ്റ്റ് സ്ലൈഡ് ഈസ് എത്തീസം എ റിലീജിയൻ. നിരീശ്വരവാദം ഒരു മതമാണ്. നിരീശ്വരവാദം ഒരു മതമാണ്. എങ്ങനെ? മതത്തിനെതിരെ നിൽക്കുന്ന ഏറ്റവും വലിയ സംഭവം നിരീശ്വരവാദമാണ്. മതത്തിന് ഏറ്റവും എതിരെ നിൽക്കുന്നതും ഒരു മതമാണെങ്കിൽ നിരീശ്വരവാദം ഒരു മതമാണ്. ഓഫ് കോഴ്സ്. അത്ര ഉള്ളൂ. ഇനി വേറൊന്ന്, ഇപ്പോൾ ടെന്നീസ് കളിക്കുന്നൊരു വ്യായാമല്ലേ, ടെന്നീസ് കളിക്കാതിരിക്കുന്ന ഒരു വ്യായാമമാണ്. ആ രീതിയിൽ നിരീശ്വരവാദം അല്ലെങ്കിൽ സ്റ്റാമ്പ് കളക്ട് ചെയ്യുന്നത് ഒരു ഹോബിയാണ്. സ്റ്റാമ്പ് കളക്ട് ചെയ്യാതിരിക്കലാണ് എൻ്റെ ഹോബി. ആ അർത്ഥത്തിലാണ്. മറിച്ച് എന്താണോ മതം മുന്നോട്ട് വെക്കുന്നത് അതിനെ എല്ലാം എതിർക്കുന്ന ആളും അയാൾ ഒരു മതമാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് യു ക്യാൻ സേ ലൈക്ക് ദിസ്. ടെന്നീസ് കളിക്കുന്ന ഒരു വ്യായാമമാണ്, കളിക്കാതിരിക്കുന്നത്. അല്ലാതുള്ള അർത്ഥത്തിൽ അവിടെ ഒരു വിശകലനം തന്നെ സാധ്യമല്ല. സോ യു ക്യാൻ ബി ഇത്രയൊക്കെ ഓരോരുത്തർ പല പല രീതിയിൽ നിൽക്കാം. വെൻ ദ ആക്ച്വൽ ലിബറേഷൻ ഹാപ്പൻസ് യു ബിക്കം എൻ ഏത്തീസ്റ്റ്. ഞാൻ പച്ചയ്ക്ക് ഏത്തീസം തന്നെയാണ് പറയുന്നത് കേട്ടോ. എനിക്ക് യാതൊരു അതിനകത്ത് കൺഫെഷൻസും ഇല്ല, പുറകോട്ട് പിടുത്തമൊന്നുമില്ല. അതിനെ പറയുന്നതിന് വ്യക്തമായ കാര്യങ്ങളുണ്ട്. ഒരു ശാസ്ത്രീയമായ മാനവിക ബോധത്തോടു കൂടിയ യുക്തിസഹമായ വകഭേദങ്ങളില്ല, വംശീയ ജാതീയ മതപരമായ ഭേദങ്ങളില്ല. അതൊരു നല്ല മനുഷ്യനാകാനായിട്ടുള്ള വലിയൊരു സാധ്യതയാണ് നാസ്തികമായിട്ടുള്ള സ്വതന്ത്ര ചിന്ത മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഡോക്കിൻസിൻ്റെ വാചകങ്ങളും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും മലയാളത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചതിൻ്റെ ഒരു കാരണം കൂടി അതുകൊണ്ടാണ്. ഇത്രയും നേരം ഇവിടെ ഇതൊരു അസാമാന്യ സദസ്സാണ്. ഇത് വിശ്വസിക്കാൻ കഴിയില്ല. അവിടെ ആളുകൾ അവിടെയൊക്കെ നിൽക്കുന്നു. വളരെ സന്തോഷം. എനിക്ക് അവാർഡ് കിട്ടിയതിനേക്കാൾ അവാർഡ് വാങ്ങിച്ചതിൻ്റെ 10 ഇരട്ടി സന്തോഷം ഇന്ന് ഈ മീറ്റിംഗിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ മറുപടി പറയാം. താങ്ക്സ്. നിലവിലുള്ള വിദ്യാഭ്യാസ രീതി പരിഷ്കരിക്കേണ്ടതില്ലേ? ഉദാഹരണം, സ്കൂളിൽ പോകാൻ തുടങ്ങുന്ന കുട്ടിയോട് A for ആപ്പിൾ എന്ന് മാത്രമേ പറയൂ. ഇത് ചിന്തയെ ബ്ലോക്ക് ചെയ്യുന്നത് അല്ലേ? തീർച്ചയായും. അതിനകത്തൊന്നും സംശയമില്ല. ഇന്നത്തെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ശരിക്കും മതവിദ്യാഭ്യാസം തന്നെ. ചിന്തയെ പരിപോഷിപ്പിക്കുന്ന ഒന്നും തന്നെ അതിനകത്തില്ല. ഒന്നും തന്നെ ഇല്ലെന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആയിട്ടേ ഉള്ളൂ. അത് പലപ്പോഴും ചോദ്യങ്ങളെ അംഗീകരിക്കുന്നില്ല, ചോദ്യം ചോദിക്കുന്നവരെ അംഗീകരിക്കുന്നില്ല. മതം ഒഴിവാക്കിയിട്ടുണ്ടല്ലോ. പുസ്തകത്തിലെ പാഠഭാഗങ്ങളിൽ എങ്ങും തന്നെ മതപരതയോ മതപരമായ ചിന്താഗതിയോ വിമർശിക്കുന്ന ഒരു വരി പോലും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല. ഇന്നത്തെ പൊതുവിദ്യാഭ്യാസം പോലും മതവിദ്യാഭ്യാസമാണ്. അത് പരിഷ്കരിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ള കാര്യം. മതം SSLC ബുക്കിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയുമോ? SSLC ബുക്കിൽ നിന്ന് മതം ഒഴിവാക്കാൻ കഴിയും. പക്ഷേ മതം ഒഴിവാക്കുന്നത് എവിടെന്നെങ്കിലും മാറ്റുന്നതിനേക്കാൾ പ്രധാനമായി ഇവിടെ നിന്ന് കളയലാണ് പ്രധാനം. SSLC ബുക്കിൽ നിന്ന് മാറ്റി എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ചൊരു കാര്യം എനിക്ക് തോന്നുന്നില്ല. പ്രധാനമായിട്ട് നിങ്ങളുടെ പേരുകളും നിങ്ങൾ ഏതെങ്കിലും ഒരു മതത്തിലൊക്കെ ജനിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ആ മതം ഒഴിവാക്കാനായിട്ട് അത് കുറച്ച് സാങ്കേതികമായ കാര്യങ്ങളാണ്. അതിനേക്കാൾ പ്രധാനം മറ്റേതാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. സാധിക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അജ്ഞേയവാദം ഇപ്പോൾ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? കേരളത്തിൽ ഒരു സംഘടനാ രൂപത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ? അജ്ഞേയവാദം എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ് അർത്ഥം? അതായത് ഒരു കുളം, ആളുകൾ പറയുന്നത് അതിനകത്ത് മുതലുണ്ട്, മുതലുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അതിനകത്ത് കുളിക്കുന്നില്ല. വേറൊരു ആൾക്കാർ പറയുന്നു അതിനകത്ത് മുതല ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അവരും കുളിക്കുന്നില്ല. വേറൊരാൾ പറയുന്നു മുതല ഉണ്ടാകാനും ഉണ്ടാകാതിരിക്കാനും സാധ്യതയുണ്ട്, അവനും സംശയിച്ച് കുളിക്കാതിരിക്കുന്നില്ല. വേറൊരാൾ പറയുന്നു ഇതിനകത്ത് മുതലൊന്നുമില്ല, അതിന് ഈ കുളത്തിൽ മുതല ഇതിനുണ്ടായിട്ടുമില്ല, ചരിത്രത്തിലുണ്ടായിട്ടില്ല, അങ്ങനെ ആരും കണ്ടിട്ടുമില്ല, അതിനൊരു തെളിവില്ല, ഇറങ്ങി കുളിക്കുന്നു. ഇതിൽ അവസാനം പറഞ്ഞ ആളാണ് ഏത്തീസ്റ്റ്. അക്കാര്യം തെളിവിൻ്റെയും ചരിത്രത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു സാധനമില്ല. ഇനി ബാക്കിയുള്ള ആൾക്കാർ മുതല ഉണ്ട് കുളിക്കുന്നില്ല, മുതല ഉണ്ടായേക്കാൻ കുളിക്കുന്നില്ല, മുതല ഉണ്ടാകാനും ഉണ്ടാകാതിരിക്കാനും സാധ്യതയില്ല. ഇവരെല്ലാം തന്നെ യഥാർത്ഥത്തിൽ എന്താ ചെയ്യുന്നത്? കുളിക്കാതിരിക്കുക ചെയ്യുന്നത്. നിങ്ങൾ സംശയത്തിൻ്റെ ഒരു തരി കൂടി കിടന്നാൽ കൂടി നിങ്ങൾ ആ കാര്യം ചെയ്യാതിരിക്കുക ചെയ്യുന്നത്. നിങ്ങൾക്ക് അവിടെ ഒരു നിലപാടില്ല. യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള അജ്ഞേയവാദങ്ങൾ ഇട്ട് കാര്യമില്ല. അജ്ഞേയവാദം രണ്ട് രീതിയിലുള്ള അജ്ഞേയവാദം, പാപ്പെന്നും ടാപ്പെന്നും പറയും. പെർമനന്റ് അഗ്നോസ്റ്റിക് പൊസിഷൻ, ടെമ്പററി അഗ്നോസ്റ്റിക് പൊസിഷൻ. പെർമനന്റ് അഗ്നോസ്റ്റിക് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മൾ എപ്പോഴും അജ്ഞേയവാദി ആകാൻ, ഉദാഹരണമായിട്ട്
എവിടെയെങ്കിലും ഭൂമിക്ക് പുറമേ ജീവനുണ്ടോ എന്നുള്ള വാദത്തിൽ നമുക്ക് വേണ്ടത്ര തെളിവുകളില്ലാത്തതുകൊണ്ട് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകാനേ സാധിക്കുകയുള്ളൂ. അവിടെ പെർമനന്റ് അഗ്നോസ്റ്റിക് പൊസിഷൻ സാധുവാണ്. അതേസമയം പ്രേതമുണ്ടോ, മറുതയുണ്ടോ, മാടനുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യത്തിൽ ആദ്യം ഒരു സംശയവാദം ആകാം. പിന്നീട് നമ്മൾക്ക് യുക്തിപരമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ വിശകലനം ചെയ്യുമ്പോൾ അത് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെയൊന്നതിന് സാധ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. മറിച്ച് അത് ഉണ്ടായി കൂടന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓൾമോസ്റ്റ് നിങ്ങളൊരു കൂടോത്രക്കാരനാണൊക്കെ തന്നെ ആയിരിക്കും. നിങ്ങൾ അറിയാം, അതിനകത്തൊരു അല്പം നിലപാട് വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ആസ് ഗുഡ് ആസ് എ ബിലീവർ. അപ്പം അജ്ഞേയവാദം എന്ന് പറഞ്ഞാൽ സ്പൈൻലെസ് എത്തീസം എന്നാണ് വിളിക്കുന്നത്. നട്ടല്ലില്ലാത്ത നാസ്തികതയാണ് അജ്ഞേയവാദം. അജ്ഞേയവാദത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ അജ്ഞേയവാദം അവർ പലപ്പോഴും മതത്തെ കണ്ടോൺ ചെയ്യുന്നു എന്നുള്ളതാണ്, മതത്തിനെ സാധൂകരിക്കുന്നു എന്നുള്ളതാണ്. ജ്ഞേയവാദിയെങ്കിൽ ആകുന്നത് നല്ലതാണ്, ജ്ഞേയവാദികൾക്കെതിരെ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. ജ്ഞേയവാദിയെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു ബി ആൻ അഗ്നോസ്റ്റിക് റാദർ ദാൻ ബീയിങ് എ ബിലീവർ. ബട്ട് അഗ്നോസ്റ്റിസം എന്ന് പറയുന്നത് സ്പൈൻലെസ് എത്തീസമാണ്. അത് ഇച്ചിരി അതിൻ്റെ കൂടെ ആവശ്യമുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ചില കാര്യങ്ങൾക്ക് അജ്ഞേയവാദം തന്നെയാണ് വേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, പല ആവശ്യമുള്ള ചില കാര്യങ്ങളുണ്ട്. ഞാനും പല കാര്യത്തിലും അജ്ഞേയവാദിയാണ്. ഈ ഗ്രഹാന്തര ജീവികളുണ്ടോ, ഉണ്ടാകാൻ സാധ്യതയുണ്ട്, എനിക്കറിയില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. ഇനി എത്തീസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഇല്ല എന്ന് പറയുന്ന ആളല്ല കേട്ടോ, അതുകൂടെ മനസ്സിലാക്കുക. ദൈവം ഇല്ല, പ്രേതമില്ല, കാക്കരി പൂക്കരി ഇല്ല എന്നല്ല പറയുന്നത്. നമ്മൾ ദൈവം ഉണ്ട് എന്ന് അംഗീകരിക്കാത്ത ആളാണ്. എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല? തെളിവില്ല. തെളിവ് വന്നാൽ അപ്പോഴേ അംഗീകരിക്കും, ആ സെക്കൻഡിൽ അംഗീകരിക്കും. തെളിവ് കൊണ്ടുവന്നാൽ വളരെ റീസണബിൾ ആയിട്ടുള്ള മതിയായ തെളിവുകൾ വന്നു കഴിഞ്ഞാൽ ദൈവത്തെ അംഗീകരിക്കാം, പ്രേതത്തെ അംഗീകരിക്കാം, കാക്കരി പൂക്കരി അംഗീകരിക്കാം, മാടനെ അംഗീകരിക്കാം, എല്ലാത്തിനെയും അംഗീകരിക്കാം. തെളിവില്ലെങ്കിൽ ഇതിനൊന്നും അംഗീകരിക്കുന്നില്ല. അല്ല, ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാൻ നമുക്ക് ആരും ശമ്പളമൊന്നും തരുന്നില്ല. മതനിന്ദ പാടില്ല എന്ന് പറയുന്ന അതേ ഭരണഘടന തന്നെയല്ലേ സയന്റിഫിക് ടെമ്പർ എന്ന വാക്ക് ലോകത്തിന് സംഭാവന ചെയ്തത്? അതെ, അത് വളരെ രസകരമാണ്. ഗവൺമെൻറ് ജോലിയിൽ പ്രവർത്തിച്ച് നമ്മൾ മതനിന്ദ പാടില്ല എന്ന ഒരു നിയമമുണ്ട്. അതെങ്ങനെ നിലനിൽക്കണം? ഇതാണ് നിയമം. മതനിന്ദ അത് വളരെ ആർക്കും വ്യാഖ്യാനിക്കാവുന്ന നിയമമാണ്. ഒരു ബ്ലേഡ് കഴുകുന്ന സൂക്ഷ്മതയോടുകൂടി ബ്ലേഡിൻ്റെ അറ്റല്ലേ എപ്പോൾ ആരും എനിബഡിക്കാൻ ഒരു മത തീവ്രവാദിക്കോ അല്ലെങ്കിൽ ഒരു ഫാസിസ്റ്റിനോ ഒക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് നിയമങ്ങൾ ഈ രാജ്യത്തുണ്ട്. നമ്മൾ ആ നിയമങ്ങളുടെ മേളിലാണ് അറിയുന്നത്. നമ്മൾ ഉദാഹരണം ചെറിയൊരു കാര്യം അതൊരു വലിയ നിയമമായിട്ടല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ ഭാഗത്ത് തെറ്റാണ്. ഞങ്ങൾ ഇന്നലെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ബുക്ക് ചെയ്തിരുന്നത് മലബാർ എക്സ്പ്രസിനകത്താണ്. അപ്പോൾ രാത്രി TT വന്ന് ചോദിച്ചു. അപ്പോൾ ഞാനും എൻ്റെ വൈഫും ID കാർഡ് കാണിച്ചു. എന്നിട്ട് എൻ്റെ മക്കളുടെയൊക്കെ ID കാർഡ് ചോദിച്ചു, 3 പേര്. അവർ ഞങ്ങളുടെ ID കാർഡില്ല, ഞങ്ങൾ മറന്നുപോയി. എന്നൊരു TT ഭയങ്കര ഇതാണ്. അപ്പോൾ പണ്ടെന്ന് വെച്ചാൽ എടുത്ത ആൾ കാണിച്ചാൽ മതിയായിരുന്നു. പിന്നെ കുറേ കൂടെ പരിഷ്കരിച്ചു. പുള്ളി പറഞ്ഞു, ചിലപ്പോൾ പൈസ അടക്കേണ്ടി വരും രാത്രി. അവരാകെ വരണ്ട്. അച്ഛാ അങ്ങനെ പറഞ്ഞു. കുഴപ്പമില്ല. അല്ല, പുള്ളി പറഞ്ഞത് ശരിയാണ്, പൈസ എല്ലാവരും കാണിക്കണമെന്ന് തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ചെറിയൊരു കാര്യമാണെങ്കിലും ആ നിയമം ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം. അതൊക്കെ വേണമെങ്കിൽ അവരുടെ നിന്നെല്ലാം പൈസയൊക്കെ വാങ്ങിക്കാം. നിയമം അതാണ്. നമ്മുടെ ഭാഗത്താണ് തെറ്റ്. നമ്മളെ നിയമം ഇഗ്നറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ്. പക്ഷെ നമ്മൾ കരുതിയത് 2 പേരുടെ കാണിച്ചാൽ മതിയല്ലോ എന്നുള്ള പഴയ ഓർമ്മയിലാണ്. നമ്മുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. നിയമം പാലിക്കുന്ന ഒരാളാണെങ്കിൽ അത് അറിഞ്ഞിട്ട് കുട്ടികളുടെ കൂടി ID കാർഡ് കൊണ്ടുപോകേണ്ടത് തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞത്, നിലവിലുള്ള നിയമങ്ങൾ പലതും ശരിക്കും ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വറച്ചു പോകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇവിടെയുണ്ട്. അതിൽ പലതും വളരെ അധമമായിട്ടുള്ള നിയമങ്ങളാണ്. 295 AO ഈ സാധനം അത് തന്നെയാണ്. മതനിന്ദ, അത് മതനിന്ദ, ഭാഷാനിന്ദ, ദേശനിന്ദ. ഒരാളെ തമിഴിനെ കുറ്റപ്പെടുത്തിയാൽ നിങ്ങൾ അറസ്റ്റിലാകാം. നിങ്ങൾ തലശ്ശേരി കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ അറസ്റ്റിലാവാം. ഭയങ്കര സംഭവമാണ്. ബോഡോ മുസ്ലിം കുട്ടികൾ മാറിപ്പോയാൽ അവസാനം കോടതി കുട്ടികളെ അവർ വളർത്താൻ അനുവദിച്ചു ആഫ്റ്റർ ജോയിന്റ് പെറ്റീഷൻ. പക്ഷേ ഇവിടെ കുട്ടികളുടെ അവകാശം സാർ എങ്ങനെ കാണും? കുട്ടികളുടെ അവകാശം, ഒരു അവകാശത്തെക്കുറിച്ച് നമ്മൾ പറയണമെങ്കിൽ അവകാശത്തെക്കുറിച്ച് അറിയാനും അവകാശം വിനിയോഗിക്കാനായിട്ടുള്ള മാനസിക ശേഷി ഉണ്ടായിരിക്കുകയും ചെയ്യുമ്പോഴല്ല അത് അവകാശത്തെ ഗുണമാകും. ഒരു കൊച്ചുകുട്ടി ഒരു പ്രായപൂർത്തിയായ ഒരാൾക്ക് വഴങ്ങിക്കൊടുക്കുക, ലൈംഗികമായി വഴങ്ങിക്കൊടുക്കുക, ഇഷ്ടം അനുസരിച്ച് വഴങ്ങിക്കൊടുക്കുക. എന്നാലും നമ്മളതിനെ റേപ്പെന്ന് വിളിക്കാൻ കാര്യം എന്താണ്? ആ കുട്ടിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാനായിട്ടുള്ള മാനസികമായിട്ടുള്ള ശേഷിയില്ല എന്നാണ് നിയമം പറയുന്നത്. ആ കുട്ടിയെ അനുകൂലമായൊരു നിലപാട് എടുത്തേക്കാം, വഴങ്ങിക്കൊടുത്തേക്കാം. കാര്യം വെച്ചാൽ അയാൾക്ക് അതിനുള്ള ചിന്താശേഷിയില്ല. അപ്പം മറ്റേ ആളെ കുറ്റപ്പെടുത്തുകയാണ്, മറ്റേ അയാളെ ശിക്ഷിക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഒരു കുട്ടിക്ക് തീരുമാനമെടുക്കാനുള്ള അവസ്ഥയിൽ അല്ലല്ലോ ഈ രണ്ട് കുട്ടികളും. അമ്മമാരുടെ കൂടെ നിന്ന് കീറുന്ന കുട്ടികൾ, അവർക്ക് വേണമെങ്കിൽ പ്രായം ശരിയാ പോയിന്റാണ്, നല്ലൊരു പോയിന്റാണ്. അവർ 18 വയസ്സോ ചിന്താശേഷി വരുമ്പോൾ അവർക്ക് വേണേൽ, മാത്രമല്ല ഇതിനകത്ത് തന്നെ ഞാൻ കാണുന്ന കാര്യം നേരെ തിരിച്ചാണ്. കുറേ കഴിയുമ്പോൾ ഈ കുട്ടികൾ സ്വന്തം അമ്മമാരുടെ അടുത്തേക്ക് പോകാൻ സാധ്യത, അല്ല നല്ല ബന്ധം ഉണ്ടാവും രണ്ടുപേരുമായിട്ട്, ഒന്നുമില്ല രണ്ടുപേരുമായിട്ട് ഒരുമിച്ച് പോകും. സ്വന്തം അമ്മയെ എന്നൊക്കെ ഉള്ള രീതിയിൽ കുട്ടി പിന്നെ ഒരു താല്പര്യം കാണിക്കാനുള്ള സാധ്യത ഇതിനകത്ത്. പ്രകാശ വേഗതയുടെ 10,000-ലൊന്ന് വേഗത്തിൽ പോലും സഞ്ചരിക്കാൻ മനുഷ്യന് സഞ്ചരിക്കേണ്ടതിലെ ആവേശിക സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുന്ന തികച്ചും ഊഹാപോഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ടൈം ട്രാവൽ പോലുള്ള പ്രതിഭാസങ്ങളെ പറ്റി പറയുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ശാസ്ത്രീയ മൂലത്തെ പോലെ ഊഹാപോഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ദൈവവിശ്വാസത്തെ പറ്റി പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന അന്ധവിശ്വാസവും കൊള്ളാലോ കളി. പ്രകാശ വേഗതയുടെ 10,000-ൽ-1 സഞ്ചരിക്കാൻ കഴിയാത്തത് പ്രകാശ വേഗത ഇല്ലെന്നുള്ളതോ അത് തെറ്റാണെന്നുള്ളതിൻ്റെ ഒരു സാധ്യതയല്ല. നമുക്ക് കഴിയുന്നില്ല, അതിനെന്നാ പ്രശ്നം? പ്രകാശ വേഗതയുടെ 10,000-ൽ-1 നമ്മൾ സഞ്ചരിക്കുന്നില്ല. ഒച്ചിന് നമ്മളുടെ 10,000-ൽ-1 വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്നില്ല എന്ന് വെച്ചാൽ ഒച്ചിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു വേഗത ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടൈം ട്രാവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ട്രാവൽ അനുസരിച്ച് ലോകത്ത് ഏതെങ്കിലും ഭരണഘടന നിയമം നിശ്ചയിച്ചുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ടോ? ടൈം ട്രാവൽ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. അതനുസരിച്ച് ആർട്ടും ലിറ്ററേച്ചറും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ശാസ്ത്ര സത്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ ഈ പറയുന്ന മോറലി ബൈൻഡിങ് ഒന്നും അല്ല. ആണോ? ഏതെങ്കിലും സാധനങ്ങൾ മോറലി ബൈൻഡിങ് ആണോ? ഐസക് ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണു, അയാൾ ഗുരുത്വാകർഷണ നിയമം കണ്ടുപിടിച്ചു, അതുകൊണ്ട് ആ ആപ്പിൾ മരത്തെ ആരാധിക്കണം എന്ന് ആരെങ്കിലും പറയാറുണ്ടോ? അല്ലെ ആപ്പിൾ വിശിഷ്ട വസ്തുവാണ്, അത് പിന്നെ ഇവിടെ തുടച്ചിട്ടേ മറ്റു ഇതിനകത്ത് വെച്ചിട്ടേ തിന്നാവൂ, ഐസക് ന്യൂട്ടൻ്റെ, അങ്ങനെയൊന്നും ആരും പറയുന്നില്ലല്ലോ. അല്ലെ ഇന്നത് വർജിക്കണം, ഓറഞ്ച് വർജിക്കണം. പണ്ട് ഐൻസ്റ്റീനെ ഒരാൾ തലയ്ക്ക് ഓറഞ്ച് വെച്ചാൽ എറിഞ്ഞ് വീഴ്ത്തിയത്, അതുകൊണ്ട് ഓറഞ്ച് ആരും കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഇനി ഐസക് ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണു എന്നുള്ള കഥ തന്നെ തെറ്റായിക്കോട്ടെ, അങ്ങനെ ഒരു കഥ തന്നെ ഇല്ല, അങ്ങനെ എൻ്റെ കാര്യം തന്നെ ഇല്ല. മറിച്ച് ശാസ്ത്രത്തിൽ കഥകൾ ഉപയോഗിക്കുന്നത് ഒരു തിയറി എക്സിംപ്ലിഫൈ ചെയ്യാൻ മാത്രമാണ്. അത് സിംപ്ലിഫിക്കേഷൻ എന്നുള്ള സാധനമാണ്, അത്രേ ഉള്ളൂ. പിസ ഗോപുരത്തിൽ നിന്ന് സാധനം 2 ഇട്ടു എന്ന് പറയുന്നു അല്ലേ, ഒരു ഇരുമ്പ് അതുപോലെ തന്നെ അത് കിട്ടുന്നു, അങ്ങനെ ഇട്ടിട്ടില്ല, ഇടേണ്ട കാര്യമില്ല. പക്ഷെ ആ ഒരു ഉദാഹരണം പറയുന്നത് അതിന് ചരിത്രപരമായ തെളിവൊന്നുമില്ല. ചരിത്രപരമായ തെളിവ് ഉണ്ടാവേണ്ട കാര്യമില്ല, അതൊരു കഥയാണ്. ആ കഥയിലൂടെ ഉദ്ദേശിക്കുന്ന ഒരു ശാസ്ത്ര തത്വം പഠിപ്പിക്കലാണ്. ആ തത്വം അനുസരിച്ച് നിങ്ങൾക്ക് പെരുമാറാനോ ജീവിതം നയിക്കാനോ മറ്റുള്ളവരെ കൊല്ലാനോ സ്വന്തം ജീവിതത്തിൽ കല്യാണം കഴിക്കാതിരിക്കാനോ ഒന്നും ഒരു ബാധ്യതയില്ല. അതൊരു കഥ തന്നെയാണത്. ടൈം ട്രാവൽ എന്ന് പറയുന്നത് റിലേറ്റീവ് തിയറി അനുസരിച്ചുള്ള ഒരു പോസ്റ്റുലേഷൻസ് ആണ്. അതിന് വ്യക്തമായിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ട്. അതും നിങ്ങൾ ഈ പറയുന്ന എന്താണ് ദൈവം, ഊഹാപോഹം. ദൈവം എന്ന് പറയുന്നത് എല്ലാത്തരം ഊഹാപോഹങ്ങൾ പോലെയുള്ളൂ. മറുത, ഐ റീപ്ലേസ് ദൈവം വിത്ത് മറുത, ദാറ്റ്സ് ഓൾ. ഡു യു ബിലീവ് ഇൻ ഗോഡ്? ആ ചോദ്യം ഇതൊക്കെ എന്ത് ചോദ്യമാണ്? ഡു യു ബിലീവ് ഇൻ കെമിക്കൽസ്? Why should I believe? Why see? If I show somebody a martial artist and he breaks 3 bricks together, 3 bricks, one split, he breaks it. This is speed. And if I show it, will you believe? See, martial arts believe ചെയ്യുന്നുണ്ടോ ചോദ്യമാണ്. Okay, fine. Martial arts, okay, is normally done by human beings. That is. See, it is. Martial arts എന്ന് പറയുന്ന സാധനമുള്ളതാണ്, അത് ചെയ്യുന്ന ആൾക്കാരുള്ളതാണ്, നമുക്കത് തിരിച്ചറിയാൻ കഴിയുന്നതാണ്, അത് യുക്തിസഹമാണ്. ഓക്കെ, then അതിനകത്ത് വിശ്വസിക്കേണ്ട കാര്യം തന്നെയില്ല. Then why should you believe in something that is so proven? So now you said it. You said it right. Now I believe in God and I can meet him. I believe. Why should I? So you don't have to believe. But if you travel in that direction, like a martial artist, for example, he becomes black, 10 days black belt. So that's bloody real, man. Same way, if you yoga, you can meet God. And if you become God, what happens is you cannot do anything. You become God means I am you. You are me. That's Buddha, right? That is Buddha, right? When I am Buddha, when I read the state of God, then if somebody asks me what is liquor shop, as a Buddha, it's my duty to show him. Okay. നിങ്ങൾ യോഗ ചെയ്യുമ്പോൾ നിങ്ങൾ ദൈവമാകുന്നു എന്ന് പറയുമ്പോൾ ആകുന്നു എന്നുള്ള വെർബ് മാത്രമേ നമുക്ക് അറിയാവൂ. നിങ്ങൾ യോഗ ചെയ്യുമ്പോൾ നിങ്ങൾ ചക്കയാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്കയെ അറിയാം, ആകുന്നു എന്നുള്ള വെർബും അറിയാം, ചക്ക എന്നുള്ള നൗണും അറിയാം. ഇവിടെ ദൈവം ആകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
that 10,000 kilometers speed. In space, we can travel 3 lakh kilometers in 1 hour. ഇതൊക്കെ ആരാ ഇത് ഏതെങ്കിലും മതപുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങളാണോ? So I am there. God and country. Because you can meet God if you go in that fact. Without seeing God, doctors can never say, I never saw God. ചേട്ടാ ഒരു കാര്യം മനസ്സിലാക്കുക. ഈ കാണൽ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലേ, കണ്ടാൽ വിശ്വസിക്കലല്ല സയൻസ്. കണ്ടാൽ വിശ്വസിക്കില്ല. ഉദാഹരണം ചോദിക്കട്ടെ, നോക്കുക, നിങ്ങൾ സൂര്യൻ ഉദിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. സൂര്യൻ ഉദിച്ചു വരുന്നുണ്ടോ? ആകാശം ഉണ്ടെന്ന് കാണുന്നുണ്ട്. ആകാശം ഉണ്ടോ? ആകാശം ഉണ്ടോ? You are part of Akash. അല്ല ആരും ഇംഗ്ലീഷ് പറഞ്ഞാൽ ഞാൻ ഓക്കെ അന്ന് ഞാൻ പറയാം. ഞാൻ തന്നെ പറയുന്നത് തിരിയൂല്ല. ഞാൻ പറയുന്ന മലയാളം തിരിയില്ല. കാരണം മലയാളം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ എന്റെ കൂടെ എന്റെ ഫ്രണ്ട് 2-3 ആൾ ഇവിടെ ഉണ്ട്. ഒരു ദിവസം രാവിലെ ഞാൻ അന്ധവിശ്വാസം കൊണ്ട് പറയും വെയിറ്റ് രാവിലെ എണീച്ചിട്ട് മുമ്പോട്ട് ഷോപ്പ് തുറന്നപ്പം പറയും എനിക്ക് പ്രൊഫസർ ദാമോദരനെ കാണണം, ഒരു സർട്ടിഫിക്കറ്റ് വേണം, വെയിറ്റ് ഐ മീൻ ഗാഡ്. അപ്പം ഞാൻ പറഞ്ഞു വാ. അപ്പം ഇയാൾ എന്ത് ചെയ്ത് കക്ഷി ഇവിടെ ഉണ്ട്, ഇവിടെ ഇതാന്ന് പറയാൻ പറ്റില്ല, ഇതാ എന്ന് പറഞ്ഞാൽ നാസ്തികൻ. അയാളോട് പറഞ്ഞു. അപ്പോൾ അയാൾ ശരി പോകാമെന്ന്. ഞാൻ പറഞ്ഞു അയാൾ കാണും ഡോക്ടർ ആണെന്ന് ഷട്ടർ കൂട്ടി പുറത്തിറങ്ങി അവൾ പറഞ്ഞു ആ സർട്ടിഫിക്കറ്റ് എടുത്തില്ല, സൈൻ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്. അപ്പം ഞാനെന്ത് പറഞ്ഞു അറിയാം, അയാളാണ് വീട്ടിലില്ല. വാട്ട് ഐ സെഡ് ഈസ് ഹി ഈസ് നോട്ട് ഇൻ ഹിസ് ഹൗസ്. അപ്പോൾ ഇക്കക്ഷി പറയാം ഓ തൻ്റെ സൂപ്പർസ്റ്റിഷൻ, തൻ്റെ അന്ധവിശ്വാസം എല്ലാം അന്നേ അതിന് കാറിലേ വരുള്ളൂ, കാറിലേ വരും. അപ്പൊ കാറിന് പോകാൻ അയാൾ വീട്ടിൽ പോകാൻ സംഭവിച്ചത് വീട്ടിൽ ഗേറ്റ് തുറന്നപാട് വൈഫ് വന്നിട്ട് പറഞ്ഞാൽ Okay, sir. Your valuable. Okay, sir. Your valuable inputs. സാർ ആദ്യം പറഞ്ഞ ഒരു പോയിന്റിൽ നിന്ന് ചോദിക്കുകയാണ്, പോസ്റ്റ് എത്തീസ് നിലപാടുകളിലേക്ക് പുരോഗമന സമൂഹം പോകുന്നത് നമ്മുടെ കേരളത്തിൽ സ്യൂഡോ മെഡിസിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്നെങ്കിൽ കൂടി അത് ഒരു തുടർ പരിപാടിയായി നിലവിലുള്ള നിയമത്തിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഉപദ്രവങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ശ്രമിക്കാൻ യുക്തിവാദി സംഘടനകൾ ശ്രമിക്കാറില്ല. നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന നാസ്തിക ബോധം പല പ്രശ്നങ്ങളും കാണാത്ത എന്തുകൊണ്ടാണ്? ഉദാഹരണമായിട്ട് ജേക്കബ് വടക്കാഞ്ചേരി, ഹോമിയോപ്പതി കേസുകൾ നടത്തേണ്ടതില്ലേ, സംഘടനകൾ ശ്രമിക്കേണ്ടതില്ലേ, എന്താണ് അഭിപ്രായം? ഇത് യഥാർത്ഥത്തിൽ പോസ്റ്റ് എത്തീസ്റ്റ് ആങ്സൈറ്റീസ് എന്ന് പറയുന്നത്, നമ്മൾ ഉദാഹരണമായിട്ട് ഒരു നിരീശ്വരവാദിയാണെന്ന് സ്വയം പ്രഖ്യാപിക്കുന്നത് ഒരു അബ്നോർമലായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് പ്രഖ്യാപിക്കുന്ന തന്നെ ഒരു വിപ്ലവമാണ്. അങ്ങനെ സമൂഹത്തിൽ നല്ലൊരു ഭാഗം വന്നു കഴിഞ്ഞാൽ ഈ മതത്തെ എപ്പോഴും നേരിടുക എന്നുള്ളത് അല്ലല്ലോ. നമുക്ക് മതത്തെ നമ്മൾ എതിർക്കാൻ കാരണം യുക്തിസഹമായും തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ മതം സ്വാഭാവികമായി എതിർക്കപ്പെടുന്നു എന്നുള്ളതുകൊണ്ടാണ്. അല്ല ദൈവത്തോടോ പ്രേതത്തോടോ അല്ലെ അങ്ങനെയുള്ള എന്തെങ്കിലും മനോജന്യ സങ്കല്പങ്ങളോടോ ഉള്ള വിരോധമൊന്നും അല്ല നമ്മളുടെ സമീപനം. മറിച്ച് തെളിവിൻ്റെ അടിസ്ഥാനത്തിലും യുക്തിയുടെ അടിസ്ഥാനത്തിലും നമ്മൾ വസ്തുതകളുടെ അടിസ്ഥാനത്തിലും കാര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ഇതൊക്കെ ഇല്ലാതായി പോകുന്നു, എതിരെ ആയിപ്പോകുന്നു എന്നുള്ള ആ പ്രശ്നം, അതാണ് യഥാർത്ഥ പ്രശ്നം. ഇക്കാര്യത്തിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട മതം എന്നുള്ള പ്രധാനപ്പെട്ട ആശയത്തെ നമ്മൾക്ക് ഒരു പരിധിവരെ എതിർക്കുകയും അതിനെ തളർത്തുകയും ചെയ്യുകയാണെങ്കിൽ അനുബന്ധമായ കാര്യങ്ങളിലേക്ക് പോകാവുന്നതാണ്. തീർച്ചയായിട്ടും പുരോഗമന സമൂഹങ്ങളിലൊക്കെ കൂടുതൽ അങ്ങനെ അവിടെ ഇപ്പം മതത്തിനെതിരെ സംസാരിക്കേണ്ട കാര്യങ്ങൾ കുറഞ്ഞു വരും. പക്ഷെ നമ്മുടെ ഇവിടെ അങ്ങനെയല്ല. നമ്മുടെ ഇവിടെ ഒരുപാട് നടത്താണ്ടുണ്ടത്. നമ്മുടെ ഇവിടെ ഒരുപാട് നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ആ ഘട്ടത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതേസമയം മതവിമർശനം നടത്തുമ്പോൾ തന്നെ മറ്റു മേഖലകളിലേക്ക് നമ്മൾ ശ്രദ്ധ കഴിയുന്നത്ര കേന്ദ്രീകരിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് വടക്കഞ്ചേരിക്കെതിരെ ഞാനൊരു ഡിബേറ്റ് നടത്തിയിട്ടുണ്ട്. 2ാം തവണത്തിന് വന്നതാണ് പുള്ളി പോയി. വാക്സിനേഷനെതിരെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ വാക്സിനേഷനെതിരെ പരിപാടി നടത്തുന്ന കേരളത്തിലെ സ്വതന്ത്ര ഇന്ത്യക്കാരാണ്. ഏറ്റവും കൂടുതൽ വടക്കഞ്ചേരിക്കെതിരെ എഴുതുന്നതും കേരളത്തിലെ സ്വതന്ത്ര ഇന്ത്യക്കാരാണ്. നിങ്ങൾ വടക്കഞ്ചേരിയെ വിളിച്ചിരുത്തി ഒരു കാപ്പിയൊക്കെ വിളിച്ചിട്ട് ചോദിക്കും നിങ്ങൾക്ക് ഏറ്റവും വലിയ ശത്രുക്കൾ ആരാന്ന് ചോദിച്ചു നോക്ക്. അല്ലെ മോഹനൻ വൈദ്യനോട് ചോദിച്ചു നോക്ക്. ഇനി ഡോക്ടർമാരുടെ ഇടയിലാണെങ്കിലും യുക്തിബോധമുള്ള ഡോക്ടർക്ക് മാത്രമേ ഇത് എതിർക്കാൻ പറ്റൂ. ഹോമിയോപ്പതി വിശ്വസിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് മോഹനൻ വൈദ്യനെ എതിർക്കാൻ പറ്റുന്നത്? അതിൻ്റെ ലോജിക്ക് എന്താണ്? മിറക്കിളിൽ വിശ്വസിക്കുന്ന ഒരു ഡോക്ടർക്ക് എങ്ങനെയാണ് വടക്കഞ്ചേരി എതിർക്കാൻ പറ്റുന്നത്? അതിൻ്റെ ലോജിക്ക് എന്താണ്? അതൊന്നും ലോജിക്കല്ല. അപ്പോൾ കേരളത്തിൽ ഇത്തരം കാര്യങ്ങളിൽ വ്യക്തമായ എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് സ്വതന്ത്ര ചിന്തകർ മാത്രമാണെന്നാണ് എൻ്റെ പക്ഷം. കുറച്ച് അല്ലാതെ ആൾക്കാരും ഉണ്ട്. ഇപ്പോൾ ഡോക്ടർമാരിൽ തന്നെ ഇപ്പോൾ ഒരു വലിയ അവബോധം വരുന്നുണ്ട്. ഇൻഫോ ക്ലിനിക് പോലെയുള്ള സ്ഥാപനങ്ങൾ, അതിനകത്ത് വിശ്വാസികളായിട്ടുള്ള ഡോക്ടേഴ്സും ഉണ്ട്. അവരും
വലിയ തോതിൽ എത്തിക്കുന്നു. അവർക്ക് കൂടുതൽ ഈ മേഖലയിൽ ചെയ്യാൻ കഴിയും, നമ്മളെക്കാൾ ചെയ്യാൻ കഴിയും. അവർക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ട്, തിയററ്റിക്കൽ നോളജ് ഉണ്ട്. അപ്പം ഇതൊരു നല്ലൊരു കൂട്ടായ്മയായിട്ട് വരുന്നുണ്ട്. പക്ഷേ വി ആർ ഡൂയിങ് അവർ ബെസ്റ്റ്, അതിനകത്ത് സംശയമില്ല. ഇത് ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ മതത്തിനെതിരെയുള്ള സമരം ഏറ്റെടുക്കാൻ കേരളത്തിൽ ആരും തയ്യാറല്ല. ആ പണി ചെയ്യാൻ ആർക്കും താല്പര്യമില്ല. ഇനിയിപ്പം വടക്കഞ്ചേരിക്കെതിരെയുള്ള സമരത്തിന് ഒരുപാട് പേര് തയ്യാറാണ്. നമ്മളും വളരെ ശക്തമായി മുന്നിലുണ്ട്, നമ്മളവിടെ പിന്നോട്ട് പോകുന്നില്ല. പക്ഷേ ഈ ഒരു പണിയുണ്ടല്ലോ, ഇത് ഒരുമാതിരി മോശം പണിയാണ്, ഇത് ആരും ചെയ്യാനില്ല. അതുകൊണ്ട് ഇത് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ടായേ പറ്റും, അല്ലെ വലിയ കഷ്ടമാണ് നമ്മുടെ കാര്യം. ഒരു നാട്ടുവൈദ്യക്കാരിക്ക് പത്മ അവാർഡ് കൊടുത്തല്ലേ, വിദ്യാഭ്യാസമുള്ള ആൾക്കാർ കൊടുക്കുന്ന ഈ അവാർഡ് അവർക്ക് ലഭിച്ചതിനെ കുറിച്ച് എന്ത് പറയുന്നു? കേരളത്തിലെ കലാരൂപങ്ങളായ കഥകളി, ശാസ്ത്രീയ സംഗീതം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി എല്ലാം കലാരൂപങ്ങളാണല്ലോ. മതം ഒഴിവാക്കിയാൽ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായി കലാരൂപങ്ങൾ ഇല്ലാതാവില്ലേ? വലിയ ക്വസ്റ്റ്യനാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഞാൻ പറഞ്ഞതാണ്. ഈ നാട്ടുവൈദ്യത്തിനൊക്കെ പത്മശ്രീ, ദേശീയ അംഗീകാരങ്ങളൊക്കെ കൊടുക്കുന്നത് വല്ലാത്തൊരു പിന്നാക്കം പോക്കലാണ്. കാരണം നാട്ടുവൈദ്യത്തോടുള്ള ബഹുമാനമില്ലായ്മ കൊണ്ടൊന്നുമല്ല, നമ്മളുടെ ആദിമകാലത്തെ പ്രോട്ടോ സയൻസുകളും തിരിച്ചറിവുകളും നമ്മൾ പരിഷ്കരിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ആയുർവേദത്തിൻ്റെ കാര്യത്തിലായാലും ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കാലാനുഗതികമായിട്ടുള്ള പരിഷ്കരണങ്ങൾ അതിൽ വരുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളൊരു പുസ്തകം എന്നും ഒരു 2000 വർഷം പഴക്കമുള്ള ഒരു പുസ്തകത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മനുഷ്യനാണെങ്കിൽ നിങ്ങൾ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. എപ്പോഴും ഒരു പുസ്തകത്തിലേക്ക് പോവുക. ഞങ്ങളുടെ ഈ പുസ്തകം അനുസരിച്ച്, ഖുർആൻ അനുസരിച്ച്, ബൈബിൾ അനുസരിച്ച്, സുശ്രുത സംഹിത അനുസരിച്ച്, അല്ലെങ്കിൽ മൂലധനം അനുസരിച്ച് ഒരു പുസ്തകത്തിലേക്ക് ഒരു മനുഷ്യൻ പരിമിതപ്പെട്ട് കഴിഞ്ഞാൽ അവൻ ബ്രെയിൻ ഡെത്തിന് വിധേയനായെന്ന് അതിൻ്റെ അർത്ഥം. കാര്യം മനുഷ്യൻ്റെ ജ്ഞാനം അതാത് കാലത്തിൽ പകർത്തിയാണ് പുസ്തകങ്ങളിൽ വെച്ചിരിക്കുന്നത്. മനുഷ്യൻ്റെ ജ്ഞാനം എല്ലാ കാലത്തും ഒരു ജംഗ്ഷനിൽ ഇങ്ങനെ നിൽക്കുകയല്ല, അതിങ്ങനെ വലുതായി വരികയാണ്. എൻ്റെ ജ്ഞാനം എന്ന് പറയുമ്പോൾ ഞാൻ ഡാർവിൻ ഇന്നലത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു, ഡാർവിൻ ഇന്ന് പരിണാമത്തിൻ്റെ ഒരു പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഒരു പക്ഷേ ജയിക്കണമെന്നില്ല. കാരണം പരിണാമത്തെ മുന്നോട്ട് നയിക്കുന്ന പ്രധാനപ്പെട്ട മെക്കാനിസത്തിലൊന്നായ മ്യൂട്ടേഷനെ കുറിച്ചോ ജനറ്റിക്സിനെ കുറിച്ചോ ഡാർവിന് ധാരണ ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ 7ാം ക്ലാസ്സിലെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. നമ്മളുടെ ജ്ഞാനരാശികൾ വളരെ വികസിച്ചു വരികയാണ്, വിപുലപ്പെട്ടു വരികയാണ്. അതനുസരിച്ച് നമ്മളുടെ ഒരു പുസ്തകത്തിൽ ഈ പുസ്തകം അനുസരിച്ച് വേഴ്സ് നമ്പർ 5 ചാപ്റ്റർ നമ്പർ 7 എന്നൊക്കെ പറയുന്ന ആളുകൾ ദേ ആർ ആക്ച്വലി ഡേഞ്ചറസ് ഫോസിൽസ് ഓഫ് അവർ സിവിലൈസേഷൻ. ഡേഞ്ചറസ് ആണ് അവർ. അത് ഏത് പുസ്തകത്തിൻ്റെ കാര്യത്തിൽ ഒരാളൊരു പുസ്തകം പൊക്കി നടക്കുന്നുണ്ടോ അയാൾ ഒരു വല്ലാതെ പരിമിതപ്പെട്ടവനാണെന്ന് മനസ്സിലാക്കി. പുസ്തകങ്ങൾ വേണം, പുസ്തകങ്ങൾ നോക്കണം, സുശ്രുത സംഹിത പഠിക്കണം, മൂലധനം പഠിക്കണം. എല്ലാ വർക്കുകളും എല്ലാ പുസ്തകങ്ങളും നമ്മുടെ മനുഷ്യരാശിയുടെ സമ്പത്തുകളാണ്, അത് പഠിക്കണം. പക്ഷെ അതിൻ്റെ കാലാനുഗതികമായിട്ടുള്ള ഉപയോഗം മാത്രമേ പാടുള്ളൂ. എല്ലാ കാലത്തേക്കും എഴുതപ്പെട്ട പുസ്തകം അങ്ങനെയാണെങ്കിൽ എല്ലാ ജ്ഞാനവും ഒരു കൂട്ടർ അറിഞ്ഞിരുന്നു, നമ്മളാരും ഒന്നും അറിയുന്നില്ല എന്നുള്ള വാദം ശരിയല്ല. എല്ലാ ഋഷിമാർ അറിഞ്ഞിരുന്നു, ഇന്ന് നമുക്കൊന്നും അറിയില്ല, അങ്ങനെയൊക്കെയുള്ള വാദങ്ങൾ തന്നെ തെറ്റാണ്. ഇനി കുച്ചിപ്പുടി കലാരൂപങ്ങൾ, ഈ കലാരൂപങ്ങൾ മതം ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഞാൻ പണ്ട് പറഞ്ഞോണം, വിശക്കുന്നല്ലോ എനിക്ക് വിശക്കുന്നല്ലോ എന്നൊന്നൊരു പാട്ട് പാടി നോക്കുക. ഇത് തന്നെ വടക്കുന്നാഥ എന്നും പാടാൻ കഴിയും. ആ പാട്ട് തന്നെയാണ്. അല്ലെന്നുണ്ടെങ്കിൽ രോഗം മുഴുവൻ സൗഖ്യമാക്കിയിടാൻ വൈദ്യരെ ഉടനെ വിളിക്കണമേ. ഇത് ഈ ശബ്ദം എന്ന് പറയുന്നതും പാട്ടെന്ന് പറയുന്നതും അന്തരീക്ഷത്തിലുണ്ടാകുന്ന കമ്പനങ്ങൾ നമ്മളുടെ മസ്തിഷ്കം രേഖപ്പെടുത്തുന്ന രീതിയാണ്. ക്രമാനുഗതികമായ കമ്പനങ്ങളെ നല്ലത് എന്ന് നമ്മൾ വിലയിരുത്തും. ഒരു ആക്രിക്കടയിൽ പോയാലുള്ള ശബ്ദം മോശമെന്ന് വിലയിരുത്തും. അത് ഏത് ഭാഷയായാലും പ്രശ്നമില്ല. അറബിയിലെ ചീത്ത പദങ്ങൾ വെച്ചുകൊണ്ട് നല്ല രീതിയിൽ ഒരു മ്യൂസിക്, ഒരു പാട്ടുണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. ഒരു ആഫ്രിക്കൻ ഭാഷയിൽ നമ്മളുടെ ഭാഷയിൽ ചീത്തയെന്ന് തോന്നുന്ന പദങ്ങൾ വെച്ചുകൊണ്ട് ഉണ്ടാക്കിയാലും ആസ്വദിക്കാൻ പറ്റും. അർത്ഥമല്ല, ശബ്ദമാണ്. അതായത് അന്തരീക്ഷത്തിലുള്ള കമ്പനങ്ങളാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. ഇപ്പോൾ ചന്ദ്രനിൽ പോയി കഴിഞ്ഞ് പാടിക്കഴിഞ്ഞാൽ ഏത് പാട്ടും നമ്മൾ ഒരു ഭാവം ഉണ്ടാക്കില്ല, കാര്യം ശബ്ദം നമ്മൾ കേൾക്കില്ല. സോ ഇറ്റ്സ് എ ഫിസിക്കൽ തിങ്. ഓർഡർലി ആയിട്ടുള്ള ശബ്ദത്തെ നമ്മുടെ മസ്തിഷ്കം വിലയിരുത്തി ആസ്വദിക്കുന്നതാണ് സംഗീതാസ്വാദനം. എന്താണ് കാഴ്ച? ഇപ്പോൾ DC ബുക്സിൻ്റെ ഒരു സ്റ്റോറിൽ പോയിരുന്ന് പുസ്തകങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ നല്ലതെന്ന് പറയുന്നു. ഒരു ആക്രിക്കടയിൽ പോയി പാത്രങ്ങളും മറ്റേതും കിടക്കുന്ന കണ്ടിട്ട് നിങ്ങൾ മോശമെന്ന് പറയുന്നു. അല്ലെ ഒരു ഓടയിൽ പോയിട്ട് മോശമെന്ന് പറയുന്നു. കാര്യം എന്താണ്? അവിടെ വ്യവസ്ഥയില്ലായ്മയും ക്രമമില്ലായ്മയും കാരണം നിങ്ങളുടെ മസ്തിഷ്കം അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല. DC ബുക്സിലും ബേക്കറിയിലും ചെന്നിട്ട് വസ്തുക്കൾ അടുക്കി വെച്ചിരിക്കുന്ന ക്രമം എന്ന് പറയുന്ന സാധനം നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ക്രമം എന്ന് പറയുന്ന ഒരു സൗന്ദര്യ നിയമമാണ്. ഇങ്ങനെയുള്ള സൗന്ദര്യ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കാഴ്ചകളും ശബ്ദങ്ങളും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് മതത്തിന് ഉപയോഗിക്കാം, നിരീശ്വരവാദികൾക്ക് ഉപയോഗിക്കാം,
വിജ്ഞേയവാദികൾക്ക് ഉപയോഗിക്കാം, എല്ലാവർക്കും ഉപയോഗിക്കാം. അതൊരു സെറിബ്രൽ തിങ് ആണ്. ബാക്കിയെല്ലാം ആയിട്ടുണ്ട്. എന്തായാലും ചോദ്യങ്ങൾ ഉന്നയിച്ചവർക്കും ഇത്രയും നേരം കേട്ടുന്നവർക്കും എല്ലാവർക്കും ആ ചേട്ടനും സ്പെഷ്യൽ നന്ദി. താങ്ക് യു.